ഓക്കെ, അപ്പോൾ വീണ്ടും ഗുഡ് ഈവനിങ് ഓൾ. നമ്മൾ നമ്മുടെ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് മാരത്തോണിന്റെ ഡേ 1 സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ ഓൾറെഡി ഞാൻ ഗ്രൂപ്പിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്ക് 2 ഡേയ്സ് ആണ് വരുന്നത്. 2 ഡേയ്സിലും നമ്മൾ നമ്മുടെ പ്രീമോക്ക് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ACC അപ്ഡേറ്റ് ചെയ്തിട്ടുള്ള ഡിസംബർ സെഷന് വരുന്ന പ്രീമോക്ക് ഉണ്ടാവും. ആ പ്രീമോക്കിന്റെ ഡിസ്കഷൻ ആയിരിക്കും ചെയ്യുന്നത്. അപ്പൊ ഈ വീഡിയോ വാച്ച് ചെയ്യുന്നവർ ഇല്ലെങ്കിൽ ഈ ക്ലാസ്സിന് ഇരിക്കുന്നവർ നിർബന്ധമായിട്ടും ഇതൊരു പ്രാവശ്യം സ്വന്തമായി ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടാവണം. ഇപ്പൊ പ്രീ മോക്ക് എക്സാം എന്ന് പറയുമ്പോൾ ഏറ്റവും ലാസ്റ്റ് നമ്മൾ എഴുതുന്ന മോക്ക് എക്സാം ആണ്. അപ്പൊ അതിനുവേണ്ടി ഓൾറെഡി എല്ലാ ടോപ്പിക്സും പഠിച്ച് സൈറ്റിലുള്ള പഴയ ക്വസ്റ്റ്യൻസ് എല്ലാം ചെയ്തതിന് ശേഷം വേണം ഇത് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോ ഇതാണ് നമ്മുടെ CB പ്ലാറ്റ്ഫോം. അതിൽ FM പ്രീ ഡിസംബർ 2025 മോക്ക് എക്സാം എന്നുണ്ടാവും. ഇതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഇത് നിങ്ങളുടെ ഇവിടെ വ്യൂ അസൈൻ ബ്രൗസ് അവൈലബിൾ എക്സാം ഉണ്ടാവും. അതിൽ പോയാൽ ഈ എക്സാം കാണാം. അപ്പൊ അവിടെ അസൈൻ ചെയ്യാൻ പറ്റും. അസൈൻ ചെയ്താൽ നമുക്ക് ഇതേപോലെ ഉള്ള എക്സാംസ് വ്യൂ അസൈൻമെന്റ്സ് കൊടുത്താൽ നമ്മൾ ഇതൊക്കെ നമ്മൾ ക്ലാസ്സിൽ ചെയ്താണ്. ഇപ്പൊ എന്റെ ഓഫ്ലൈൻ ഓൺലൈൻ ക്ലാസ്സിൽ ഇരുന്നവർക്ക് അറിയാം, ഇതെല്ലാം നമ്മൾ ക്ലാസ്സിൽ ഓൾറെഡി ചെയ്തതാണ്. പ്രീമോക്ക് മാത്രമാണ് ചെയ്യാത്തത്. അപ്പൊ അതിൽ നിങ്ങളുടെ സ്റ്റാർട്ട് എന്നായിരിക്കും ഉണ്ടാവുക. അത് സ്റ്റാർട്ട് കൊടുക്കുക. എക്സാമിന്റെ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ വരും. ഇൻസ്ട്രക്ഷൻ എല്ലാം വായിച്ച് ഫുള്ളി സ്ക്രോൾ ചെയ്തതിന് ശേഷം ബോട്ടം റൈറ്റ് കോർണറിൽ നെക്സ്റ്റ് ഉണ്ടാവും. നെക്സ്റ്റ് അടിച്ച് പോയാൽ ഇങ്ങനെ ഒരു വിൻഡോയിലേക്കാണ് എത്തുന്നത്. ഇതാണ് നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ. ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് എത്തും. ഓക്കെ, ഇവിടം വരെ എടുത്തോ. അറ്റൻഡ് ചെയ്തവര് ഓൾറെഡി എക്സാം ട്രൈ ചെയ്ത് നോക്കിയാൽ, അല്ലാത്തവരും ഇപ്പൊ ഇവിടം വരെ ഓപ്പൺ ചെയ്യുക. ഇല്ലെങ്കിൽ ഞാൻ പറയുന്ന ഈ ക്വസ്റ്റ്യൻ വാച്ച് ചെയ്ത് ഇതിന്റെ കൂടെ ചെയ്യാം. ഓക്കെ, അപ്പൊ സ്റ്റാർട്ട് ചെയ്യുന്നു. നിങ്ങൾ ഓൾറെഡി ചെയ്തിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇല്ലെങ്കിൽ ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താ വെച്ചാൽ കാൽക്കുലേറ്റ്. ഇപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ അതിന് മുമ്പ് ഞാൻ ജസ്റ്റ് സൈറ്റിൽ എന്തൊക്കെയാണ് ഉള്ളതെന്ന് പറയാം. സൈറ്റിൽ എന്തൊക്കെയാണ് നിങ്ങൾ എക്സാം എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പൊ ആദ്യമായി CB പ്രാക്ടീസ് പ്ലാറ്റ്ഫോം നോക്കുന്നവർ സ്ക്രാച്ച് പാഡ് ഉണ്ടാവും. നമുക്ക് വേണ്ട കാര്യങ്ങൾ നോട്ട് ചെയ്യാൻ. ഹൈലൈറ്റർ ഉണ്ട്. നമ്മളിങ്ങനെ സെക്ഷൻസ് ഇതൊക്കെ വായിക്കുമ്പോൾ നമുക്ക് വേണ്ട കാര്യങ്ങൾ മാത്രം ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി ഇവിടെ ഹൈലൈറ്റ് ഓപ്ഷൻ ഉണ്ട്. ഏത് കളറാ വേണ്ടതെന്ന് ചൂസ് ചെയ്യാം. സ്ട്രൈക്ക് ത്രൂ ഉണ്ട്. വേണ്ടാത്ത സാധനങ്ങൾ ഇപ്പൊ ഇവിടെ വായിച്ചതിൽ ഇൻവെന്ററി എന്നുള്ളത് നമുക്ക് ആവശ്യമില്ല. അപ്പൊ ഇവിടെ സ്ട്രൈക്ക് ത്രൂ ചെയ്ത് കളയാം, വെട്ടിക്കളയാം. അതിൻ്റെ കൂടെ കാൽക്കുലേറ്റർ ഓപ്ഷൻ ഉണ്ട്. ഈ കാൽക്കുലേറ്റർ ഓപ്ഷനിൽ നമുക്കൊരു സയന്റിഫിക് കാൽക്കുലേറ്റർ ആയിരിക്കും വരിക. അതിവിടെ മാറ്റി നോർമൽ കാൽക്കുലേറ്റർ ആക്കാൻ പറ്റും. അപ്പൊ എക്സാമിന് നോർമൽ കാൽക്കുലേറ്റർ യൂസ് ചെയ്യുന്നവരോട് നിങ്ങൾ അതുകൊണ്ട് തന്നെ എക്സാമിന് പോയാൽ മതി. സയന്റിഫിക് കൊണ്ടുപോകണം ഒരു നിർബന്ധമില്ല. സയന്റിഫിക് കാൽക്കുലേറ്റർ സൈറ്റിൽ അവൈലബിൾ ആയിരിക്കും. നമ്മുടെ മൊത്തം FM ഒരു 3-4 കാൽക്കുലേഷനിൽ ഇപ്പൊ നമ്മളെ ഗ്രോത്ത് കണ്ടുപിടിക്കുമ്പോൾ 1/, നമ്പർ ഓഫ് ലീപ്പ് ചെയ്യാൻ, സ്പ്രെഡ് കണ്ടുപിടിക്കാൻ, ഇതേപോലുള്ള കേസസിലൊക്കെ വരുമ്പോഴാണ് നമുക്ക് ആ നോർമൽ കാൽക്കുലേറ്റർ യൂസ് ചെയ്യാൻ പറ്റാണ്ട് വരുന്നത്. ആ സിറ്റുവേഷനിലൊക്കെ എക്സാമിന് ഇങ്ങനെ ഒരു സയന്റിഫിക് കാൽക്കുലേറ്റർ തന്നിട്ടുണ്ടാവും. ആ സയന്റിഫിക് കാൽക്കുലേറ്ററിൽ നമ്മുടെ കീബോർഡിൽ ജസ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പൊ 65 raised to 1/3 raised to എന്ന് പറഞ്ഞാൽ നമ്മൾ കീബോർഡിൽ ചെയ്യുന്ന പോലെ തന്നെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് 1/3 എന്നുള്ളതെല്ലാം ചെയ്യാൻ പറ്റും. 1/3 ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. അങ്ങനെ എല്ലാം ഓട്ടോമാറ്റിക്കലി അവിടെ ചെയ്യാൻ പറ്റും. 66 raised to എന്ന് പറഞ്ഞ് സാധാരണ നമ്മൾ കാൽക്കുലേറ്ററിൽ ചെയ്യുന്ന പോലെ തന്നെ ചെയ്താൽ മതി. അത് ഇവിടെ ഇങ്ങനെ കീബോർഡിൽ ടൈപ്പ് ചെയ്താൽ അത് കിട്ടും. പിന്നെ സൈറ്റിൽ ഇവിടെ ഫ്ലാഗ് ഫോർ റിവ്യൂ എന്നാണ്. നിങ്ങൾ ചെയ്യുന്ന ക്വസ്റ്റ്യൻസിൽ നിങ്ങൾക്ക് ഇപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഡൗട്ട് ഉണ്ട്, ഇല്ലെങ്കിൽ സമയത്ത് ചെയ്യാൻ പറ്റുന്നില്ല, എത്ര വായിച്ചിട്ട് ആൻസർ കിട്ടുന്നില്ല, പിന്നെ ചെയ്യാം എന്നുള്ളതിന് അതിന്റെ മേലെ കൊടി കുത്തി വെക്കുക എന്ന് പറയുക. ക്വസ്റ്റ്യന്റെ മേലെ അതിനാണ് ഫ്ലാഗ് ചെയ്യുക എന്ന് പറയും. അപ്പൊ ആ ക്വസ്റ്റ്യൻ ഫ്ലാഗ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്ക് മുന്നോട്ട് പോകുമ്പോൾ ഇവിടെ ഇങ്ങനെ നാവിഗേറ്റർ കാണാം. ഇത്രയും ക്വസ്റ്റ്യൻസ് ഉള്ളത് 36 ക്വസ്റ്റ്യൻസ് ഉണ്ട്. സെക്ഷൻ C 31 തുടങ്ങുന്നു. സെക്ഷൻ B ഇവിടെ 15th ക്വസ്റ്റ്യൻ കഴിഞ്ഞ് 16th തൊട്ട് സെക്ഷൻ B തുടങ്ങുന്നു. അപ്പൊ ഏതൊക്കെയാണ് നിങ്ങൾ ചെയ്യുന്നത്, ഏതൊക്കെയാണ് നിങ്ങൾ ഫ്ലാഗ് ചെയ്ത് വെച്ചിരിക്കുന്നത്, പിന്നെ ഇവിടെ ഫ്ലാഗ്ഡ് എന്നുള്ളതിൽ കാണാം. അപ്പൊ അത് മാത്രം പോയിട്ട് പിന്നെ ചൂസ് ചെയ്താൽ മതിയോ? മൊത്തം ചെയ്ത് കഴിഞ്ഞിട്ട് ഏതൊക്കെയാണ് ഡൗട്ട്ഫുൾ എന്നുള്ളത് നിങ്ങൾ ചൂസ് ചെയ്ത് വെച്ചത് ഇവിടെ വന്ന് സെലക്ട് ചെയ്താൽ മതിയായിരിക്കും. നാവിഗേറ്ററിൽ വന്ന് സെലക്ട് ചെയ്താൽ മതി. ഓക്കെ, പ്രീവിയസ് നെക്സ്റ്റ് ഉണ്ട്. താഴെ ഹെൽപ്പ് അല്ലെങ്കിൽ ഫോർമുല ഷീറ്റ് ഉണ്ട്. ലെഫ്റ്റ് ബോട്ടം കോർണറിൽ ഹെൽപ്പ് അല്ലെങ്കിൽ ഫോർമുല ഷീറ്റ് ഉണ്ട്. ഈ ഫോർമുല ഷീറ്റിനുള്ളിലാണ് നമ്മുടെ ഇക്വേഷൻസ്, പ്രസന്റ് വാല്യൂ ടേബിൾ, ആന്വിറ്റി ടേബിൾ ഒക്കെ ഉണ്ടാവും. അപ്പൊ ജസ്റ്റ് സൈറ്റ് എന്താന്നുള്ളത് പറഞ്ഞു. ഇനി നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോകും. ആദ്യത്തെ ക്വസ്റ്റ്യൻ, കാൽക്കുലേറ്റ് അഗാസി കമ്പനീസ് ക്യാഷ് ഓപ്പറേറ്റിംഗ് സൈക്കിൾ യൂസിംഗ് വർക്കിംഗ് ക്യാപിറ്റൽ റേഷ്യോസ് റൗണ്ടഡ് ടു ദി നിയറസ്റ്റ് ഡേ. ഇപ്പോൾ റിക്വയർമെന്റ് ആണ് നോക്കേണ്ടത്. റൗണ്ട് ചെയ്യേണ്ടത് നിയറസ്റ്റ് ഡേയിലേക്കാണ്. നിയറസ്റ്റ് ഡേ ക്യാഷ് ഓപ്പറേറ്റിംഗ് സൈക്കിൾ ആണ്. ഇവിടെ ഇൻവെന്ററി ഉണ്ട്, റിസീവബിൾസ് ഉണ്ട്, പേയബിൾസ് ഉണ്ട്. അപ്പൊ ക്യാഷ് ഓപ്പറേറ്റിംഗ് സൈക്കിൾ എങ്ങനെയായിരിക്കും കണ്ടുപിടിക്കുക? ക്യാഷ് ഓപ്പറേറ്റിംഗ് സൈക്കിൾ ഓരോ ഞാൻ ഇവിടെ ചെയ്ത് കാണിച്ചിട്ടുള്ള ആള് ക്യാഷ് ഓപ്പറേറ്റിംഗ് സൈക്കിൾ എങ്ങനെയാണ് കണ്ടുപിടിക്കാന്ന് അറിയോ? ക്യാഷ് ഓപ്പറേറ്റിംഗ് സൈക്കിൾ ഓക്കെ, ഇവിടെ റിസീവബിൾ ഡേയ്സ് വേണം, പേയബിൾ ഡേയ്സ് വേണം, അതേപോലെ ഇൻവെന്ററി ഡേയ്സും വേണം.
ഇത്രയും സാധനങ്ങളാണ് വേണ്ടത്. അപ്പൊ ഞാൻ ക്വസ്റ്റ്യൻ നമ്പർ വെച്ച് തന്നെ ഓരോന്നും കൊടുക്കും. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് പേയബിൾ ഡേയ്സ്. ഇത് മൂന്നുമാണ് നമുക്ക് വേണ്ടത്. അതിന് ക്വസ്റ്റ്യനിൽ തന്ന ഡാറ്റ പ്രകാരം റവന്യൂ ഉണ്ട്, അതിൽ 10% ആർ ക്യാഷ് സെയിൽസ് എന്ന് പറഞ്ഞു. അപ്പൊ ബാക്കിയായിരിക്കും ക്രെഡിറ്റ് സെയിൽ വരിക. നമുക്ക് റിസീവബിൾസ് കണ്ടുപിടിക്കാൻ ക്രെഡിറ്റ് സെയിൽ വേണ്ട. അപ്പൊ അത് ഞാൻ നോട്ട് ചെയ്യുന്നു, ക്രെഡിറ്റ് സെയിൽസ്. MCQs ആയതുകൊണ്ട് എക്സലിൽ ഇങ്ങനെ ഭയങ്കര വൃത്തിക്ക് ചെയ്യുന്ന പോലെ വർക്കിംഗ് നോട്ട് ഇതിനൊന്നും ആവശ്യമില്ല, എവിടെയെങ്കിലും എഴുതി വെച്ച് ചെയ്യാം. നിർബന്ധമായിട്ടും ഇത് പെൻ ആൻഡ് പേപ്പറിൽ തന്നെ ചെയ്യണം. എക്സൽ ഉണ്ടാവില്ല നിങ്ങൾക്ക്. അപ്പൊ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് എക്സലിൽ ചെയ്യുന്നു എന്നേ ഉള്ളൂ. ക്രെഡിറ്റ് സെയിൽ 3800ന്റെ 10% ക്യാഷ് സെയിൽ ആണ്. 3800ന്റെ 10% ക്യാഷ് സെയിൽ ആണ്. അങ്ങനെയാണെങ്കിൽ ബാക്കി 90% ആയിരിക്കും ക്രെഡിറ്റ് സെയിൽ വരുന്നത്. 90% ക്രെഡിറ്റ് സെയിൽ വന്നു. ഇനി കോസ്റ്റ് ഓഫ് സെയിൽസ് ഉണ്ട് 2800. കോസ്റ്റ് ഓഫ് സെയിൽസ് ഉണ്ട് 2700 ആണ്. 2700. പേയബിൾസ് ഉള്ളതുകൊണ്ട് പർച്ചേസ് തന്നിട്ടുണ്ടെങ്കിൽ അത് എടുക്കണം. ക്രെഡിറ്റ് പർച്ചേസ്, ഇവിടെ പർച്ചേസ് 80% ആണെന്ന് പറഞ്ഞു. അപ്പൊ എല്ലാം ക്രെഡിറ്റിനായിരിക്കും എന്ന് വിചാരിക്കാം. 2700ന്റെ ക്രെഡിറ്റ് പർച്ചേസ് 2700ന്റെ 80% ആണ് പർച്ചേസ്. 80% ആണ് പർച്ചേസ്. അപ്പൊ അതും കിട്ടി. ഇനി ഡേയ്സ് കണ്ടുപിടിച്ചാൽ മതി. ഡേയ്സ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമുക്കറിയാം. എമൗണ്ട് ഡിവൈഡഡ് ബൈ, ഇപ്പൊ ഇൻവെന്ററി ആണെങ്കിൽ 350 എന്ന് പറയുന്ന എമൗണ്ട് ഡിവൈഡഡ് ബൈ കോസ്റ്റ് ഓഫ് സെയിൽസ് ഇൻറ്റു 360 ആണ് ഈ ക്വസ്റ്റ്യനിൽ. 360. അപ്പൊ 350 ഇൻവെന്ററി ഡേയ്സ് കണ്ടുപിടിക്കാൻ വേണ്ടി 350 ഡിവൈഡഡ് ബൈ കോസ്റ്റ് ഓഫ് സെയിൽസ് ഇൻറ്റു 360. റിസീവബിൾ ഡേയ്സ് കണ്ടുപിടിക്കാൻ അതേപോലെ തന്നെ റിസീവബിൾ ഡേയ്സ് കണ്ടുപിടിക്കാൻ വേണ്ടി 420 ആണ് റിസീവബിൾസിന്റെ എമൗണ്ട്. അപ്പൊ നമ്മൾ ഇവിടെ ഈക്വൽ ടു 420 ഡിവൈഡഡ് ബൈ ക്രെഡിറ്റ് സെയിൽ ഇൻറ്റു 360. ക്രെഡിറ്റ് സെയിൽ ഇൻറ്റു 360. പേയബിൾസും അതേപോലെ തന്നെ 250 ആണ് എമൗണ്ട്. ഈക്വൽ ടു 250 ഡിവൈഡഡ് ബൈ ക്രെഡിറ്റ് പർച്ചേസ് ഉണ്ട്, അത് വേണം പേയബിൾസിന് യൂസ് ചെയ്യാൻ വേണ്ടി, ഇൻറ്റു 360. അതും ചെയ്തു. ഇനി ക്യാഷ് ഓപ്പറേറ്റിംഗ് സൈക്കിൾ എന്ന് പറയുന്ന റിസീവബിൾ ഡേയ്സ് പ്ലസ് ഇൻവെന്ററി ഡേയ്സ് മൈനസ് പേയബിൾ ഡേയ്സ് 49.21 എന്നാണ്. 49.21 എന്നാണ് വന്നത്. ആൻസർ ഇവിടെ 49 ക്ലിക്ക് ചെയ്യുക. 49.21 ആണ് നിയറസ്റ്റ് ഡേയിലേക്ക് റൗണ്ട് ഓഫ് ചെയ്ത 49 ഡേയ്സ് ആയിരിക്കും വരിക. ക്രെഡിറ്റ് സെയിൽ കിട്ടി 3800ന്റെ, വീണ്ടും കാണിച്ചു തരാം. 3800ന്റെ 10% ഒഴിവായ ബാക്കി 90%. കോസ്റ്റ് ഓഫ് സെയിൽ തന്നിട്ടുണ്ടായിരുന്നു. ക്രെഡിറ്റ് പർച്ചേസ് കണ്ടുപിടിച്ച 80% വെച്ചിട്ടാണ്. ഓരോന്നിന്റെയും എമൗണ്ട് ഇൻറ്റു ഡേയ്സ്, എമൗണ്ട് ഡിവൈഡഡ് ബൈ എമൗണ്ട് ഇൻറ്റു ഡേയ്സ് ആണ് ചെയ്യേണ്ടത്. ആ ഡേയ്സ് 360 തന്നു. ക്വസ്റ്റ്യനിൽ തന്ന ഓരോന്ന് റീപ്ലേസ് ചെയ്യുന്നു. 420, 350, 250. ആൻസർ 49 കിട്ടി. ആദ്യത്തെ ആൻസർ ഓക്കെ അല്ലേ? ആദ്യത്തെ ആൻസർ ഓക്കെ അല്ലേ? എക്സ്പ്ലെയിൻ ചെയ്ത് ഓക്കെയാണോ? യെസ് ഓർ നോ? പറഞ്ഞേ. യെസ് ഓർ നോ? യെസ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. നെക്സ്റ്റ് അടിച്ചു. Which of the following is weakness in using financial statement to value an unlisted business? ലിസ്റ്റഡ് അല്ലാത്ത ഒരു കമ്പനീനെ വാല്യൂ ചെയ്യാൻ നേരത്ത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് നമ്മൾ ഉപയോഗിക്കും. അങ്ങനെ ഉപയോഗിക്കുന്നതിൽ വരുന്ന വീക്ക്നെസ് എന്താണെന്ന് ചോദിക്കുന്നത്. വീക്ക്നെസ്, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ആർ ഗവേൺഡ് ബൈ ഫിനാൻഷ്യൽ റെഗുലേഷൻ. ഏതെങ്കിലും ഒരു അതോറിറ്റിന്റെ കീഴിൽ ആയിരിക്കും, ഇല്ലെങ്കിൽ ഇപ്പോൾ IFRS പ്രകാരമായിരിക്കും ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് പ്രിപ്പയർ ചെയ്യുന്നത്. അത് ഒരു വീക്ക്നെസ് ആണെന്നാ പറയുന്നത്. അതൊരു വീക്ക്നെസ് ആണ് നമുക്ക് എപ്പോഴും പറയാൻ പറ്റും. ഏതെങ്കിലും ഒരു ഫിനാൻഷ്യൽ റെഗുലേഷന്റെ അടിയിൽ വേണ്ടേ നമ്മൾ ഇത് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ അതൊരിക്കലും ഒരു വീക്ക്നെസ് അല്ല. 1 വരില്ല. അപ്പൊ 1 അല്ല എന്നുണ്ടെങ്കിൽ ഈ 2 ഓപ്ഷൻ നമ്മൾ കട്ട് ചെയ്തു, സ്ട്രൈക്ക് ത്രൂ. 1 and 2 അല്ല, 1 and 3 അല്ല, 2 ഓൺലി അല്ലെങ്കിൽ 2 and 3. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ഡു റെപ്രസെന്റ് ഫ്യൂച്ചർ പെർഫോമൻസ്. ഈ താഴത്തെ 2 ഓപ്ഷൻ നോക്കിയാൽ തന്നെ അറിയാം 2 കറക്റ്റ് ആൻസർ ആണ്. കാരണം 2 ഓൺലി ആൻഡ് 2 and 3 ആണ്. അപ്പൊ 2 കറക്റ്റ് ആൻസർ ആണ്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഡു നോട്ട് റെപ്രസെന്റ് ദ ഫ്യൂച്ചർ പെർഫോമൻസ് ഇല്ല. പഴയ ഹിസ്റ്റോറിക്കൽ ഡാറ്റ അല്ലേ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിൽ എപ്പോഴും ഉണ്ടാവുക. ബിസിനസിനെ വാല്യൂ ചെയ്യുമ്പോൾ നമുക്ക് ഫ്യൂച്ചർ ക്യാഷ് ഫ്ലോസ് ഒക്കെ അറിയേണ്ടതുണ്ടാവും. അപ്പൊ അത് കിട്ടില്ല. അതുകൊണ്ട് അതൊരു വീക്ക്നെസ് ആണ് എന്നാണ് പറയുന്നത്. രണ്ടാമത്തെ അത് നമുക്ക് ഓപ്ഷൻ വായിച്ചില്ലെങ്കിൽ അത് ഉത്തരാണെന്ന് അറിയാം. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ആർ പ്രൊഡ്യൂസ്ഡ് ഓൺ ആൻ ആനുവൽ ബേസിസ്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് എല്ലാം ഒരു വർഷത്തിന്റെ കണക്കിലാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുക. SOFP ആകുമ്പോൾ ആസെറ്റ് ഡേറ്റും SOPL ആണെങ്കിൽ 4A പീരീഡും ആണ് പ്രിപ്പയർ ചെയ്യുക. അങ്ങനെ വരുന്നത് ഒരു വീക്ക്നെസ് ആണെന്നാ പറയുന്നത്. ആണോ? ആയിരിക്കും. കാരണം അവിടെ നമ്മൾ ഒരു വർഷത്തെ ഡീറ്റെയിൽ അല്ലേ എടുക്കുന്നത്. ഒരു കമ്പനീന്റെ പാസ്റ്റ് ഡാറ്റ വെച്ച് അനലൈസ് ചെയ്യുമ്പോൾ ഒരു വർഷം ആകുമ്പോൾ അവിടെ 1 ഓഫ് ഇവന്റുകൾ സംഭവിച്ചിട്ടുണ്ടാവും എന്നൊക്കെ നമ്മൾ ക്ലാസ്സിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. 1 ഓഫ് ഇവന്റുകൾ സംഭവിച്ചിട്ടുണ്ടാവും. അപ്പൊ നല്ലത് ആവറേജ് എടുക്കുന്നതാണ്.
ഒരു സിംഗിൾ ഇയറിന്റെ പ്രോഫിറ്റ് അല്ലെങ്കിൽ ഒരു സിംഗിൾ ഇയറിന്റെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിൽ ആശ്രയിക്കുന്നതിനെക്കാട്ടും ആവറേജ് എടുക്കുന്നതാണ് നല്ലത്. അതിൽ തന്നെ ഏത് ആവറേജ് എടുക്കുന്നതാന്ന് ചോദിച്ചാൽ, എത്ര വർഷത്തെ ആവറേജ് എടുക്കുന്നതാണ് നല്ലതെന്ന് ചോദിച്ചാൽ അത് ബേസ്ഡ് ഓൺ പ്രൊഫഷണൽ ജഡ്ജ്മെന്റ് ആണ്. നമ്മുടെ തന്നെ തീരുമാനമാണ് എത്ര വർഷത്തിന്റെ വേണം, 2 വർഷം വേണോ, 5 വർഷം വേണോ, 8 വർഷം വേണോ എന്നുള്ളത്. അപ്പൊ ഇതും ഒരു വീക്ക്നെസ് ആണ്. ഇപ്പൊ 2 and 3 ആയിരിക്കും ആൻസർ വരിക. 2 and 3 ഓക്കെ ആണോ? ഓക്കെ ആണോ? യെസ് ഓർ നോ? ഓക്കെ ആണോ പറഞ്ഞത്? ആൻസർ 2 and 3 ആണ് വരിക. 2 and 3. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. 2 ക്വസ്റ്റ്യൻ കഴിഞ്ഞു. കൂടുതലും തിയറിയാണ്. ഇപ്പൊ ഈ പ്രീമോക്കിൽ കൂടുതലും തിയറിയാണ്. അത്ര എളുപ്പമല്ല പ്രീമോക്കിന്റെ MCQs. സെക്ഷൻ സി പാർട്ടും ബി പാർട്ടും വലിയ പ്രശ്നമില്ല. ആദ്യത്തെ 15 ക്വസ്റ്റ്യൻ കുറച്ച് ചാലഞ്ചിങ് ആണ്. അടുത്ത, അസ്യൂമിങ് ഇൻട്രസ്റ്റ് റേറ്റ് ഈസ് 4.3% ഇൻ 3 months ടൈം. 3 മാസത്തിന് ശേഷം മാർക്കറ്റിലെ റേറ്റ് ആയിരിക്കും. മാർക്കറ്റിലെ റേറ്റ് 4.3% ആണ്. വാട്ട് വിൽ ബി ദ ഫിനാൻഷ്യൽ സെറ്റിൽമെന്റ് അണ്ടർ FRA? ഇപ്പോ നമുക്ക് ആദ്യം ഇവിടെ നോട്ട് ചെയ്യാം. ഇപ്പൊ ക്വസ്റ്റ്യൻ നമ്പർ 3 അല്ലേ? ക്വസ്റ്റ്യൻ നമ്പർ 3, മാർക്കറ്റിലെ റേറ്റ് എന്ന് പറഞ്ഞത് 4.3% ആണ്. 4.3%. ഇനി FRA പ്രകാരം ആയിരുന്നെങ്കിൽ ഇവിടെ എന്താ ക്വസ്റ്റ്യനിൽ പറഞ്ഞേ നോക്കാം. നമുക്ക് ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കാം. സ്റ്റോൺ കമ്പനി ഈസ് എക്സ്പെക്ടിങ് ടു ഡെപ്പോസിറ്റ് 25 million in 3 months ടൈം. അവൻ ഡെപ്പോസിറ്റ് ചെയ്യാൻ പോവാ. ഡെപ്പോസിറ്റർ ആണ്. ഡെപ്പോസിറ്റ് വിൽ ബി ഫോർ എ 4-month പീരീഡ്. 3 മാസത്തിന് ശേഷം, സ്റ്റാർട്ടിങ് ഇൻ 3 months ടൈം ആണ്, 4 മാസത്തേക്ക്. അപ്പൊ FRA എങ്ങനെയായിരിക്കും വരിക? 3 to 7 അല്ലേ? FRA 3 to 7 അല്ലേ? 3 മാസം കൊണ്ട് തുടങ്ങും. അത് കഴിഞ്ഞിട്ട് വരുന്ന 4 മാസത്തേക്കാണ് നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യാൻ പോകുന്നത്. അങ്ങനെയാണെങ്കിൽ 7ാമത്തെ മാസം തിരിച്ചെടുക്കും. അപ്പൊ 3 to 7 ആണ്. 3 to 7 ഈ രണ്ടാമത് കാണുന്ന FRA ആയിരിക്കും നമ്മൾ ചൂസ് ചെയ്യുക. 3 to 7. അതിൽ തന്നെ ലോവർ റേറ്റും ഉണ്ട്, ഹയർ റേറ്റും ഉണ്ട്. ഒരു ഡെപ്പോസിറ്റർ ആവുമ്പോൾ ഏതായിരിക്കും റേറ്റ്? ഡെപ്പോസിറ്റർ ആവുമ്പോൾ ഏതായിരിക്കും റേറ്റ്? ഹയർ റേറ്റ് ആണോ, ലോവർ റേറ്റ് ആണോ? ഡെപ്പോസിറ്റർ ആവുമ്പോൾ ഏതായിരിക്കും റേറ്റ്? കമന്റ് ചെയ്തേ. ഡെപ്പോസിറ്റർ പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളാണ്. ലോവർ റേറ്റ് ആയിരിക്കും വരിക. ലോവർ റേറ്റ്. ഇപ്പൊ ഡെപ്പോസിറ്റർ ആവുമ്പോൾ ഓൾവേസ് ലോവർ റേറ്റ് ആണ്. അപ്പൊ നമ്മൾ ഈ 4.7 വേണം യൂസ് ചെയ്യാൻ വേണ്ടി. 4.7 ആണ് നമ്മൾ FRA എടുത്തിരിക്കുന്ന റേറ്റ്. അത് ഇവിടെ ഹൈലൈറ്റ് ചെയ്ത് നോക്കുന്നു. 4.7 ആണ് FRA എടുത്തത്. അപ്പൊ നമ്മൾ FRA യൂസ്ഡ്. FRA പ്രകാരം 4.7% ആണ് നമുക്ക് ഇൻട്രസ്റ്റ് കിട്ടേണ്ടത്. ഡെപ്പോസിറ്റർ ആണ് ഇൻട്രസ്റ്റ് കിട്ടുകയാണ്. മാർക്കറ്റിലെ റേറ്റ് പ്രകാരം 4.3 കിട്ടുള്ളൂ. FRA എടുത്തതുകൊണ്ട് 4.7 കിട്ടും. അങ്ങനെയാണെങ്കിൽ ഇവിടെ വരുന്ന സെറ്റിൽമെന്റ് എന്താണെന്നാണ് ചോദിക്കുന്നത്. 4 മാസത്തേക്കാണ്. തന്നതെല്ലാം ആനുവൽ റേറ്റ് ആണ്. തന്നതെല്ലാം പെർ ആനം റേറ്റ് ആണ്. അപ്പൊ നമുക്ക് മാറ്റാം. അപ്പൊ ശരിക്കും മാർക്കറ്റിലെ റേറ്റ് പ്രകാരം ആണെങ്കിൽ എത്ര പൈസ നമുക്ക് കിട്ടുമായിരുന്നു എന്ന് ചോദിച്ചാൽ, എത്ര മില്യൺ അവിടെ എടുക്കുന്നത്? 25 million എടുക്കുന്നത്. 25 million. 1 2 3 1 2 3 25 million എടുക്കുന്നത്. ഒരു വർഷത്തേക്കാണെങ്കിൽ 4.3 കിട്ടിയാനെ. നമ്മൾ 4 മാസത്തേക്ക് എടുക്കുന്നുള്ളൂ. അതുകൊണ്ട് ഇൻറ്റു 4/12 ചെയ്തു. മാർക്കറ്റിൽ നിന്നാണെങ്കിൽ ഇത്രയായിരുന്നു നമുക്ക് കിട്ടുന്നത്. മാർക്കറ്റിൽ നിന്നായിരുന്നെങ്കിൽ ഇത്രയായിരുന്നു കിട്ടുന്നത്. പക്ഷെ പകരം നമ്മൾ FRA എടുത്തിട്ടുണ്ട്. FRA. അപ്പൊ ഇതേ സാധനം തന്നെ ഞാൻ താഴെ കോപ്പി പേസ്റ്റ് ചെയ്യുന്ന എക്സൽ ആയതുകൊണ്ട് FRA പ്രകാരം ഈ 25 million മേലെ 4.7 നമുക്ക് കിട്ടുമായിരുന്നു. അതും 4 മാസത്തേക്ക് ആക്കുമ്പോൾ 4/12. അപ്പൊ മാർക്കറ്റിൽ ഇത്രേ കിട്ടിയോളൂ. FRA പ്രകാരം ആ ഡിഫറൻസ് അപ്പൊ നമുക്ക് തിരിച്ചും കൂടി കിട്ടണം അല്ലേ? മാർക്കറ്റിൽ നിന്ന് കിട്ടിയത് പോരല്ലോ, നമുക്ക് അധികം വേണ്ടേ? അപ്പൊ ആ ഡിഫറൻസ് എത്രയാന്ന് ചോദിച്ചാൽ 33.33 33,333. ഇതാണ് അതിന്റെ ആൻസർ. ഇതാണ് അതിന്റെ ഡിഫറൻസ്. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ? നമുക്ക് ഉണ്ട്. 33,333. ഇതാണ് നമ്മുടെ ആൻസർ വരിക. ഓക്കെ ആണോ പറഞ്ഞത്? ഓക്കെ ആണോ? യെസ് ഓർ നോ? യെസ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. സെലക്ട് ദ ടൈപ്പ് ഓഫ് ഫിനാൻഷ്യൽ മാർക്കറ്റ് അപ്രോപ്രിയേറ്റ് ടു ഈച്ച് ദി കമ്പനീസ് നീഡ്സ്. അപ്പൊ ഇവിടെ ഞാൻ കുറച്ച് അതർ തിയറിയിൽ വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അതർ തിയറീസിൽ വരുന്ന കുറച്ച് പാർട്ട് പറയാം. ആദ്യം, ആംബി കമ്പനി നീഡ്സ് ടു കൺവേർട്ട് ഫോറിൻ കറൻസി ഇൻ ടു ഡൊമസ്റ്റിക് കറൻസി. കൺവേർഷനാ ചെയ്യണ്ടേ? തന്ന ഓപ്ഷൻ ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റ് എന്നാണോ നമ്മൾ കൺവേർട്ട് ചെയ്യുക, അല്ലെങ്കിൽ യൂറോ കറൻസി മാർക്കറ്റ്? ആദ്യം ഈ 2 മാർക്കറ്റ് തമ്മിലുള്ള ഡിഫറൻസ് പറയാം. ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റിലാണ് ശരിക്കും ഈ കൺവേർഷൻ ഒക്കെ നടക്കുക. കറൻസിന്റെ കൺവേർഷൻ ചെയ്യുന്ന ഒരു മാർക്കറ്റിനെയാണ് നമ്മൾ ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റ് എന്നും. യൂറോ കറൻസി മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഡെപ്പോസിറ്റും ബോറോയിങ്സും, ലോൺ എടുക്കുന്നതും അതേപോലെ തന്നെ ഡെപ്പോസിറ്റ് ചെയ്യുന്നതും, ആ ഡെപ്പോസിറ്റും ബോറോയിങ്സും സംഭവിക്കുന്ന മാർക്കറ്റിനെയാണ് യൂറോ കറൻസി മാർക്കറ്റ് എന്ന് പറയുന്നത്. അറിയാത്തവർ ഇത് നോട്ട് ചെയ്ത് വെക്കണേ. ഫോറിൻ എക്സ്ചേഞ്ചിലാണ് കൺവേർഷൻ സംഭവിക്കുന്ന മാർക്കറ്റ്. യൂറോ കറൻസി മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ബോറോയിങ്സും ഡെപ്പോസിറ്റും സംഭവിക്കുന്ന മാർക്കറ്റാണ്.
ഇവിടെ അവർക്ക് കറൻസി കൺവേർട്ട് ചെയ്യണം എന്നാ പറഞ്ഞത്. അപ്പൊ ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റ് എന്നായിരിക്കും ചെയ്യുക. അതാണ് നമ്മൾ സെലക്ട് ചെയ്തത്. ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. ഏതാണ് ആൻസർ എന്നുള്ളത്, എവിടെയാണ് ഏത് വേണ്ടതെന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. ഇനി മണി മാർക്കറ്റും ഉണ്ട്, ക്യാപിറ്റൽ മാർക്കറ്റും ഉണ്ട്. ഇത് നമ്മൾ ക്ലാസ്സസിൽ പറഞ്ഞതാണ്. ക്യാപിറ്റൽ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ലോങ് ടേം മാർക്കറ്റും മണി മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഷോർട്ട് ടേം മാർക്കറ്റും ആണ്. അതാണ് നമ്മളുടെ മേജർ വ്യത്യാസം. ബിൽ കമ്പനി നീഡ്സ് ടു ഇഷ്യൂ ന്യൂ ലോങ് ടേം ലോൺ നോട്ട്. ലോങ് ടേം ആണെങ്കിൽ ക്യാപിറ്റൽ മാർക്കറ്റ്, ലോങ് ടേം ആണെങ്കിൽ ക്യാപിറ്റൽ മാർക്കറ്റ്. ഇനി പ്രൈമറി മാർക്കറ്റും ഉണ്ട്, സെക്കൻഡറി മാർക്കറ്റും ഉണ്ട്. പ്രൈമറി മാർക്കറ്റ് എന്ന് വെച്ചാൽ ഇനീഷ്യൽ ഇഷ്യൂ നടക്കുന്ന IPO ഒക്കെ അല്ലേ, ഇനീഷ്യൽ പബ്ലിക് ഓഫർ. ഇനീഷ്യലി സംഭവിക്കുന്ന ആ ഇഷ്യൂ വരുന്ന മാർക്കറ്റിനെയാണ് പ്രൈമറി മാർക്കറ്റ് എന്നും, ഓൾറെഡി ഇഷ്യൂ ചെയ്തതിന്റെ ട്രേഡ് ബൈയും സെല്ലും സംഭവിക്കുന്നതിനാണ് സെക്കൻഡറി മാർക്കറ്റ് എന്നും പറയാം. ഇവിടെ ബെഞ്ചി കമ്പനി നീഡ്സ് ടു ഇഷ്യൂ ന്യൂ ഓർഡിനറി ഷെയർസ്. പുതിയതായിട്ട് ഓർഡിനറി ഷെയർസ് ഇഷ്യൂ ചെയ്യാൻ പോവാണ്. അങ്ങനെയാണെങ്കിൽ അത് പ്രൈമറി മാർക്കറ്റ് ആയിരിക്കും, ഇനീഷ്യൽ ഇഷ്യൂ ആയതുകൊണ്ട്. താഴത്തെ ക്വസ്റ്റ്യനിൽ അതേപോലെ കാർലോ കമ്പനി നീഡ്സ് ടു പർച്ചേസ് ഷോർട്ട് ടേം ഓവർ ദി കൗണ്ടർ ഡെറിവേറ്റീവ്. അപ്പോൾ അവർ മേടിക്കാൻ പോകുന്നേ ഉള്ളൂ, ഓൾറെഡി ഇഷ്യൂ ചെയ്തൊന്നല്ല, പുതിയതായിട്ട് മേടിക്കാൻ പോവാണ്. അപ്പോഴും പ്രൈമറി മാർക്കറ്റ് തന്നെയാണ് വരിക, പ്രൈമറി മാർക്കറ്റ്. ഇതാണ് അതിന്റെ ആൻസർ വരിക. ഓക്കെ ആണോ? ഈശ്വറിനോ പറഞ്ഞേ? ഓക്കെ ആണോ? ഓക്കെ ആണോ? യെസ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. ഇത് ഞാൻ വീണ്ടും പറയുന്നത്, നിങ്ങൾ ഓൾറെഡി മോക്ക് എക്സാം എഴുതിയതുകൊണ്ട് അതിന്റെ ഒരു ഡിസ്കഷൻ പോലെയാണ്. അപ്പൊ ഇങ്ങനെ കറക്റ്റ് ഓരോ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്തിട്ടുണ്ടാവണം. അതിന്റെ ഡൗട്ട് ക്ലിയറൻസിനാണ് ഇത് യൂസ് ചെയ്യേണ്ടത്. അടുത്ത നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്, പ്രോബ്ലം ആയിട്ട് വരുന്ന നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഇസ് ദ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ഫോർ ബക്ക്ലൻഡ് മാർഷ് കമ്പനി ടു ദ നിയറസ്റ്റ് പെർസെന്റേജ്? KE ആ കണ്ടുപിടിക്കേണ്ട. KE നമ്മുടെ റിക്വയർമെന്റ്. ക്വസ്റ്റ്യൻ നമ്പർ 5 ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 5 നമ്മുടെ റിക്വയർമെന്റ് എന്ന് പറയുന്നത് KE കണ്ടുപിടിക്കലാണ്. KE അതിന് വേണ്ടി ഇവിടെ തന്നിരിക്കുന്ന മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ഉണ്ട്. മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ എന്താ? മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ എന്ന് പറഞ്ഞാൽ ഒരു കമ്പനിയുടെ ഫുൾ വാല്യൂ P0 ഇൻറ്റു നമ്പർ ഓഫ് ഷെയർസ് ആണ് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ. P0 ഇൻറ്റു നമ്പർ ഓഫ് ഷെയർസ്. അപ്പൊ ടോട്ടൽ തന്നിട്ടുണ്ട്, ടോട്ടൽ വാല്യൂ, ടോട്ടൽ ഇക്വിറ്റി, വാല്യൂ ഓഫ് ഇക്വിറ്റി എന്ന് വേണമെങ്കിൽ പറയാം. ടോട്ടൽ VE അല്ലെങ്കിൽ P0 ഇൻറ്റു നമ്പർ ഓഫ് ഷെയർസ് ഒക്കെയാണ് തന്നിരിക്കുന്നത്. എത്ര എമൗണ്ട് ചോദിച്ചാൽ 58 മില്യൺ ആണ്. 58 മില്യൺ, 58 എന്ന് കൊടുത്തിയാണ് എല്ലാ മില്യൺസിൽ. ആൻഡ് ഹാസ് റീസെന്റ് പെയ്ഡ് ഡിവിഡൻഡ് ഓഫ് 5 മില്യൺ. ഡിവിഡൻഡ് ഇപ്പൊ D0 ഡിവിഡൻഡ് കൊടുത്തത് 5 മില്യൺ തന്നു. അപ്പൊ ടോട്ടൽ ഡിവിഡൻഡ് ആണ് 5 മില്യൺ, ടോട്ടൽ മാർക്കറ്റിലെ വാല്യൂ ആണ് 58. അപ്പൊ ഇത് P0 ആയിട്ട് വേണമെങ്കിൽ എടുക്കാം. ടോട്ടൽ വാല്യൂ ഇതിനെ P0 ആയിട്ട് വേണമെങ്കിൽ എടുക്കാം. മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് P0 ഇൻറ്റു നമ്പർ ഓഫ് ഷെയർ ആണ്. അങ്ങനെ ഡിവിഡൻഡ് ഇൻറ്റു പെർ ഷെയർ, ഡിവിഡൻഡ് ഇൻറ്റു നമ്പർ ഓഫ് ഷെയർ ചെയ്ത ടോട്ടൽ ഡിവിഡൻഡ് ആണ് 5 മില്യൺ തന്നെ. അപ്പൊ എല്ലാം ടോട്ടൽ വാല്യൂ ആണ്. ന്യൂമറേറ്റർ ഡിനോമിനേറ്ററിലൊക്കെ ടോട്ടൽ വാല്യൂ ആകുമ്പോൾ അത് അങ്ങനെ തന്നെ എടുത്താൽ മതി. ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ. അപ്പൊ ഇനി വേണ്ടത് G ആയിരിക്കും. അപ്പൊ ഇവിടെ ഉദ്ദേശിക്കുന്നത് ഡിവിഡൻഡ് ഗ്രോത്ത് മോഡൽ ആണ്. D0 ഇൻറ്റു 1 പ്ലസ് G ഡിവൈഡഡ് ബൈ P0 ഹോൾ പ്ലസ് G. ആ ഇക്വേഷൻ അവിടെ അപ്ലൈ ചെയ്യണ്ടേ. അതിൽ G വേണം. G കണ്ടുപിടിക്കാൻ ഗോർഡൻസ് ഗ്രോത്ത് മോഡലും ഉണ്ട്, അതേപോലെ തന്നെ ഹിസ്റ്റോറിക് ആവറേജ് മോഡലും ഉണ്ട്. ഇവിടെ റിട്ടേൺ ഓൺ ഇക്വിറ്റിയും ഡിവിഡൻഡ് പേ ഔട്ട് ഒക്കെയാണ്. അപ്പൊ G ഈക്വൽ ടു B ഇൻറ്റു R ആണ്. B ഇൻറ്റു R. B എന്ന് പറയുന്ന പ്രൊപ്പോർഷൻ ഓഫ് റീറ്റെയിൻഡ് ഏർണിംഗ്സ് ആണ്. ഇവിടെ 70% തന്നിരിക്കുന്നത് ഡിവിഡൻഡിന്റെ ആണ്. അപ്പൊ 30% ആയിരിക്കും റീറ്റെയിൻഡ് ഏർണിംഗ്സ്. ഒരു റിട്ടേണും തന്നിട്ടുണ്ട്. അപ്പൊ ഈക്വൽ ടു റീറ്റെയിൻഡ് ഏർണിംഗ്സിന്റെ പെർസെന്റേജ് 30 ഇൻറ്റു 20% ആണ് റിട്ടേൺ ഓൺ ഇക്വിറ്റി. 6% ഗ്രോത്ത് ഒന്നും കിട്ടി. അപ്പൊ KE ഈക്വൽ ടു ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്നു, D0 ഇൻറ്റു അടുത്ത ബ്രാക്കറ്റിൽ 1 പ്ലസ് G, 1 പ്ലസ് G ഡിവൈഡഡ് ബൈ P0 ഹോൾ പ്ലസ് G. ഇത് നിങ്ങൾ പെൻ ആൻഡ് പേപ്പറിൽ ചെയ്യണേ. വീണ്ടും വീണ്ടും പറയുന്നു. 15.137% ആണ് വരുന്നത്. ഇവിടെ എങ്ങനെ ആൻസർ കൊടുക്കാൻ പറഞ്ഞാൽ നിയറസ്റ്റ് പെർസെന്റേജ് റൗണ്ട് ചെയ്ത് എഴുതാനാ പറഞ്ഞത്. അപ്പൊ 15% ആയിരിക്കും ആൻസർ വരുന്നത്. ഓക്കെ ആണോ? അടുത്ത ക്വസ്റ്റ്യൻ, 5 ക്വസ്റ്റ്യൻ ആയി നമ്മൾ. ഓക്കെ ആണോ? ഓക്കെ ആണോ? യെസ് ഓർ നോ? കാൽക്കുലേഷൻ ആണ്. KE കാൽക്കുലേഷൻ എല്ലാ ഡാറ്റയും തന്നിട്ടുണ്ടായിരുന്നു, നേരെ എടുത്ത് ചെയ്തു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. അടുത്തത് തിയറിയാണ്. തിയറി ഈൽഡ് കർവിനെ ബേസ് ചെയ്തിട്ടാണ്. ഈൽഡ് കർവ്. അപ്പൊ ആദ്യം എങ്ങനെയായിരുന്നു ഈൽഡ് കർവ് ഉണ്ടാവുക? ഈൽഡ് കർവ് എങ്ങനെയായിരുന്നു എന്ന് ചോദിച്ചാൽ ഈൽഡ് കർവ് ജസ്റ്റ് ഇവിടെ വരയ്ക്കാം. നോർമൽ ഈൽഡ് കർവ് ആണെങ്കിൽ ഇങ്ങനെ പോകും. ഇൻവേർട്ടഡ് ഈൽഡ് കർവ് ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇൻവേർട്ടഡ് ഈൽഡ് കർവ് ആണ് ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതിന്റെ നേരെ ഓപ്പോസിറ്റ് ഇൻവേർട്ടഡ് ഈൽഡ് കർവ് എന്ന് പറയുമ്പോൾ, അപ്പൊ സാധാരണ ഒരു ഈൽഡ് കർവിൽ പറയുന്നത് ഫ്യൂച്ചറിലേക്ക് പോകുമ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ് കൂടിയിട്ട് ഷോർട്ട് ടേമിന് ഇൻട്രസ്റ്റ് കുറവും, ലോങ് ടേം ആയിട്ടാണ് എടുക്കുന്നതെങ്കിൽ ഇൻട്രസ്റ്റ് കൂടുതലും ആയിരിക്കും. ഇതാണ് നോർമൽ ഈൽഡ് കർവ്. അപ്പൊ ഇൻവേർട്ടഡ് ഈൽഡ് കർവ് എന്ന് പറയുമ്പോൾ നേരെ തിരിച്ച്. ഫിനാൻസ് ഡയറക്ടർ വിച്ച് 2 ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ആർ ട്രൂ എന്ന് ചോദിച്ചു. അപ്പൊ 2 ഉണ്ട്, 2 ആൻസർ ഉണ്ട്. ഫിനാൻസ് ഡയറക്ടർ ഓഫ് ട്രക്കർ കമ്പനീസ് അനലൈസിംഗ് ഈൽഡ് കർവ് ഇൻ യൂറോ മാർക്കറ്റ് ടു ദ സ്യൂട്ടബിൾ ഫിനാൻസിംഗ് സ്ട്രാറ്റജി.
ഹി ഒബ്സർവ്സ് yield curve ഹാസ് റീസെന്റ് ചേഞ്ച്ഡ് ഫ്രം നോർമൽ ടു ആൻ ഇൻവേർട്ടഡ് ആയിട്ടുണ്ട്. എന്ന് വെച്ചാൽ ലോങ് ടേമിൽ പോയാൽ ഭയങ്കര റിട്ടേൺ ഒന്നും ഉണ്ടാവില്ല എന്നാണ് അതിന്റെ അർത്ഥം. ഷോർട്ട് ടേമിലാണ് റിട്ടേൺ കൂടുതൽ, ലോങ് ടേമിൽ ഭയങ്കര റിട്ടേൺ ഒന്നും ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്. ബോണ്ട് വിത്ത് ലോങ് ടേം മെച്യൂരിറ്റി വിൽ ഹാവ് ലോവർ റിട്ടേൺ. അത് കറക്റ്റ് ആണ്. ലോങ് ടേം മെച്യൂരിറ്റി വെച്ചാൽ ഒരുപാട് കാലത്തേക്ക് ലോങ് ടേം ആയിട്ടാണ് എടുക്കുന്നതെങ്കിൽ അതിൽ നിന്ന് വലിയ റിട്ടേൺ ഒന്നും ഉണ്ടാവില്ല എന്നാണ് പറഞ്ഞത്. ട്രെക്കർ വുഡ് ബി എക്സ്പോസ് ടു റൈസിങ് ഇൻട്രസ്റ്റ് റേറ്റ്. ഇൻട്രസ്റ്റ് റേറ്റ് കൂടുകയല്ലോ, ഫ്യൂച്ചറിലേക്ക് പോകും തോറും ഇൻട്രസ്റ്റ് റേറ്റ് കുറയല്ലേ ചെയ്യുന്നത്. അതല്ലേ ഇവിടുത്തെ പ്രശ്നം. ലോങ് ടേമിലേക്ക് പോകും തോറും ഇൻട്രസ്റ്റ് റേറ്റ് കുറയുക ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് ആ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. രണ്ടാമത്തത് തെറ്റാണ്. രണ്ടാമത്തത് ആൻസർ അല്ല. ഇവിടുത്തെ സിറ്റുവേഷൻ മനസ്സിലാക്കുക. ഇൻവേർട്ടഡ് yield curve എന്ന് പറയുമ്പോൾ ഫ്യൂച്ചറിലേക്ക് പോകുമ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ് കുറയുക ചെയ്യുന്നത് കേട്ടോ. The change would have been beneficial if Trekker company has issued long term fixed rate എന്നാണ് പറയുന്നത്. ഫിക്സഡ് എടുത്താൽ ബെനിഫിറ്റ് ഒന്നുമില്ല. ഇപ്പോഴാണെങ്കിലും അപ്പോഴാണെങ്കിലും ഒരേപോലെ അല്ലേ. വേരിയബിൾ എടുത്താലല്ലേ നമുക്ക് അതുകൊണ്ട് ബെനിഫിറ്റ് ഉണ്ടാവുള്ളൂ, മാറുള്ളൂ. വേരിയബിളിലല്ലേ ചേഞ്ച് വരുള്ളൂ. ഫിക്സഡ് എടുക്കുന്നതും കൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ബെനിഫിറ്റ് ഒന്നും കിട്ടാനില്ല. അപ്പൊ അതും തെറ്റാണ്. ഫിക്സഡ് എടുത്താൽ ബെനിഫിറ്റ് കിട്ടുമായിരുന്നു പറഞ്ഞാൽ വേരിയബിൾ എടുത്താലാണ് നമുക്ക് ആ ബെനിഫിറ്റ് കിട്ടുള്ളൂ, മാറ്റം എഫക്റ്റ് വരുള്ളൂ. അപ്പൊ അതും കറക്റ്റ് അല്ല. അങ്ങനെയാണെങ്കിൽ ലാസ്റ്റത്തെ എന്തായാലും ആൻസർ ആയിരിക്കും. വിച്ച് 2 എന്നാ ചോദിച്ചാൽ 2 രണ്ട് ആൻസർ ഉണ്ട്. രണ്ട് ആൻസർ. റേസിംഗ് യൂറോ ബോണ്ട് ഫിനാൻസിങ് ഇൻ യൂറോ കറൻസി ഹാസ് ബിക്കം മോർ അട്രാക്റ്റീവ് ആണ്. നമ്മൾ ലോൺ എടുക്കുകയാണ് ചെയ്യുന്നത് ലോങ് ടേം ആയിട്ട്. യൂറോ ബോണ്ട് എന്ന് വെച്ചാൽ ലോങ് ടേം ആയിട്ട് നമ്മൾ ലോൺ എടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ലതാണ്. ഇൻട്രസ്റ്റ് റേറ്റ് കുറയുക ചെയ്യുന്നത്. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാനാണ് പോകുന്നതെങ്കിലാണ് ലോങ് ടേമിൽ നമുക്ക് റിട്ടേൺ ഇല്ലാണ്ടിരിക്കുക. നമ്മൾ അതേ സമയത്ത് ലോൺ എടുക്കുക ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഗുണമുള്ളൂ. ലോങ് ടേം ആയിട്ട് നമ്മൾ ലോൺ എടുക്കുന്നെങ്കിൽ നമുക്ക് എപ്പോഴും ഗുണമുള്ളൂ. ഓക്കെ, അപ്പൊ അതും കഴിഞ്ഞു. രണ്ട് ആൻസർ. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? യെസ് ഓർ നോ? യെസ്. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ആൻ ഇല്ലുസ്ട്രേഷൻ ഓഫ് പ്രിൻസിപ്പൽ ഏജന്റ് പ്രോബ്ലം? ആദ്യം, ആരാ പ്രിൻസിപ്പൽ? ഷെയർ ഹോൾഡർ ആയിരിക്കും പ്രിൻസിപ്പൽ. ഷെയർ ഹോൾഡർ. ഏജന്റ്, ഷെയർ ഹോൾഡറിന് വേണ്ടി വർക്ക് ചെയ്യുന്ന ഏജന്റ്, അത് ആരാന്ന് ചോദിച്ചാൽ ഡയറക്ടറാണ്. അപ്പൊ ഇവിടെ പ്രിൻസിപ്പൽ എന്ന് പറയുന്നത് ഷെയർ ഹോൾഡേഴ്സും ഏജന്റ് എന്ന് പറയുന്നത് ഡയറക്ടറുമാണ്. അപ്പൊ ഈ ഏജൻസി പ്രോബ്ലം, പ്രിൻസിപ്പളും ഏജന്റും തമ്മിലുള്ള ഏജൻസി പ്രോബ്ലം എപ്പോഴാണ് സംഭവിക്കാന്ന് ചോദിച്ചാൽ, ഡയറക്ടർ ഷെയർ ഹോൾഡറിന് വേണ്ടി വർക്ക് ചെയ്യേണ്ട ആളാണ്. അയാൾ ഷെയർ ഹോൾഡറിന് വേണ്ടി അല്ലാണ്ട് അയാളുടെ പേഴ്സണൽ ബെനിഫിറ്റിന്, കമ്പനിയിലെ മാനേജേഴ്സ് ഇവരെന്നൊക്കെ പറഞ്ഞാൽ ഷെയർ ഹോൾഡറിന്റെ വെൽത്ത് മാക്സിമൈസേഷൻ വർക്ക് ചെയ്യേണ്ടതാണ്. പക്ഷേ ഏജന്റ് പ്രിൻസിപ്പളിന് വേണ്ടി വർക്ക് ചെയ്യേണ്ടതാണ്. അങ്ങനെ അല്ലാണ്ട് അവരുടെ പേഴ്സണൽ ബെനിഫിറ്റിന് വേണ്ടി അവർ എപ്പോഴെങ്കിലും വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അതാണ് പ്രിൻസിപ്പൽ ഏജന്റ് പ്രോബ്ലം അല്ലെങ്കിൽ ഏജൻസി തിയറി എന്ന് പറയുന്നത്. പ്രിൻസിപ്പൾ എന്തെങ്കിലും ചെയ്യുമ്പോഴല്ല ഈ പ്രശ്നം ഉണ്ടാവുക, ഏജൻസി പ്രോബ്ലം ഉണ്ടാവുക. ഏജന്റിന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ആക്ട് ഉണ്ടാവുമ്പോഴാണ് ഇത് ഉണ്ടാവുന്നത്. ഇതാണ് നിങ്ങൾ അതിൽ മനസ്സിലാക്കി വെക്കേണ്ടത്. ഇനി ആ ചോദ്യം വായിക്കുക. എപ്പോഴും പ്രിൻസിപ്പൽ ഏജന്റ് പ്രോബ്ലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാണ് കേട്ടോ മനസ്സിൽ വേണ്ടത്. സപ്ലയേഴ്സ് കട്ടിംഗ് ദർ കോസ്റ്റ്. സപ്ലയർ അവരെ കോസ്റ്റ് കുറച്ചു എന്ന് വെച്ച് പ്രിൻസിപ്പൽ ഏജൻസി ഇഷ്യൂ ഉണ്ടാവുന്നില്ല. അതല്ല. ഡയറക്ടേഴ്സ് അവരാണ് നമ്മുടെ ഏജന്റുമാർ. അവോയ്ഡിങ് ഡെപ്റ്റ് ഫിനാൻസ് ബിക്കോസ് ലോവർ ഇൻട്രസ്റ്റ് പേയ്മെന്റ് ഇൻക്രീസ് ദെയർ ജോബ് സെക്യൂരിറ്റി. അപ്പൊ അവരുടെ പേഴ്സണൽ ബെനിഫിറ്റിന് വേണ്ടി ഡെപ്റ്റ് എടുക്കണ്ട എന്ന് പറഞ്ഞിരിക്കുകയാണ്. ഡെപ്റ്റ് എന്ന് പറയുന്ന സാധനം ചീപ്പർ ആയതുകൊണ്ട് ഡെപ്റ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ കമ്പനീന്റെ വാക്ക് കുറയില്ലേ? വാക്ക് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കുറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി ബിസിനസിന്റെ വാല്യൂ കൂടൂലേ? നമ്മൾ തിയറീസിൽ പഠിച്ചിട്ടുണ്ട്. ക്യാപിറ്റൽ സ്ട്രക്ചർ തിയറിയിൽ പറഞ്ഞിട്ടുണ്ട് വാക്ക് കുറഞ്ഞാൽ കമ്പനീന്റെ ബിസിനസ് വാല്യൂ കൂടുന്നു. അപ്പൊ ഡെപ്റ്റ് എന്ന് പറയുന്ന ചീപ്പർ ആയിട്ടുള്ള സാധനം എടുത്ത് വാക്ക് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ ബിസിനസ് വാല്യൂ അല്ലെങ്കിൽ ഷെയർ ഹോൾഡറിന്റെ വെൽത്ത് കൂടുക ചെയ്യുക. അപ്പൊ ആ വെൽത്ത് കൂടണ്ട, അവരുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് അത് അവർ തീരുമാനിച്ചു. ഇതല്ലേ ഏജൻസി പ്രോബ്ലം? ഏജന്റിന്റെ ആക്ട് കാരണം പ്രിൻസിപ്പിൾ കുടുങ്ങി. ഇതാണ് അതിന്റെ ആൻസർ വരിക. ഷെയർ ഹോൾഡർ ഗ്രൂപ്പ്സ് ഡിസഗ്രീയിങ് ഓവർ ഡിവിഡൻഡ് പോളിസി. അവർ ഡിസഗ്രി ചെയ്യുന്നുണ്ട്. പ്രിൻസിപ്പൾ എന്തേ ആക്ട് ചെയ്ത് വെച്ച് പ്രിൻസിപ്പൽ ഏജന്റ് പ്രോബ്ലം വരില്ല. സ്റ്റോക്ക് മാർക്കറ്റ് എക്സേർട്ടിംഗ് പ്രഷർ ഓൺ കമ്പനീസ് ടു അച്ചീവ് ഷോർട്ട് ടേം പ്രോഫിറ്റ്. സ്റ്റോക്ക് മാർക്കറ്റ് എക്സ്റ്റേണലി ഉള്ള ഇത് വരുമ്പോൾ പ്രിൻസിപ്പൽ ഏജന്റ് പ്രോബ്ലം വരില്ല. ഓക്കെ, അതിന്റെ ആൻസർ വന്നത് ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി. യെസ് ഓർ നോ? ഓക്കെ ആണോ? ഓക്കെ, അറിയാത്തവരത് നോട്ട് ചെയ്ത് വെക്കണേ. പ്രിൻസിപ്പൽ ഏജന്റ് റിലേഷൻഷിപ്പ് എന്താണെന്നും ആ പ്രോബ്ലം എന്താണെന്ന് നോക്കുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. Under which investment appraisal method using company's target will the project be accepted? ഇപ്പൊ ടാർഗറ്റുകൾ തന്നിട്ടുണ്ട്. ഏത് ടാർഗറ്റ് വെച്ചിട്ട് ഏത് മെത്തേഡാണ് അക്സെപ്റ്റബിൾ? ROC ഉണ്ട്, പേ ബാക്ക് ഉണ്ട്. ഓപ്ഷൻ നോക്കിയാൽ മനസ്സിലാവും. ROC ഉണ്ട്, പേ ബാക്ക് ഉണ്ട്. രണ്ട് പ്രകാരം അക്സെപ്റ്റബിൾ ആണോ ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒന്ന് മാത്രമാണോ? ഇതാണ് ചോദിച്ചിരിക്കുന്നത്. കമ്പനി ഹാസ് ആനുവൽ അല്ലെങ്കിൽ ആവറേജ് എസ്റ്റിമേറ്റഡ് ക്യാഷ് ഫ്ലോ. ഇത് നോട്ട് ചെയ്ത് വെക്കാം ഓരോ സാധനം. ക്വസ്റ്റ്യൻ നമ്പർ എത്രയായിരുന്നടാ? ക്വസ്റ്റ്യൻ നമ്പർ 8. ക്വസ്റ്റ്യൻ നമ്പർ 8 ആണ് വരുന്നത്. ആവറേജ് ക്യാഷ് ഫ്ലോ.
ആവറേജ് ക്യാഷ് ഫ്ലോ തന്നിട്ടുള്ളത് 3000 ആയിരുന്നു. 3000 ആണ് ക്യാഷ് ഫ്ലോ തന്നെ പെർ ഇയർ. ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് 9000 തന്നിട്ടുണ്ട്. അതിൽ ഡിപ്രിസിയേഷൻ സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ് ആണ്. പീരീഡ് 6 years ആണെന്ന് പറയുന്നത്. അപ്പോൾ ലൈഫ് 6 ആണ്, 6 years. ലൈഫ് 6 years ആണെന്ന് തോന്നുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 8 ആണ് നമ്മൾ ചെയ്യുന്ന ലൈഫ് 6 years. ROCന്റെ ടാർഗറ്റ് എന്ന് പറയുന്നത് 28% ആണ്. 28%. പേയ്ബാക്കിന്റെ ടാർഗറ്റ് എത്ര? 2.5 years. ഡിസിഷൻ റൂൾ പ്രകാരം ROC എന്ന് പറയുന്നതിന്റെ ടാർഗറ്റിനെക്കാട്ടും മേലെയാണ് കറണ്ട് ROC ഇല്ലെങ്കിൽ നമ്മൾ കണ്ടുപിടിക്കുന്ന പ്രൊജക്ടിന്റെ ROC എങ്കിലാണ് ആക്സെപ്റ്റ്. അതേപോലെ തന്നെ പേയ്ബാക്കിന്റെ ഡിസിഷൻ റൂൾ പ്രകാരം ഈ 2.5-നേക്കാട്ടും താഴെയാണ് പേയ്ബാക്ക് എങ്കിലാണ് കമ്പനീന്റെ പ്രൊജക്ടിന്റെ പേയ്ബാക്ക് 2.5-നേക്കാട്ടും താഴെയാണെങ്കിലാണ് ആക്സെപ്റ്റ് ഉള്ളൂ. എളുപ്പം എന്ത് കണ്ടുപിടിക്കാനാന്ന് ചോദിച്ചാൽ പേയ്ബാക്ക് കണ്ടുപിടിക്കാനാണ്. ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് 9000 ആണ്, പൈസ ആയിട്ട് കിട്ടുന്നത് 3000 ആണ്. അങ്ങനെയാണെങ്കിൽ എത്ര വർഷം കൊണ്ടാണ് ആ ഇനീഷ്യലി വരുന്ന 9000 റിക്കവർ ചെയ്യാൻ ചോദിച്ചാൽ 3 വർഷം കൊണ്ടല്ലേ. 3000 വെച്ചിട്ട് ഓരോ വർഷം കിട്ടി. ആദ്യത്തെ വർഷം 3000 കിട്ടി, അങ്ങനെയാണ് ബാക്കി 6000 കൂടി കിട്ടാണ്ട്. നമ്മൾ മുടക്കിയ പൈസ 9000 ആണ്. ആദ്യത്തെ വർഷം 3000 കിട്ടിയപ്പോൾ ബാക്കി 6000 കൂടി കിട്ടാണ്ട്. രണ്ടാമത്തെ വർഷം അടുത്ത 3000 കിട്ടുമ്പോൾ ബാക്കി ഒരു 3000 കൂടി കിട്ടാണ്ട്. മൂന്നാമത്തെ വർഷം അടുത്ത 3000 കിട്ടുമ്പോൾ എല്ലാം സെറ്റിൽ ആവും. അപ്പോൾ ഇവിടെ പേയ്ബാക്ക് എന്ന് പറയുന്നത് ഇത് ടാർഗറ്റും ഇത് ആക്ച്വലും ആണ്. ആക്ച്വലി ഇവിടെ വന്നത് 3 years ആണ്. 3 years. അപ്പൊ ഇത് പ്രകാരം പേയ്ബാക്ക് പ്രകാരം റിജക്റ്റ് വരിക, ആക്സെപ്റ്റ് അല്ല. പേയ്ബാക്ക് പ്രകാരം റിജക്റ്റ് ആണ് വരിക, റിജക്റ്റ്. ഇനി ROC ഒക്കെ അപ്പൊ ബോത്തും പേയ്ബാക്ക് ഓൺലി എന്നുള്ള ആൻസർ നമ്മൾ വെട്ടി. ഇനി ROC നോക്കാം. ROCയിൽ ഡിപ്രിസിയേഷൻ ഉണ്ട്. ROC യൂസ് ചെയ്യേണ്ടത് ആവറേജ് ഇൻവെസ്റ്റ്മെന്റ് വഴിയാന്ന് പറഞ്ഞിട്ടുണ്ട്. ആവറേജ് ഇൻവെസ്റ്റ്മെന്റ്. അപ്പൊ ROC കണ്ടുപിടിക്കണമെങ്കിൽ ആവറേജ് പ്രോഫിറ്റും വേണം, ആവറേജ് ഇൻവെസ്റ്റ്മെന്റ് വേണം. ആവറേജ് ഇൻവെസ്റ്റ്മെന്റ് അറിയാം, 9000 ഡിവൈഡഡ് ബൈ 2 ചെയ്താൽ മതി. സ്ക്രാപ്പ് വാല്യൂ ഒന്നും പറയാത്തത് കൊണ്ട് ഇവിടെ സ്ക്രാപ്പ് വാല്യൂ ഒന്നും പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് 0 ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണ് നോ റെസിജ്വൽ വാല്യൂ എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. നോ റെസിജ്വൽ വാല്യൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ 9000 by 2 4500 ആണ് ആവറേജ് ഇൻവെസ്റ്റ്മെന്റ് വരും. ഇനി പ്രോഫിറ്റാ കിട്ടണ്ടേ. പ്രോഫിറ്റ് എങ്ങനെ കിട്ടും? ക്യാഷ് ഫ്ലോയിന്ന് ഡിപ്രിസിയേഷൻ കുറച്ചാലല്ലേ പ്രോഫിറ്റ് കിട്ടുള്ളൂ. ഇവിടെ ക്യാഷ് ഫ്ലോ ആണ് തന്നിരിക്കുന്ന 3000. ഡിപ്രിസിയേഷൻ കണ്ടുപിടിക്കണം. അത് ഞാനിവിടെ ചെയ്യുന്നു. ഡിപ്രീസിയേഷൻ ഇത് പെൻ ആൻഡ് പേപ്പറിൽ എഴുതി ചെയ്യേണ്ടത്. അതുകൊണ്ട് അവിടെ എവിടെയൊക്കെ എഴുതി അങ്ങ് ചെയ്താൽ നമുക്ക് ഫൈനൽ ആൻസർ കിട്ടിയാൽ മതി. ഒരിക്കലും എക്സൽ ഉണ്ടാവില്ല. ഡിപ്രിസിയേഷൻ സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡിലാന്ന് പറഞ്ഞു. 9000 ആണ്, 6 years ആ ലൈഫ്, സ്ക്രാപ്പ് വാല്യൂ ഒന്നുമില്ല. അപ്പോ 9000 മൈനസ് സ്ക്രാപ്പ് വാല്യൂ 0 ഡിവൈഡഡ് ബൈ ലൈഫ് 6. ഇതാ ചെയ്യണ്ടേ. 1500 ആ വരിക. 1500 ആണ് ഡിപ്രിസിയേഷൻ വരിക. അപ്പൊ ഓരോ വർഷത്തെയും പ്രോഫിറ്റ് എത്രയാന്ന് ചോദിച്ചാൽ ക്യാഷ് ഫ്ലോ ആയിട്ട് 3000 ആണ് എല്ലാ വർഷവും കിട്ടുന്നത്. അതിൽ നിന്ന് ഡിപ്രിസിയേഷൻ എന്ന് പറയുന്ന എക്സ്പെൻസ് കുറച്ചിട്ടുണ്ടെങ്കിൽ പ്രോഫിറ്റ് എന്ന് പറയുന്നത് 1500 ആയിരിക്കും. ഈ 1500 എല്ലാ വർഷവും സെയിം ആയതുകൊണ്ട് ഇതിന്റെ ആവറേജ് കണ്ടുപിടിക്കാൻ 1500 into 6 ചെയ്താൽ 1500 into 6 ചെയ്താൽ ടോട്ടൽ പ്രോഫിറ്റ് കിട്ടും. ഒരു വർഷത്തെ പ്രോഫിറ്റ് അല്ലേ. സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ് എന്ന് പറയുമ്പോൾ എല്ലാ വർഷവും ഡിപ്രിസിയേഷനും സെയിം ആയിരിക്കില്ലേ. അപ്പൊ പ്രോഫിറ്റ് എല്ലാ വർഷവും വരുന്നതാണ് 1500. അങ്ങനെ 6 വർഷം ഉണ്ടെങ്കിൽ ഇൻറ്റു 6 ചെയ്താൽ ടോട്ടൽ കിട്ടും. എന്നിട്ട് ആവറേജ് കിട്ടാൻ വേണ്ടി വീണ്ടും ഡിവൈഡ് ബൈ 6 ചെയ്യുക. അപ്പൊ പിന്നെ ഒന്നും ചെയ്യാണ്ടിരുന്നാൽ പോരെ. ഇൻറ്റു 6ഉം ഡിവൈഡ് ബൈ 6 ചെയ്യുന്നതും ചെയ്യാത്തതും കണക്കാണ്. അപ്പൊ ആവറേജ് പ്രോഫിറ്റ് കിട്ടി. അങ്ങനെയാണെങ്കിൽ ടാർഗറ്റ് കഴിഞ്ഞിട്ടുള്ള ആക്ച്വൽ ROC എത്രയാന്ന് ചോദിച്ചാൽ 1500 ആണ് ആവറേജ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ ആവറേജ് ഇൻവെസ്റ്റ്മെന്റ് ഇൻറ്റു 100 ആണ് ചെയ്യേണ്ടത്. ഇൻറ്റു 100 ചെയ്താൽ 33.33% എന്ന് വരും. 33.33. അപ്പൊ ടാർഗറ്റിനെക്കാട്ടും കൂടുതലാണ്. അതുകൊണ്ട് ഇതിനെ ആക്സെപ്റ്റ് എന്ന് പറയാം. ROCനെ മാത്രം ആക്സെപ്റ്റ് എന്ന് പറയാം. പേയ്ബാക്കിനെ റിജക്റ്റ് എന്നാണ് പറയണ്ടേ. ഓക്കെ ആണോ? യെസ് ഓർ നോ? യെസ്. ഇനി ആൻസറിലേക്ക് പോവാം. വേണ്ട ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. ROC ഓൺലി ആണ്. ആക്സെപ്റ്റഡ് എന്ന് പറയുന്ന ROC ഓൺലി ആണ്. പേയ്ബാക്ക് റിജക്റ്റ് ആണ്. രണ്ടും കൂടി വരില്ല, ഒരെണ്ണം മാത്രമേ ഉള്ളൂ. അതാണ് അതിന്റെ ആൻസർ വന്ന അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നത്. അടുത്ത വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് പെർഫോമൻസ് മെഷർ വുഡ് ബെസ്റ്റ് ഫിറ്റ് വിത്ത് ദ എഫക്റ്റീവ്നെസ് ഇൻ വാല്യൂ ഫോർ മണി?
വാല്യൂ ഫോർ മണി ഇതും അതർ തിയറിയിൽ. അപ്പൊ അതർ തിയറിയിൽ നിന്ന് തന്നെ ഇപ്പൊ എത്ര ക്വസ്റ്റ്യൻ നമ്മൾ പറഞ്ഞു? രണ്ടാമത്തെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് വരുന്നത്. മാക്സിമം 4 ക്വസ്റ്റ്യൻ വരെ അതർ തിയറിയും ചോദിക്കുന്നു പറയാം. 8 മാർക്കിന് അതിൽ നിന്ന് തന്നെ ചോദിക്കാം. അപ്പൊ അതുകൊണ്ടാണ് അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണെന്ന് എപ്പോഴും പറയല്. ഇപ്പൊ ഇവിടെ നമ്മളോട് വാല്യൂ ഫോർ മണിയാ ചോദിച്ചാൽ. വാല്യൂ ഫോർ മണി. വാല്യൂ ഫോർ മണി എന്ന് പറഞ്ഞാൽ 3 E's ആണ്. 3 E's. എന്തൊക്കെയാന്ന് ചോദിച്ചാൽ എക്കണോമി ഉണ്ട്, എഫിഷ്യൻസി ഉണ്ട്, എഫക്റ്റീവ്നെസ് ഉണ്ട്. എക്കണോമി ഉണ്ട്, എഫിഷ്യൻസി ഉണ്ട്, എഫക്റ്റീവ്നെസ് ഉണ്ട്. എക്കണോമി എന്ന് പറഞ്ഞാൽ കോസ്റ്റ് കുറയ്ക്കുക. നമ്മുടെ കോസ്റ്റ് മാക്സിമം, ഇൻപുട്ടിന് വരുന്ന കോസ്റ്റ് മാക്സിമം കുറയ്ക്കുക. അതിനെയാണ് നമ്മൾ എക്കണോമി എന്ന് പറയുക. അതിൽ തന്നെ എഫിഷ്യൻസി എന്ന് പറയുമ്പോൾ മിനിമം ഇൻപുട്ട് ഉപയോഗിച്ച് മാക്സിമം ഔട്ട്പുട്ട് ഉണ്ടാക്കുക. കുറവ് ഇൻപുട്ട് കൊണ്ട് മാക്സിമം ഔട്ട്പുട്ട് ഉണ്ടാക്കുന്നതിനെയാണ് നമ്മൾ എഫിഷ്യൻസി എന്ന് പറയുക. എന്നിട്ട് എന്തിനായിരുന്നു നമ്മൾ ഇത് ചെയ്തത്, അത് അങ്ങനെ തന്നെ എന്ത് ഒബ്ജക്റ്റീവിലാണോ നമ്മൾ ഈ സാധനം ഉണ്ടാക്കിയത് അത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുന്നതിനാണ് നമ്മുടെ എഫക്റ്റീവ്നെസ് എന്ന് പറയുക. എഫക്റ്റീവ്നെസ്. അപ്പൊ 3 കാര്യങ്ങളുണ്ട്. 3 E's എന്നാണ് പറയുക. 3 E's. 3 കാര്യങ്ങളുണ്ട്. ആദ്യത്തേതാണ് എക്കണോമി. ഇത് ഇൻപുട്ടിന്റെ കോസ്റ്റ് കുറയ്ക്കാൻ വേണ്ടി. രണ്ടാമത്തെ ഇ ആണ് എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ മിനിമം ഇൻപുട്ട് മാക്സിമം ഔട്ട്പുട്ട്. ആ ഇൻപുട്ടിന്ന് ഔട്ട്പുട്ട് ആവുന്ന ആ പ്രോസസ്സിന്റെ ഇടയിൽ സംഭവിക്കുന്നതാണ് എഫിഷ്യൻസി. എത്ര എഫിഷ്യന്റ് ആയി നമ്മൾ പണിയെടുക്കുന്നു. ലാസ്റ്റത്തെ ഇ ആണ് എഫക്റ്റീവ്നെസ്. നമ്മുടെ എന്ത് ഒബ്ജക്റ്റീവിലായിരുന്നോ നമ്മൾ ഇത് സ്റ്റാർട്ട് ചെയ്തത്, ആ ഒബ്ജക്റ്റീവ് എത്രത്തോളം സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്, അതാണ് എഫക്റ്റീവ്നെസ് കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ ഇവിടെ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ജി കമ്പനി ഈസ് എ ചാരിറ്റി ദാറ്റ് വാസ് സെറ്റപ്പ് ടു ഒബ്ജക്റ്റീവ് വിത്ത് ദ ഒബ്ജക്റ്റീവ് ഓഫ് ട്രെയിനിങ് ഡോഗ്സ് ഫോർ ദി ബ്ലൈൻഡ്. ഇപ്പൊ ഡോഗ്സിനെ ട്രെയിൻ ചെയ്ത് ബ്ലൈൻഡ് പീപ്പിളിന് കൊടുക്കുക, അവർക്ക് ഒരു ഹെൽപ്പിന് വേണ്ടി അല്ലെ സപ്പോർട്ടിന് വേണ്ടി അത് കൊടുക്കുക എന്നുള്ളതാണ് ഇവരുടെ ഒബ്ജക്റ്റീവ്. വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് പെർഫോമൻസ് ബെസ്റ്റ് ഫിറ്റ് ദി എഫക്റ്റീവ്നെസ് എന്നാ ചോദിച്ചാൽ ആ ഒബ്ജക്റ്റീവ് സാറ്റിസ്ഫൈ ചെയ്യുന്ന പോലെ വരുന്ന എഫക്റ്റീവ്നെസിന്റെ മെഷർ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആവറേജ് അവേഴ്സ് ടു ട്രെയിൻ എ ഡോഗ് ടു ദി ഗിഡെയിം സർട്ടിഫിക്കേഷൻ സ്റ്റാൻഡേർഡ്. ആ കമ്പനീന്റെ സ്റ്റാൻഡേർഡിലേക്ക് എത്താൻ വേണ്ടി ഇവരെ ട്രെയിൻ ചെയ്യുന്നത് ഇത് ഏതായിരിക്കും? എക്കണോമി ആണോ, എഫിഷ്യൻസി ആണോ, എഫക്റ്റീവ്നെസ് ആണോ? എഫിഷ്യൻസി അല്ല. എഫിഷ്യൻസി എത്ര നേരം അവരെ അധികം പണിയെടുപ്പിച്ചില്ല, എത്ര നേരം അവരെ ട്രെയിൻ ചെയ്തു, അത്രയും എഫിഷ്യന്റ് ആവുകയല്ലേ അവർ ചെയ്യുക. അപ്പൊ ഈ കാണുന്നത് എഫിഷ്യൻസിയാണ് ആദ്യത്തെ. നമ്പർ ഓഫ് ഡോഗ്സ് അവാർഡഡ് വിത്ത് സർട്ടിഫിക്കേഷൻ. അപ്പൊ സർട്ടിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ട് എന്ന് വെച്ചാൽ ട്രെയിനിങ് എല്ലാം കഴിഞ്ഞിട്ട് വരുന്നില്ല, അപ്പൊ അത് എഫക്റ്റീവ്നെസ് ആയിരിക്കും. കുറെ ഡോഗ്സിന് നമുക്ക് സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ പറ്റിയെന്ന് വെച്ചാൽ അത്രയും എഫക്റ്റീവ് ആയിരുന്നു, നമ്മുടെ ഒബ്ജക്റ്റീവ് അത്രയും സാറ്റിസ്ഫൈ ചെയ്തു എന്നല്ലേ പറയാം. ഇനി ആവറേജ് എക്സ്പെൻഡിച്ചർ ഓൺ ഈച്ച് സക്സസ്ഫുൾ ട്രെയിനിങ് ഡോഗ്. അപ്പൊ എക്സ്പെൻസിനെ പറ്റിയിട്ടും ഇതിനെ പറ്റിയിട്ടും പറയുമ്പോൾ അത് എന്തായിരിക്കും ചോദിച്ചാൽ എക്കണോമി ആയിരിക്കും. എക്കണോമി കോസ്റ്റിനെ പറ്റി. ആവറേജ് അവേഴ്സ് വർക്ക്ഡ് ബൈ ഈച്ച് ട്രെയിനറിന്റെ ഇത് നമ്മൾ ഡോഗ്സിനെയാണ് ഇത് കൊടുക്കുന്നത്. അപ്പൊ ഒരിക്കലും ട്രെയിനർ അധികം പണിയെടുത്തത് നോക്കിയിട്ട് നമ്മുടെ ഇത് പറയാൻ പറ്റില്ല. ഡോഗ്സിന്റെ എഫിഷ്യൻസി എഫക്റ്റീവ്നെസ്സും ആണ് നമ്മൾ നോക്കേണ്ടത്. അപ്പൊ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, അടുത്ത തിയറി. പക്ഷെ ഇത് ചോദിച്ചിരിക്കുന്ന ഏത് സ്റ്റേറ്റ്മെന്റ് ആ കറക്റ്റ്? മേലെ തന്നിരിക്കുന്നത് ഏതിന്റെ ഡീറ്റെയിൽ ആണെന്ന് ചോദിച്ചാൽ ഇൻവെസ്റ്റഡ് ഇൻ എ ന്യൂ മെഷീൻ വിച്ച് ഹാസ് 7 year ലൈഫ് സ്പാൻ ആൻഡ് നോ എക്സ്പെക്ടഡ് റെസിജ്വൽ വാല്യൂ. അപ്പോൾ 7 വർഷം ലൈഫാണ്, സ്ക്രാപ്പ് വാല്യൂ ഒന്നുമില്ല. മെഷീൻ പർച്ചേസ് ചെയ്യാം 80,000-ന് 8% ലോണാണുള്ളത്. ആൾട്ടർനേറ്റീവ്ലി അത് ലീസ് ചെയ്യുകയും ചെയ്യാം 7 years. അപ്പൊ ഇവിടെ ലീസ് ഓർ ബൈ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 10 ചോദിച്ചിരിക്കുന്നത് ലീസ് ഓർ ബൈ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 10. ലീസ് ഓപ്ഷനും ഉണ്ടാവും, ബൈ ഓപ്ഷനും ഉണ്ടാവും. ബൈ ചെയ്യുമ്പോൾ വരുന്ന റെലവന്റ് ക്യാഷ് ഫ്ലോ ആയിരുന്നു പർച്ചേസ് കോസ്റ്റ്, സ്ക്രാപ്പ് വാല്യൂ, ടാക്സ് സേവിങ്സ് ഓൺ ടാക്സബിൾ ഡിപ്രിസിയേഷൻ, മെയിൻ്റെനൻസ് കോസ്റ്റ്, ഇതൊക്കെ. ഇവിടെ ഡിപ്രിസിയേഷനെ പറ്റിയിട്ട് ഒന്നും പറഞ്ഞിട്ടില്ല ഈ ചോദ്യത്തിൽ. അപ്പൊ ഇനീഷ്യലി T0 80,000 മുടക്കി, സ്ക്രാപ്പ് വാല്യൂ ഒന്നുമില്ല, വേറെ ഒരു കാര്യത്തിനെ പറ്റിയും പറഞ്ഞിട്ടില്ല. അപ്പൊ T0 വരുന്ന എമൗണ്ട് മാത്രം 7 വർഷം ഉള്ളതിൽ ഇവിടെ T0 -80,000 മാത്രമേ ഉള്ളൂ. T0 -80,000 മാത്രമേ ഉള്ളൂ. T0 വാല്യൂവിന്റെ പ്രസന്റ് വാല്യൂ എന്ന് പറഞ്ഞാൽ സെയിം തന്നെയാണ്. അപ്പൊ ലീസ് ഓപ്ഷൻ വഴി വരുന്ന പ്രസന്റ് വാല്യൂ എത്രയാന്ന് ചോദിച്ചാൽ 80,000 ആണ്. 80,000 അത് മൈനസ് ആണ്. ഇതൊക്കെയാണോ പറഞ്ഞേ? ഇപ്പൊ ഞാൻ പറഞ്ഞ ഓക്കെയാണോ? 80,000 തന്നെ പ്രസന്റ് വാല്യൂ വരാൻ കാരണം അത് T0 വാല്യൂ ആണ്. അപ്പൊ അത് തന്നെ വരുള്ളൂ. ഇനി 14,983 എന്ത് ചെയ്യുന്ന ചോദിച്ചാൽ ലീസ് പേയ്മെന്റ് ഉണ്ട് 7 വർഷത്തേക്ക്. അറ്റ് ദ എൻഡ് ഓഫ് ഈച്ച് പീരീഡ് എന്ന് പറയുമ്പോൾ T1 തൊട്ടിട്ട്. ഇപ്പൊ ലീസ് ആണെങ്കിൽ ഞാൻ ബൈ ഓപ്ഷന്റെ ആണ് ഇപ്പൊ ഇവിടെ എഴുതിയല്ലേ.
ബൈ ഓപ്ഷന്റെ ആണ് ഞാനിപ്പോ നേരത്തെ എഴുതി, താഴേക്ക് എഴുതി. ലീസാണ് ചെയ്യുന്നതെങ്കിൽ ആനുവിറ്റി ക്യാഷ് ഫ്ലോ പോലെ T1 തൊട്ടിട്ട് T7 വരെ ലീസ് റെന്റിൽ കിട്ടിക്കൊണ്ടിരിക്കും. എത്രയാണെന്ന് ചോദിച്ചാൽ ഇല്ല, നമ്മൾ ലീസ് റെന്റിന് കൊടുത്തുകൊണ്ടിരിക്കും 14,983. ഇനി അതിന്റെ പ്രസന്റ് വാല്യൂ കണ്ടുപിടിക്കാൻ നമ്മൾ ലീസ് ഓർ ബൈയിൽ ആഫ്റ്റർ ടാക്സ് കോസ്റ്റ് ഓഫ് ബോറോയിങ് എടുക്കുക. 8% ലോൺ. അപ്പൊ ലോണിന് ഇൻട്രസ്റ്റ് റേറ്റ് എടുക്കുക. 7 വർഷത്തേക്ക് 8%ന്റെ പ്രസന്റ് വാല്യൂ കണ്ടുപിടിക്കണ ആനുവിറ്റി ഫാക്ടർ വേണം. അതിനിവിടെ ടേബിൾ ഉണ്ട്. ടേബിളിൽ നിന്ന് എടുക്കുന്നു, ആനുവിറ്റി ടേബിളിൽ നിന്ന് 8%. ഇതാണ് 8%. 8%ൽ തന്നെ 7 years എന്ന് പറയുമ്പോൾ 5.206. ഇതാണ് നമുക്ക് വേണ്ടത്. 5.206 ഇൻറ്റു 5.206 പ്രസന്റ് വാല്യൂ. ഇത് ക്യാഷ് ഫ്ലോ ആനുവിറ്റി ഫാക്ടർ പ്രസന്റ് വാല്യൂ. ക്യാഷ് ഫ്ലോ ആനുവിറ്റി ഫാക്ടർ പ്രസന്റ് വാല്യൂ ഈക്വൽ ടു ഇത് ഇൻറ്റു 5.206. 78,000 വന്നുള്ളൂ കോസ്റ്റ് തന്നെ. ഇത് ലീസ് റെന്റ് അല്ലേ, റെന്റ് ഇപ്പൊ മൈനസ് കൊടുക്കാം. ലീസ് ഓപ്ഷൻ വഴിയാണെങ്കിൽ 78,000 കോസ്റ്റ് വരുള്ളൂ. ബൈ ഓപ്ഷൻ വഴിയാണെങ്കിൽ 80,000 കോസ്റ്റ് വരും. അപ്പൊ നമ്മൾ ലീസെല്ലാം എടുക്കുള്ളൂ, പൈസ കുറവാകില്ലേ. ഇപ്പൊ ലീസ് ഓപ്ഷൻ മാത്രമേ നമ്മൾ ചൂസ് ചെയ്യുള്ളൂ. ആദ്യം പറഞ്ഞു മെഷീൻ കുഡ് ബി പർച്ചേസ്ഡ് ബിക്കോസ് ഓപ്ഷൻ ഹാസ് ലോവർ കോസ്റ്റ്. അല്ല, ഏതിനാണ് ലോവർ കോസ്റ്റ് വരുന്നതെന്ന് ചോദിച്ചാൽ ലീസിനാണ് ലോവർ കോസ്റ്റ് വരുന്നത്. മെഷീൻ ഷുഡ് നോട്ട് എഗ്രി വിത്ത് എയ്തർ ഫോം ഓഫ് ഫിനാൻസിങ്. രണ്ടിനോടും സംഭവിക്കരുത്. നെഗറ്റീവ് NPV വേണ്ട. അല്ല, എന്തായാലും നെഗറ്റീവ് ആയിരിക്കും സാധനം മേടിക്കുമ്പോൾ. അതിൽ ഏത് മേടിക്കുന്നതാണ് നമുക്ക് ഏറ്റവും ബെറ്റർ. രണ്ടിലും നെഗറ്റീവ് വരുന്നെങ്കിൽ ഏതിനാണ് കുറവ് എന്ന് നോക്കിയിട്ട് നമ്മൾ തീരുമാനിക്കുന്നത്. മെഷീൻ ഷുഡ് ബി ലീസ്ഡ് ബിക്കോസ് ദിസ് ഓപ്ഷൻ ഹാസ് ലോവർ ഓവറോൾ കോസ്റ്റ്. അത് കറക്റ്റ് ആണ്. ലീസ് ചെയ്യാണ് വേണ്ടത്, ഓവറോൾ കോസ്റ്റ് കുറവായതുകൊണ്ട് ലീസ് തന്നെയാണ് വേണ്ടത്. അപ്പൊ താഴത്തതും തെറ്റായിരിക്കും. മെഷീൻ ഷുഡ് ബി പർച്ചേസ്ഡ് ബിക്കോസ് ലീസ് റെന്റൽസ് ആർ ഹയർ ദാൻ ഇൻട്രസ്റ്റ് റേറ്റ് പേയ്മെന്റ് ഓഫ് ദി ലോൺ. അങ്ങനെയില്ല. ഇതാണ് അതിന്റെ ആൻസർ വരുന്നത്, ഓപ്ഷൻ സി. ഓക്കെ ആണോ? ഓക്കെ ആണോ? ഓക്കെ. അടുത്ത, വിച്ച് ടു ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് കൺസേണിംഗ് ദി ഇമ്പാക്ട് ഓഫ് ഗവൺമെന്റ് ഡിസിഷൻ ആർ ട്രൂ? ഗവൺമെന്റ് തീരുമാനത്തിൽ വെച്ചിട്ട് ഏതാണ് കറക്റ്റ്? എ കമ്പനി ഈസ് പ്ലാനിങ് എ മേജർ ഇൻവെസ്റ്റ്മെന്റ് ഇൻ ന്യൂ മാനുഫാക്ചറിംഗ് യൂണിറ്റ്. പുതിയ യൂണിറ്റിൽ അവരൊരു മേജർ ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ ചെയ്യാണ്. ഡ്യൂ ടു റീസെന്റ് കൺസേൺസ്. ഇപ്പൊ അടുത്ത് സംഭവിച്ച എന്തൊക്കെയോ കാരണം കൊണ്ട് ഇൻഫ്ലേഷൻ ഭയങ്കര കൂടി. ഇൻഫ്ലേഷൻ കൂടി എന്ന് പറഞ്ഞാൽ കോസ്റ്റ് കൂടി ഉണ്ടാവില്ലേ? സാധനങ്ങളൊക്കെ നമ്മൾ വാങ്ങണം എന്ന് ആദ്യം വിചാരിച്ച സാധനത്തിന്റെയൊക്കെ കോസ്റ്റ് കൂടി ഉണ്ടാവില്ലേ? കോസ്റ്റ് ഇൻഫ്ലേഷൻ കൂടിയാൽ നമ്മുടെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ, വാക്ക്, ഇതെല്ലാം കൂടൂലേ? ഗവൺമെന്റ് ഹാസ് അൺഎക്സ്പെക്ടഡ്ലി അനൗൺസ് ആൻ ഇൻക്രീസ് ഇൻ ഇൻട്രസ്റ്റ് റേറ്റ്. ഇൻട്രസ്റ്റ് റേറ്റ് കൂടി, അപ്പൊ എന്തായാലും വാക്കും കൂടും. കമ്പനീസ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഡിക്രീസ് ചെയ്യും എന്നാണ് ആദ്യത്തെ പറഞ്ഞത്. തെറ്റല്ലേ? ഇങ്ങനെ ചെയ്താൽ കമ്പനീന്റെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്യല്ലേ ചെയ്യുക. അപ്പൊ ആദ്യത്തേത് തെറ്റി. ദിസ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് എക്സ്പാൻഷനറി മോണിറ്ററി പോളിസി. അല്ല, ഈ മോണിറ്ററി പോളിസി എന്ന് പറഞ്ഞാൽ മണി സപ്ലൈനെയും ഇൻട്രസ്റ്റ് റേറ്റിനെയൊക്കെ ബേസ് ചെയ്തിട്ടാണ്. മണി സപ്ലൈയും ഇൻട്രസ്റ്റ് റേറ്റും. ആൾക്കാരുടെ ഇടയിൽ ഒരുപാട് പൈസ വരണമെങ്കിൽ മണി സപ്ലൈ കൂടണമെങ്കിൽ ഇൻട്രസ്റ്റ് റേറ്റ് കുറയണോ കൂടണോ? മണി സപ്ലൈ, ആൾക്കാരുടെ ഇടയിൽ പൈസ കുറേ വരണമെങ്കിൽ ഇൻട്രസ്റ്റ് റേറ്റ് കൂടണോ കുറയണോ? ഇൻക്രീസ് ഓർ ഡിക്രീസ്? അത് ആലോചിക്കാം. പറഞ്ഞേ. മണി സപ്ലൈ കൂടണമെങ്കിൽ ആൾക്കാരെല്ലാരും കയ്യിൽ പൈസ വരണമെങ്കിൽ ഇൻട്രസ്റ്റ് റേറ്റ് കൂടണോ കുറയണോ? ഇൻട്രസ്റ്റ് റേറ്റ് കുറയല്ലേ വേണ്ടേ? ഇൻട്രസ്റ്റ് റേറ്റ് കുറഞ്ഞാൽ മാത്രമല്ലേ നമുക്ക് എന്ത് പറയാൻ പറ്റുള്ളൂ? മണി സപ്ലൈ കൂടിയെന്ന്. ഇവിടെ സിറ്റുവേഷനിൽ ഇൻട്രസ്റ്റ് റേറ്റ് കൂടുക ചെയ്യുന്നത്. അപ്പൊ ഈ മോണിറ്ററി പോളിസിക്ക് തന്നെ രണ്ടെണ്ണം ഉണ്ട്. എക്സ്പാൻഷനറി ഉണ്ട്, അതേപോലെ കോൺട്രഡിക്ടറി ഉണ്ട്. ഇതെന്താ വെച്ചാൽ എക്സ്പാൻഷനറി എന്ന് വെച്ചാൽ കൂടുന്നത്. മണി സപ്ലൈ കൂടണമെങ്കിൽ അപ്പൊ ഇൻട്രസ്റ്റ് റേറ്റ് കുറയണം. ഇവിടെ സംഭവിച്ചത് ഇൻട്രസ്റ്റ് റേറ്റ് കൂടുകയാണ്. ഇൻട്രസ്റ്റ് റേറ്റ് കൂടിയിട്ടുണ്ടെങ്കിൽ മണി സപ്ലൈ കുറയുകയാണ് ചെയ്യുക. ഇൻട്രസ്റ്റ് റേറ്റ് കൂടിയിട്ടുണ്ടെങ്കിൽ ആൾക്കാരുടെ കയ്യിൽ പൈസ ഉണ്ടാവില്ല. ഇൻട്രസ്റ്റ് ഭയങ്കര കൂടുതലാന്ന് വെച്ചാൽ എല്ലാവരും ലോൺ എടുക്കാൻ നിൽക്കില്ല. അപ്പൊ ആരുടെ അടുത്തും പൈസ ഉണ്ടാവില്ല. അപ്പൊ ഈ സ്റ്റേറ്റ്മെന്റും തെറ്റാണ്. എക്സ്പാൻഷനറി മോണിറ്ററി പോളിസി എന്ന് പറയുന്നത് തെറ്റാണ്. കോൺട്രഡിക്ടറി മോണിറ്ററി പോളിസിയാണ് ഇവിടെ. മണി സപ്ലൈ കുറയുന്നു, എല്ലാവരും ഇൻട്രസ്റ്റ് റേറ്റ് കൂടി കാരണം. അങ്ങനെ ആൾക്കാരുടെ കയ്യിൽ പൈസ ഇല്ലാണ്ടായിട്ടുണ്ടെങ്കിൽ രണ്ടോ ആൻസർ വരേണ്ട. ആദ്യത്തെ രണ്ടെണ്ണം തെറ്റാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി അവസാനത്തെ രണ്ടെണ്ണം കറക്റ്റ് ആയിരിക്കും. വായിച്ചു നോക്കാണ്ട് തന്നെ നമുക്ക് ആൻസർ ഇടാം. ആൾക്കാരുടെ കയ്യിൽ പൈസ ഇല്ല എന്നാ പറയുന്നത്. ഇൻട്രസ്റ്റ് റേറ്റ് കൂടിയാൽ എന്തായാലും മണി സപ്ലൈ കുറവായിരിക്കും. ആൾക്കാരുടെ കയ്യിൽ പൈസ ഇല്ല. പിന്നെ ഇവർക്ക് കുറെ സാധനം വാങ്ങാൻ പറ്റുമോ? ഇല്ല. അവർക്ക് സാധനം വാങ്ങാൻ പറ്റൂല, പിന്നെ ആ സാധനത്തിന് ഡിമാൻഡ് ഉണ്ടോ? ഇല്ല. ഡിമാൻഡ് കുറയുക ചെയ്യുന്നത്. അപ്പൊ ഡിമാൻഡ് ഫോർ ദി കമ്പനീസ് പ്രോഡക്റ്റ് റെഡ്യൂസസ് എന്ന് പറഞ്ഞത് കറക്റ്റ് ആണ്. NPV ഓഫ് ഇൻവെസ്റ്റ്മെന്റ് വിൽ ബി ലോവർ ദാൻ ഇനീഷ്യലി എക്സ്പെക്ടഡ് ആണ്. ആദ്യം വിചാരിച്ചതിനെക്കാട്ട് NPV കുറയുക ചെയ്യുക. അതിന്റെ കാരണം എന്താ വെച്ചാല് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഇപ്പൊ കൂടി. ഇൻട്രസ്റ്റ് കൂടിയിട്ട് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ.
കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കൂടിയ പ്രസന്റ് വാല്യൂ കുറയല്ലേ ചെയ്യാം, NPV കുറയല്ലേ ചെയ്യാം. അപ്പൊ ആദ്യം വിചാരിച്ചതിനെക്കാട്ടും NPV കുറയുന്നേ ചെയ്തേ. ആ രണ്ട് ആൻസർ ആണ് കറക്റ്റ്. ഓപ്ഷൻ സി ആൻഡ് ഡി. ഓപ്ഷൻ സി ആൻഡ് ഡി. ഓക്കെ ആണോ? ഓക്കെ ആണോ? യെസ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വന്നു. ഇവിടെ ചോദിച്ചിരിക്കുന്നത് ടെർപ്പും റൈറ്റ് ഇഷ്യൂ പ്രൈസ് ആണ്. ഇവിടെ ഇങ്ങനെ കുറെ സാധനം തന്നിട്ടുണ്ട്. ഇതിങ്ങനെ ഡ്രാഗ് ചെയ്ത് കൊണ്ടുവന്ന് ഇട്ടാൽ മതി. ഓരോന്ന് സെലക്ട് ചെയ്തിട്ട് ടാർഗറ്റ് 1, 2 കൊണ്ടിടുക. ടെർപ്പും ഉണ്ട് റൈറ്റ് ഇഷ്യൂ പ്രൈസും ഉണ്ട്. അത് രണ്ടുമാണ് വേണ്ടേ. W കമ്പനീസ് പ്ലാനിങ് 144 റൈറ്റ് ഇഷ്യൂ. 4 ഷെയർ ഉള്ള ഒരാൾക്ക് ഒരു റൈറ്റ്സ് കൊടുക്കുക എന്നാണ് പറയുന്നത്. വാല്യൂ ഓഫ് റൈറ്റ് 0.5 ആണ് പെർ എക്സിസ്റ്റിംഗ് ഷെയർ എന്ന് തന്നിട്ടുണ്ട്. ഇത് കാൽക്കുലേറ്റ് ചെയ്യാം. ക്വസ്റ്റ്യൻ നമ്പർ 13 ആണോ? 12. ക്വസ്റ്റ്യൻ നമ്പർ 12. വാല്യൂ ഓഫ് റൈറ്റ് പെർ എക്സിസ്റ്റിംഗ് ഷെയർ. വാല്യൂ ഓഫ് റൈറ്റ് പെർ എക്സിസ്റ്റിംഗ് ഷെയർ തന്നിട്ടുണ്ട് 0.5. വാല്യൂ ഓഫ് റൈറ്റ് പെർ എക്സിസ്റ്റിംഗ് ഷെയർ തന്നു 0.5. വി കമ്പനീസ് അല്ലെങ്കിൽ W കമ്പനീന്റെ മാർക്കറ്റ് പ്രൈസ് കറന്റ് 8 ആണ്. അപ്പൊ P0 തന്നു 8. P0 തന്നു 8. ഇനി തിയററ്റിക്കൽ എക്സ് റൈറ്റ് പ്രൈസ് ടെർപ്പ് പെർ ഷെയറും റൈറ്റ് ഇഷ്യൂ പ്രൈസും വേണം. അപ്പൊ ഈ തന്നത് വെച്ചിട്ട് ഏതെങ്കിലും ബന്ധമുണ്ടോ? ഈ വാല്യൂ ഓഫ് റൈറ്റ് പെർ എക്സിസ്റ്റിംഗ് ഷെയർ കണ്ടുപിടിക്കാനാണ് പുതിയൊരു ഇക്വേഷൻ പോലെ ഞാൻ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വാല്യൂ ഓഫ് റൈറ്റ് പെർ എക്സിസ്റ്റിംഗ് ഷെയർ കണ്ടുപിടിക്കാൻ P0 മൈനസ് ടെർപ്പും ചെയ്യാം. വാല്യൂ ഓഫ് റൈറ്റ് പെർ എക്സിസ്റ്റിംഗ് ഷെയർ ചെയ്യാൻ വേണ്ടി അറിയാത്തവർ നോട്ട് ചെയ്ത് വെച്ചോ. വാല്യൂ ഓഫ് റൈറ്റ് പെർ എക്സിസ്റ്റിംഗ് ഷെയർ. ഇപ്പൊ എന്റെ ഓഫ്ലൈൻ ക്ലാസ്സിലും ഓൺലൈൻ ക്ലാസ്സിലും ഇരുന്നവർക്കൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. വാല്യൂ ഓഫ് റൈറ്റ് പെർ എക്സിസ്റ്റിംഗ് ഷെയർ കണ്ടുപിടിക്കുക. P0 മൈനസ് ടെർപ്പാണ്. ഈ വാല്യൂ ഓഫ് റൈറ്റ് പെർ എക്സിസ്റ്റിംഗ് ഷെയർ 0.5ഉം P0 8ഉം തന്നാ പിന്നെ ടെർപ്പ് കണ്ടുപിടിക്കാൻ എന്താ പാട്? ടെർപ്പ് ഈക്വൽ ടു 8 മൈനസ് 0.5 7.5 ആണ് ആൻസർ വരണ്ടേ. 7.5. ഇവിടെ ടെർപ്പ് എന്ന് പറഞ്ഞിട്ട് ഈ 7.5 ഞാൻ ഇങ്ങനെ ക്ലിക്ക് ചെയ്യുന്നു, ഇവിടെ കൊണ്ടുവന്നിടുന്നു. അതായി. ഇനി റൈറ്റ് ഇഷ്യൂ പ്രൈസ് വേണം. റൈറ്റ് ഇഷ്യൂ പ്രൈസ് എത്ര രൂപയ്ക്കാണ് റൈറ്റ്സ് ഇഷ്യൂ ചെയ്തതെന്ന്. കറന്റ്ലി എങ്ങനെയാ റൈറ്റ് ഇഷ്യൂ ചെയ്തത്? 4 എണ്ണം ഉള്ള ആൾക്ക് ഒരെണ്ണം കൊടുത്തു. അപ്പൊ ആ എക്സിസ്റ്റിംഗ് ഷെയർ കണ്ടുപിടിച്ചിട്ടുണ്ടാവുക. വാല്യൂ ഓഫ് റൈറ്റ് കിട്ടാൻ വേണ്ടി വാല്യൂ ഓഫ് റൈറ്റ് പെർ എക്സിസ്റ്റിംഗ് ഷെയർ കണ്ടുപിടിച്ചിട്ടുണ്ടാവുക. വാല്യൂ ഓഫ് റൈറ്റ് പെർ എക്സിസ്റ്റിംഗ് ഷെയർ കണ്ടുപിടിച്ചിട്ടുണ്ടാവുക വാല്യൂ ഓഫ് റൈറ്റ് ഇൻറ്റു 1/4 ആണ്. അപ്പൊ വാല്യൂ ഓഫ് റൈറ്റ് കിട്ടണമെങ്കിൽ വാല്യൂ ഓഫ് റൈറ്റ് പെർ എക്സിസ്റ്റിംഗ് ഇൻറ്റു 4/1 ചെയ്താൽ മതി. തിരിച്ച് ഇങ്ങോട്ട് പോകും, പിൻറ്റു പോകും, ഇങ്ങോട്ട് പോകുമ്പോൾ ഡിവൈഡ് ആവും. അപ്പൊ 0.5 ഇൻറ്റു 4/1 എന്ന് വെച്ചാൽ എത്ര? 0.5 ഇൻറ്റു 4 എത്ര? 2 ആണ്. 2 വരും. അപ്പൊ വാല്യൂ ഓഫ് റൈറ്റും കിട്ടി. ഇവിടെ ടെർപ്പ് ഓൾറെഡി കിട്ടി 7.5. വാല്യൂ ഓഫ് റൈറ്റ് പെർ എക്സിസ്റ്റിംഗ് അല്ല, വാല്യൂ ഓഫ് റൈറ്റ് മാത്രം. അത് മാത്രം കിട്ടി 2. അങ്ങനെയാണെങ്കിൽ പിന്നെ എന്താ കണ്ടുപിടിക്കാനുള്ളത്? റൈറ്റ് ഇഷ്യൂ പ്രൈസ് അല്ല. റൈറ്റ് ഇഷ്യൂ പ്രൈസിന്റെ ഇക്വേഷനിലെ ടെർപ്പിന്റെ ഇക്വേഷൻ എന്താ? പോട്ടെ, വാല്യൂ ഓഫ് റൈറ്റിന്റെ ഇക്വേഷൻ എന്താ? ടെർപ്പ് മൈനസ് റൈറ്റ് ഇഷ്യൂ പ്രൈസ് അല്ലേ? ടെർപ്പ് മൈനസ് റൈറ്റ് ഇഷ്യൂ പ്രൈസ് ആണ് വാല്യൂ ഓഫ് റൈറ്റ്. ആ വാല്യൂ ഓഫ് റൈറ്റ് കിട്ടി 2. ടെർപ്പ് അറിയാം 7.5. ഇവന്റെ റൈറ്റ് ഇഷ്യൂ പ്രൈസ് ആണ് അറിയാത്തത്. ഇത് അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്ക് ഇട്ടാൽ റൈറ്റ് ഇഷ്യൂ പ്രൈസ് എന്ന് പറയുന്നത് 7.5 മൈനസ് 2 5.5 ആണ് വരിക. 5.5 അവിടെ 5.5 അവിടെ 5.5 കിട്ടില്ലേ? കറക്റ്റ് അല്ലേ? ഓക്കെ ആണോ? യെസ്. അപ്പൊ 12 ക്വസ്റ്റ്യൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇതുവരെ ഏതെങ്കിലും ക്വസ്റ്റ്യനിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ പറയണേ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. അടുത്ത ക്വസ്റ്റ്യൻ ഓഫ്ലൈനും ഓൺലൈനും എന്റെ ക്ലാസ്സിൽ ഓൾറെഡി ചെയ്ത ഡിറ്റോ ക്വസ്റ്റ്യൻ ആണ്. കപ്ലാൻ കിറ്റിലുണ്ട്, BPP കിറ്റിലുണ്ട്. രണ്ടിലുള്ള സെയിം ക്വസ്റ്റ്യൻ ആണ്. ലേറ്റസ്റ്റ് വന്ന മാർക്കറ്റ് എഫിഷ്യൻസിന്റെ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കിയാൽ എല്ലാവരും വീണ്ടും. അപ്പൊ ഇതില് വാട്ട് വിൽ ബി, ഇത് ഞാൻ കറക്റ്റ് പറഞ്ഞുതരാം. ഞാൻ ഓൾറെഡി ക്ലാസ്സിൽ പറഞ്ഞാണ്, എന്നാലും പറയുന്നു. വാട്ട് വിൽ ബി ദി ഓർഡിനറി ഷെയർ പ്രൈസ് അറ്റ് ദി എൻഡ് ഓഫ് ടുഡേ. അപ്പൊ ഇതിങ്ങനെ ഒരു ടൈം ലൈൻ വരയ്ക്കാം ഞാൻ. ഇതാണ് ടുഡേ.
ഇത് ഇന്ന് മോർണിംഗ്, ഇത് ഇന്ന് ഈവനിങ്. ഇതാണ് ടുഡേ ഇന്ന് ഈവനിങ്. വാട്ട് വുഡ് ബി ഇനി ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് വുഡ് ബി ദി ഓർഡിനറി ഷെയർ പ്രൈസ് എൻഡ് ഓഫ് ടുഡേ, ഇന്ന് അവസാനം, ഇഫ് ക്യാപിറ്റൽ മാർക്കറ്റ്സ് ആർ സെമി സ്ട്രോങ് അല്ലെങ്കിൽ സ്ട്രോങ് ഫോം. ക്യാപിറ്റൽ മാർക്കറ്റ് സെമി സ്ട്രോങ് ആണെങ്കിൽ ഇന്ന് എൻഡിന് എന്തായിരിക്കും ഷെയർ പ്രൈസ്, ഇന്ന് അവസാനം എന്ന് വെച്ചാൽ ഇന്ന് വൈകുന്നേരമാണ് മാർക്കറ്റ് എല്ലാം അടച്ചുപൂട്ടി പോകുന്നതായിരിക്കും. ഇതാണ് എൻഡ്. ഈ എൻഡിൽ വരുന്ന സ്ട്രോങ് ഫോം ആണെങ്കിൽ എങ്ങനെ, സെമി സ്ട്രോങ് ആണെങ്കിൽ എങ്ങനെ, ഇതാണ് ചോദിച്ചിരിക്കുന്നത്. സ്ട്രോങ്, സെമി. ഇനി ബാക്കി ക്വസ്റ്റ്യന്റെ ഡീറ്റെയിൽ വായിക്കാം. പെൽ കമ്പനി ഈസ് എ ലിസ്റ്റഡ് കമ്പനി വിച്ച് ഹാസ് 400 നമ്പർ ഓഫ് ഷെയർസ് ഇൻ ഇഷ്യൂ. ആയിക്കോട്ടെ. യെസ്റ്റർഡേ ഓർഡിനറി ഷെയർ പ്രൈസ് വാസ് ക്ലോസ്ഡ് അറ്റ് 5. ഇന്നലെ ഇതിപ്പോ ടുഡേ ആണ്, ഇതിപ്പോ ഇന്നലെ യെസ്റ്റർഡേ ഈവനിങ്, ഇന്നലെ വൈകുന്നേരം $5 ക്ലോസ് ചെയ്ത് പോയിരിക്കുന്നത്. അപ്പൊ ഇന്ന് രാവിലെ തുറക്കുമ്പോൾ $5 ആയിരിക്കും. $5 ആണ് ഇന്നലെ ക്ലോസ് ചെയ്ത്. അപ്പൊ ഇന്ന് രാവിലെ $5 ആയിരിക്കും ഉണ്ടാവുക നിലവില്. ഓക്കെ. ഇനി 2 days earlier, ഇന്നലത്തേനേക്കാട്ട് 2 ദിവസം മുമ്പാണ് പണ്ട്. 2 ദിവസം മുമ്പ് ഡയറക്ടേഴ്സ് അപ്രൂവ്ഡ് ദി ലോഞ്ച് ഓഫ് 2 ന്യൂ ഇന്നോവേറ്റീവ് പ്രോഡക്റ്റ്. അപ്രൂവ് ചെയ്തു, പബ്ലിക്കലി പറഞ്ഞിട്ടില്ല, അപ്രൂവ് ചെയ്തു. കമ്പനീന്റെ ഉള്ളിലുള്ള ആൾക്കാരൊക്കെ അറിഞ്ഞിട്ടുണ്ടാവില്ലേ ഇങ്ങനെ 2 പ്രൊജക്ട് ചെയ്യാൻ പോവാണെന്ന്. നമ്മൾ സ്ട്രോങ് ഫോം ആണെങ്കിൽ എന്ത് ചെയ്യും? നമ്മൾ സ്ട്രോങ് ഫോം എന്നുള്ളതിന്റെ മീനിങ് എന്താ? ഇന്റേണൽ ഇൻഫോർമേഷനും പബ്ലിക്കലി അനൗൺസ്ഡും എല്ലാം ഓൾറെഡി ഇൻകോർപ്പറേറ്റഡ് ആയിരിക്കുന്നില്ലേ. ഇപ്പൊ 2 ദിവസം മുന്നേ ഇങ്ങനെ ഒരു കാര്യം കമ്പനിയിൽ സംഭവിക്കും നമ്മൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ സ്ട്രോങ് ഫോം മാർക്കറ്റ് ആണെങ്കിൽ 2 ദിവസം മുന്നേ തന്നെ ആ ചേഞ്ച് ഒക്കെ നമ്മൾ വരുത്തിയിട്ടുണ്ടാവില്ലേ? ഇല്ലേ? യെസ് ഓർ നോ പറഞ്ഞേ. 2 ദിവസം മുന്നേ നമ്മൾ ഈ ചേഞ്ച് ഒക്കെ വരുത്തിയിട്ടുണ്ടാവില്ലേ? യെസ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ 2 ദിവസം മുന്നേ ഈ ചേഞ്ച് ഒക്കെ വരുത്തിയിട്ട് ഇന്നലെ വൈകുന്നേരം വന്ന പ്രൈസ് അല്ലേ? 2 ദിവസം മുന്നേ ഈ ചേഞ്ച് ഒക്കെ വരുത്തിയിട്ട് ഇന്നലെ വന്ന പ്രൈസ് അല്ലേ 5 എന്ന് പറയുന്നത്. അപ്പൊ സ്ട്രോങ് ഫോം എഫിഷ്യന്റ് ആണെങ്കിൽ എന്തായാലും ആ പ്രൈസ് $5 അല്ലേ വരുള്ളൂ. സ്ട്രോങ് ഫോം എന്ന് വെച്ചാൽ എല്ലാം ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുണ്ടാവും. 2 ദിവസം മുന്നേ തീരുമാനിച്ചപ്പോഴേ എല്ലാം ഇൻകോർപ്പറേറ്റ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഇന്നത്തേക്ക് എത്രയാണ് പ്രൈസ് എന്ന് വെച്ചാൽ 5 തന്നെയാണ്. കാരണം ഇന്നലെ അവസാനം 2 ദിവസം മുന്നേ തീരുമാനിച്ച കാര്യത്തിൽ മാറ്റമൊക്കെ വരുത്തിയതിന് ശേഷം ഇന്നലെ വൈകുന്നേരം ഉണ്ടായിരുന്ന 5 രൂപയാണ്. അപ്പൊ ഇന്നത്തെ മാറ്റമൊന്നും പ്രത്യേകിച്ച് പറഞ്ഞിട്ടില്ല. അപ്പൊ 5 രൂപ തന്നെയായിരിക്കും ഫോം. ഓക്കെയാണോ പറഞ്ഞേ? യെസ് ഓർ നോ പറഞ്ഞേ. ഓക്കെ. ഇപ്പൊ ഇവിടെ 5 രൂപയാണ് വരിക. 5 രൂപ സ്ട്രോങ്ങിൽ 5 രൂപ വരുന്ന ഒരു ഓപ്ഷനേ ഉള്ളൂ, ഓപ്ഷൻ 3. അപ്പൊ അത് തന്നെയായിരിക്കും ആൻസർ. സെമി സ്ട്രോങ് കൂടി പറയാം. Product A has an NPV of 40 million. The decision to launch a product will be announced publicly tomorrow. നാളെ പറയുള്ളൂ. വീണ്ടും പറയുന്നു, ചോദ്യത്തിൽ ചോദിച്ചത് ഇന്ന് വൈകുന്നേരം, ഇന്ന് ക്ലോസ് ചെയ്യുമ്പോൾ എന്തായിരിക്കും വില എന്നാണ്. സെമി സ്ട്രോങ് എന്ന് പറയുമ്പോൾ എപ്പോഴാണ് ചേഞ്ച് വരിക? പബ്ലിക്കലി അനൗൺസ് ചെയ്ത 5-10 മിനിറ്റ് കൊണ്ട് ആ ചേഞ്ച് വരും. ഇല്ല രാവിലെ പറഞ്ഞാൽ എന്തായാലും ഉച്ചയാകുമ്പോഴത്തേക്ക് മാറ്റം വരും. ഇതാണ് സെമി സ്ട്രോങ്. ഇവിടെ നാളെയാണ് അവർ പുറത്ത് പറയുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഇന്ന് എന്തെങ്കിലും മാറ്റം ഉണ്ടാവുമോ? നാളെയാണ് പുറത്ത് പറയുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഇന്ന് എന്തെങ്കിലും മാറ്റം ഉണ്ടാവുമോ? ഇന്നൊരു മാറ്റം ഉണ്ടാവില്ല. അതേ 5 തന്നെയാ വരിക ഒരു പ്രൊജക്ടിനെ ബേസ് ചെയ്തിട്ട്. ഈ പ്രോഡക്റ്റ് ബി ഹാവ് ആൻ NPV of 160. ഡിസിഷൻ ടു ലോഞ്ച് പ്രോഡക്റ്റ് വിൽ ബി അനൗൺസ്ഡ് പബ്ലിക്കലി ദിസ് മോർണിംഗ്. അപ്പൊ ഇന്ന് രാവിലെ തന്നെ നമ്മുടെ ടൈം ലൈൻ നോക്കുകയാണെങ്കിൽ ഇന്ന് രാവിലെ തന്നെ അനൗൺസ് ചെയ്തു. $160 million ടോട്ടൽ വാല്യൂ വരുന്ന ഒരു പ്രൊജക്ട് നമ്മൾ ചെയ്യാൻ പോവാണ്. അങ്ങനെയാണെങ്കിൽ ഒരു ഷെയറിന്റെ വാല്യൂലേക്ക് എന്ത് ചേഞ്ച് വരും ചോദിച്ചാൽ, ഇവിടെ എത്ര ഷെയർ ഹോൾഡേഴ്സ് 400 ആണെന്ന് അല്ലേ? 400 ക്വസ്റ്റ്യനിൽ 160 ആണ് ടോട്ടൽ ഷെയർ ഹോൾഡറിന്റെ വെൽത്ത്. NPH ഷെയർ ഹോൾഡറിന്റെ വെൽത്ത് അല്ലേ? ടോട്ടൽ ഷെയർ ഹോൾഡറിന്റെ വെൽത്ത് കൂടാൻ പോകുന്നത് എത്രയാന്ന് ചോദിച്ചാൽ 160 ആണ്. അത് 400 ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ്. അപ്പൊ ഒരാൾക്ക് എത്ര കിട്ടും ചോദിച്ചാൽ 0.4 കിട്ടും. അപ്പൊ സെമി സ്ട്രോങ് ആകുമ്പോൾ 5 ഓൾറെഡി ഇന്നലെ ക്ലോസ് ചെയ്ത്, ഇന്ന് രാവിലെ ഇങ്ങനെ ഒരു അനൗൺസ്മെന്റ് നടത്തിയത് കൊണ്ട് ഒരു 0.5ഉം കൂടി 0.4ഉം കൂടി. അങ്ങനെയാണെങ്കിൽ 5 + 0.4 0.04 ഇല്ല, 0.4 ആണെങ്കിൽ 5.4 ആണ് ആൻസർ വരിക. 5.4 സെമി സ്ട്രോങ് ആകുമ്പോൾ അങ്ങനെ തന്നെയല്ലേ? ഓപ്ഷൻ 3 തന്നെയാണ്. ഓപ്ഷൻ 3 നമ്മൾ ആദ്യം ഇട്ടു. സ്ട്രോങ് നമ്മൾ എളുപ്പത്തിൽ മനസ്സിലാക്കിയോണ്ട് ഓപ്ഷൻ 3 നമ്മൾ ആദ്യം ഇട്ടിട്ടുണ്ട്. വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് കൺസേണിംഗ് ട്രഡീഷണൽ തിയറി ഓഫ് ക്യാപിറ്റൽ സ്ട്രക്ചർ ഈസ് കറക്റ്റ്? ട്രഡീഷണൽ തിയറി എന്ന് പറയുമ്പോൾ എങ്ങനെയായിരുന്നു? ഇങ്ങനെ വാക്ക് കുറഞ്ഞിട്ട് കൂടുന്നത് അല്ലേ ട്രഡീഷണൽ തിയറി. ട്രഡീഷണൽ തിയറിക്ക് ഒരു ഒപ്റ്റിമം ക്യാപിറ്റൽ സ്ട്രക്ചർ ഉണ്ട്, മാർക്കറ്റ് വാല്യൂ മാക്സിമൈസ് ചെയ്യുന്ന പറഞ്ഞാണ്.
ട്രഡീഷണൽ തിയറിയിൽ വാക്ക് ഏറ്റവും കുറയുന്ന ഒരു പോയിന്റ് അല്ലോ, ട്രയൽ ആൻഡ് എറർ ബേസിസിൽ നമ്മൾ ചെയ്ത് ഒരു പോയിന്റ് വരെ വാക്ക് കുറയുന്നു, അതിന് ശേഷം വീണ്ടും വാക്ക് കൂടുന്നു. ഇനീഷ്യലി നമ്മൾ ഡെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ചീപ്പർ KDന്റെ ബെനിഫിറ്റ് കാരണം വാക്ക് ഇങ്ങനെ കുറഞ്ഞു വരുന്നു. ഒരു പോയിന്റിന് ശേഷം ഫിനാൻഷ്യൽ ഇക്വിറ്റി ഷെയറുകളുടെ തലയിൽ വരുന്ന ഫിനാൻഷ്യൽ റിസ്ക് ആയിരിക്കും കൂടുതൽ, അതുകൊണ്ട് വാക്ക് ഇങ്ങനെ കൂടും. അപ്പൊ ഏറ്റവും മിനിമത്തിൽ വാക്ക് വരുന്ന ആ പോയിന്റിനാണ് ഒപ്റ്റിമം ക്യാപിറ്റൽ സ്ട്രക്ചർ നമ്മൾ പറയുക. അവിടെയായിരിക്കും മാർക്കറ്റ് വാല്യൂ ഏറ്റവും കൂടുതൽ. നമ്മുടെ ബിസിനസിന്റെ വാക്ക് ഏറ്റവും കുറയുന്ന സമയത്തായിരിക്കും നമ്മുടെ മാർക്കറ്റ് വാല്യൂ ഏറ്റവും കൂടുതൽ. അപ്പൊ അതാണ് ആൻസർ വരിക. ഓപ്ഷൻ എ ആണ് ആൻസർ വരിക. ബൈയിങ് ആൻഡ് സെല്ലിംഗ് ഓഫ് ഷെയർസ് ബൈ ആർബിട്രേജേഴ്സ് എൻഷ്യൂർസ് ദാറ്റ് ഷെയർ പ്രൈസ് ആർ കൺസിസ്റ്റന്റ് വിത്തിൻ ദ തിയറി. അങ്ങനെ പറയാൻ പറ്റില്ല. കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ഓഫ് എ കമ്പനി ഡിക്രീസസ് ആസ് ദ ക്യാപിറ്റൽ ഗിയറിംഗ്. KE കൂടുവോ? ഇല്ല, KE കുറയോ? KE എപ്പോഴും കൂടുക ചെയ്യുന്നത്. KE കുറയുന്ന ഒരു സിറ്റുവേഷൻ ഇല്ല. KE എപ്പോഴും കൂടുക ചെയ്യുന്നത് ലാസ്റ്റ് ആവുമ്പോൾ ബാങ്ക്രപ്സി റിസ്കും കൂടി വന്നിട്ട് ഭയങ്കരമായിട്ട് കൂടും. ഇതാ പറയുന്നത്. ഇപ്പൊ KE കുറയുന്ന ഒരു കേസ് ഇല്ല. KD ഓഫ് എ കമ്പനി ഈസ് കോൺസ്റ്റന്റ് ആസ് ഇറ്റ്സ് ക്യാപിറ്റൽ ഗിയറിംഗ് ഇൻക്രീസസ്. ആയിരുന്നു ലാസ്റ്റ് ഈ പറഞ്ഞ പോലെ ഹൈ ലെവൽ ഓഫ് ഗിയറിംഗിൽ നമുക്ക് ബാങ്ക്രപ്സി എന്ന് പറയുന്ന ഒരു റിസ്കും കൂടി വരുന്നതുകൊണ്ട് KD ഒന്നും കൂടും. അപ്പൊ അതും പറയാൻ പറ്റില്ല. ഓപ്ഷൻ എ മാത്രമാണ് ആൻസർ വരിക. ഓപ്ഷൻ എ ആണ് ആൻസർ വരുന്നത്. ഓക്കെ ആണോ? ഓപ്ഷൻ എ. ഓക്കെ. Which two of the following, last question, which two of the following statement concerning interest risk management method of smoothing are true? Smoothing നമ്മൾ എവിടെ ഉപയോഗിക്കുക? അൺബാലൻസ്ഡ് ഇൻട്രസ്റ്റ് റിസ്ക് വരുമ്പോൾ, ഫിക്സഡും ഫ്ലോട്ടിങ്ങും അൺബാലൻസ്ഡ് ആയിട്ട് കിടക്കുമ്പോഴാണ് നമ്മൾ സ്മൂത്തിങ് ഉപയോഗിക്കുക. അപ്പൊ സ്മൂത്തിങ് വഴി എന്താ ചെയ്യാന്ന് വെച്ചാൽ ഫിക്സഡും ഫ്ലോട്ടിങ്ങും ഒരേപോലെ എടുക്കും. കുറച്ച് പകുതി ഫിക്സഡും പകുതി ഫ്ലോട്ടിംഗ് എന്നുള്ള എടുക്കും, വേരിയബിൾ എന്നുള്ള പോലെ എടുക്കും. അതാ ചെയ്യാം. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ് കൂടുകയാണ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് എന്താവും? ഫിക്സഡിലാവുമ്പോൾ അത്രയും കുറഞ്ഞു കൊടുത്താൽ അത് വേരിയബിൾ ആ ചേഞ്ച് മാറ്റം വരുത്തേണ്ടി വരും. ഇൻട്രസ്റ്റ് റേറ്റ് കുറയുക ചെയ്യുന്നെങ്കിൽ അതിനനുസരിച്ച് ഉണ്ടാവും. അപ്പൊ ഇത് ഈ ഹെഡ്ജിങ് ചെയ്യുന്നതും കൊണ്ട് കംപ്ലീറ്റ്ലി റിസ്ക് ഒഴിവാകുന്നല്ല. ആദ്യം നമ്മൾ ഫേസ് ചെയ്തതിനെക്കാട്ടും കുറവ് ഫേസ് ചെയ്താൽ മതി. അതാണ് അതിന്റെ മീനിങ്. സ്മൂത്തിങ് ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി റിസ്കിലായിരുന്നു. അപ്പൊ ആ റിസ്കിലായിരുന്നപ്പോൾ ഫിക്സഡും ഫ്ലോട്ടിങ്ങും ഒരേപോലെ എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ റിസ്ക് ഫേസ് ചെയ്യേണ്ടി വരും. ഇൻട്രസ്റ്റ് റേറ്റ് കൂടുകയും കുറയുകയും ചെയ്യുമ്പോൾ ആ റിസ്കിനെ കുറയ്ക്കാൻ വേണ്ടി രണ്ടും ഏകദേശം ഒരേപോലെ എടുക്കും. ഒഴിവാക്കാനല്ല, കുറയ്ക്കാൻ. വീണ്ടും പറയുന്നു, റിസ്കിനെ റെഡ്യൂസ് ചെയ്യാൻ. ഇപ്പൊ ഡെപ്റ്റ് പോർട്ട്ഫോളിയോ വിൽ കൺസിസ്റ്റ് എ മിക്സ്ചർ ഓഫ് ഫിക്സഡ് ആൻഡ് ഫ്ലോട്ടിംഗ് റേറ്റ് ഡെപ്റ്റ്. അത് കറക്റ്റ് ആണ്. വിച്ച് ടു സ്റ്റേറ്റ്മെന്റ് ആർ കറക്റ്റ് ഓഫ് സ്മൂത്തിങ് എന്നാണ്. സ്മൂത്തിങ് അപ്പൊ രണ്ടിനെ മിക്സ് കീപ്പ് ചെയ്യും. ഇൻട്രസ്റ്റ് പേയ്മെന്റ് വിൽ സ്റ്റിൽ ഇൻക്രീസ് ഇഫ് ദ ഇൻട്രസ്റ്റ് റേറ്റ് റൈസസ്. അല്ലേ? ഇൻട്രസ്റ്റ് കൂടുക ചെയ്യുന്നത്. ഇൻട്രസ്റ്റ് കൂടിയാൽ കൂടുതൽ അടക്കേണ്ടി വരും. ആദ്യം നമ്മൾ കുറെ കുറെ വേരിയബിൾ അല്ലെങ്കിൽ ഫിക്സഡ് എടുത്താൽ ഫേസ് ചെയ്യുന്ന റിസ്ക് എന്ന് കുറഞ്ഞു, ചെറിയൊരു മാറ്റം ഉണ്ടാവും, എന്നാലും കൂടുതൽ അടക്കേണ്ടി തന്നെ വരും. ഒന്നും എടുത്തിട്ടില്ലെങ്കിൽ 1 ലക്ഷം രൂപ ഇൻട്രസ്റ്റ് അടക്കേണ്ടി വരും. ഇങ്ങനെ നമ്മൾ സ്മൂത്തിങ് എടുത്ത് വെച്ചോണ്ട് ചിലപ്പോൾ 40,000 രൂപ അടച്ചാൽ മതിയായിരിക്കും. അങ്ങനെ ഒരു ചേഞ്ച് ഉണ്ടാവുക. അപ്പൊ അതും കറക്റ്റ് ആണ്. ഇൻവെസ്റ്റ്മെന്റ് വിത്ത് ഫിക്സഡ് ക്യാഷ് ഫ്ലോ വിൽ ബി ഫിനാൻസ്ഡ് വിത്ത് ഫിക്സഡ് റേറ്റ്. അല്ലല്ലോ. സ്മൂത്തിങ് ചെയ്യണമെങ്കിൽ എല്ലാം ഫിക്സഡ് ആയിട്ടുള്ള എല്ലാം അതിൽ തന്നെ എടുത്താൽ റെഡി ആവില്ല. എല്ലാം മിക്സ് ആയിട്ട് എടുക്കണ്ടേ? നമ്മളെല്ലാം മിക്സ് ആയിട്ട് എടുക്കണം. ഫുൾ ബെനിഫിറ്റ് വിൽ ബി ഒബ്റ്റൈൻഡ് ഫ്രം ഫാൾ ഇൻ ഇൻട്രസ്റ്റ് റേറ്റ്. ഇല്ല, ഇൻട്രസ്റ്റ് റേറ്റ് കുറയുന്നതിന് ഫുൾ ബെനിഫിറ്റ് കിട്ടില്ല. ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് മൊത്തത്തിൽ ഒഴിവാക്കാൻ പറ്റില്ല, ഏകദേശം എടുക്കാൻ പറ്റുള്ളൂ. ചെറിയൊരു അഡ്ജസ്റ്റ്മെന്റ് അതിൽ കുറഞ്ഞു കിട്ടുള്ളൂ. നെറ്റ് എഫക്റ്റ് വിൽ ബി ആൻ ഇൻട്രസ്റ്റ് പേയ്മെന്റ് വിച്ച് ഈസ് ഫിക്സഡ് ഓവർഹോൾ. നെറ്റ് എഫക്റ്റ് ഇൻട്രസ്റ്റ് പേയ്മെന്റ് അങ്ങനെയും പറയാൻ പറ്റില്ല. നെറ്റ് എഫക്റ്റ് എപ്പോഴും ഇൻട്രസ്റ്റ് പേയ്മെന്റ് ആയിരിക്കും പറയാൻ പറ്റില്ല. ആദ്യത്തെ 2 ആൻസർ ആണ് കറക്റ്റ്. അപ്പൊ നമ്മൾ സെക്ഷൻ എ കംപ്ലീറ്റ് ചെയ്തു. സെക്ഷൻ എയിലെ എല്ലാ ക്വസ്റ്റ്യനും ചെയ്തു. 1 hour ആയി നമ്മൾ ചെയ്യുന്നു. സെക്ഷൻ ബിയിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാം. സെക്ഷൻ ബി. അപ്പൊ സെക്ഷൻ എ കംപ്ലീറ്റ് ആയി നേരെ സെക്ഷൻ ബിയിലേക്ക് പോകുന്നു. നിങ്ങൾ ഓരോ സെക്ഷൻ എത്രയാണ് സമയം എടുക്കേണ്ടത്? സെക്ഷൻ എക്ക് എത്ര സമയത്തിൽ ആൻസർ ചെയ്യണം, സെക്ഷൻ ബിയിൽ എത്ര സമയത്തിൽ ആൻസർ ചെയ്യണം, സെക്ഷൻ സിക്ക് ഒരു ക്വസ്റ്റ്യൻ എത്ര സമയം കൊടുക്കാം, എത്ര മാർക്ക് വെച്ചിട്ട് എങ്ങനെ എഴുതുക, സെക്ഷൻ സിന്റെ കേസ് ഇതൊക്കെ നാളെ പറയും കേട്ടോ. നാളെ നമ്മൾ ക്ലാസ് എൻഡ് ചെയ്യുമ്പോൾ പറയാം. ഇപ്പോ അടുത്ത സെക്ഷൻ ബി ക്വസ്റ്റ്യനിൽ പോകുന്നു. ഫിനാൻഷ്യൽ കോൺസിക്വൻസ് ഓഫ് ആക്സെപ്റ്റിംഗ് ബൾക്ക് പർച്ചേസ് ഡിസ്കൗണ്ട്. ഇപ്പൊ ക്ലാസ്സിൽ ഇരിക്കുന്നവരോട് മിക്കപ്പോഴും ഞാൻ പറയാറുണ്ട്, ഡയറക്റ്റ് തിയറി എഴുതുന്നതാണ് എപ്പോഴും നല്ലത്. ഓൾവേസ് നല്ലത് ഡയറക്റ്റ് തിയറി എഴുതുന്നതാണ്. അപ്പൊ ഒരു 5 ചോദ്യം ഉണ്ടെങ്കിൽ ഇപ്പൊ നമ്മൾ ഇവിടെ എത്തി 16 തൊട്ടിട്ട് 20 വരെ ഒരേ ചോദ്യമായിരിക്കും. 5 ചോദ്യം. അപ്പൊ അതിൽ ഡയറക്റ്റ്ലി 20 എടുക്കുകയാണെങ്കിൽ നേരെ നിങ്ങൾക്ക് തിയറി കിട്ടും. അപ്പൊ അങ്ങനെ തിയറി ചെയ്തതിന് ശേഷം ബാക്കോട്ട് പ്രോബ്ലം ചെയ്തു വന്നാൽ അതായിരിക്കും ഏറ്റവും നല്ലത്, സമയം ലാഭിക്കാൻ വേണ്ടി. അപ്പൊ ഞാൻ ആ സിനാരി ഒന്നും വായിക്കാണ്ട് ഈ ആൻസർ ചെയ്യാൻ പോവാണ്. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഡയറക്ട്ലി ലീഡ്സ് ടു എ കോൺഫ്ലിക്ട് ബിറ്റ്വീൻ വർക്കിംഗ് ക്യാപിറ്റൽ ഒബ്ജക്റ്റീവ്സ് ഓഫ് ലിക്വിഡിറ്റി ആൻഡ് പ്രോഫിറ്റബിലിറ്റി. ലിക്വിഡിറ്റിയും പ്രോഫിറ്റബിലിറ്റിക്കും ഒരു ഡയറക്റ്റ് കോൺഫ്ലിക്റ്റ് വരുന്നത്
എന്ന് വെച്ചാൽ ലിക്വിഡിറ്റി ഭയങ്കരമായി കൂടി, പ്രോഫിറ്റബിലിറ്റി ഭയങ്കരമായി കുറഞ്ഞു, ഇല്ല പ്രോഫിറ്റബിലിറ്റി ഭയങ്കരമായി കൂടി, ലിക്വിഡിറ്റി ഭയങ്കരമായി കുറഞ്ഞു. അങ്ങനെ ഒരു കോൺഫ്ലിക്റ്റ് വരുന്നതിനെ ഡയറക്ട്ലി ലീഡ് ചെയ്യുന്ന സിറ്റുവേഷൻ ഏതാണെന്നാണ് ചോദിച്ചത്. യൂസിങ് EOQ മോഡൽ ടു ഡിറ്റർമൈൻ ഇൻവെന്ററി ഓർഡറിംഗ് ഗോൾസ്. അപ്പൊ ഈ EOQ ചെയ്യുമ്പോൾ നമ്മൾ ഒരു ഭാഗത്ത് നിന്ന് ഹോൾഡിംഗ് കോസ്റ്റ് കൂട്ടിയാൽ ഒരു ഭാഗത്ത് നിന്ന് ഓർഡറിംഗ് കോസ്റ്റ് കുറയും, ഓർഡറിംഗ് കോസ്റ്റ് കൂട്ടാൻ ശ്രമിച്ചാൽ ഹോൾഡിംഗ് കോസ്റ്റ് കുറയും. അപ്പൊ ഇത് രണ്ടിന്റെ ഒരു ആവറേജ് അല്ലെങ്കിൽ ബാലൻസ് അല്ലേ. അപ്പൊ ഇവിടെ ഡയറക്റ്റ് ഇമ്പാക്ട് അല്ലെങ്കിൽ ഡയറക്റ്റ് കോൺഫ്ലിക്റ്റ് അല്ല, ഇതിന്റെ ഒരു ആവറേജ് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് EOQ മോഡൽ നോക്കുന്നത്. അപ്പൊ അതല്ല ആൻസർ. ഓഫറിംഗ് ഏർലി സെറ്റിൽമെന്റ് ഡിസ്കൗണ്ട് ടു കസ്റ്റമേഴ്സ് ടു എൻകറേജ് പ്രോപ്റ്റ് പേയ്മെന്റ് ഓഫ് ഡെപ്റ്റ്, അത് കറക്റ്റ് ആവാം. അത് എന്തുകൊണ്ടാന്ന് ചോദിച്ചാല് നമ്മൾ ഡിസ്കൗണ്ട് കൊടുക്കുന്നു. ഡിസ്കൗണ്ട് കൊടുക്കുക എന്ന് വെച്ചാൽ നമുക്ക് കോസ്റ്റാ അല്ലേ. ഇപ്പൊ ഡിസ്കൗണ്ട് കൊടുക്കുന്നതും കൊണ്ട് നമുക്ക് കോസ്റ്റ് വന്നു, നമുക്ക് പ്രോഫിറ്റ് അത്രയും കുറഞ്ഞു. പക്ഷെ പ്രോഫിറ്റ് അത്രയും കുറയുന്ന സമയത്ത് ആൾക്കാർക്ക് ഡിസ്കൗണ്ട് കൊടുത്താൽ അവർ വേഗം പൈസ തരില്ല. നമ്മൾ ആക്സിലറേറ്റ് ചെയ്യാൻ പറ്റൂല നമ്മുടെ ക്യാഷ് ഇൻഫ്ലോ. അപ്പൊ അവരെങ്ങാനും വേഗം പൈസ തന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലിക്വിഡിറ്റി അത്രയും കൂടിയില്ലേ. ഇപ്പൊ പ്രോഫിറ്റബിലിറ്റി സാക്രിഫൈസ് ചെയ്തുകൊണ്ട് ലിക്വിഡിറ്റി അത്രയും കൂടുന്ന ഒരു അപ്രോച്ച് അല്ലേ ഇപ്പൊ നമ്മൾ വായിച്ചേ. അപ്പൊ അത് കറക്റ്റ് ആണ്. താഴത്തെയും കൂടി വായിച്ചു നോക്കാം. ലിമിറ്റിംഗ് ദി ലെവൽ ഓഫ് ക്യാഷ് ബാലൻസ് ഹെൽഡ് ടു ദോസ് റിക്വയർഡ് ടു മീറ്റ് നോർമൽ ബിസിനസ് നീഡ്സ്. ആവശ്യത്തിന് വേണ്ട പൈസ മാത്രം കയ്യിൽ വെച്ചാൽ മതി, കൂടുതലില്ല കുറവില്ല. അപ്പോൾ ലിക്വിഡിറ്റി കൂടിയ പ്രോഫിറ്റബിലിറ്റി കുറേ ഒന്നും സംഭവിച്ചില്ലല്ലോ. ബാലൻസ് അല്ലേ, അവിടെയും ബാലൻസ് അല്ലേ. മില്ലർ ഓർ മോഡലിലും ബാലൻസ് ആണ്. നമ്മുടെ ക്യാഷ് എങ്ങാനും കൂടി ഹയർ എത്തിയ റിട്ടേൺ പോയിന്റിലേക്ക് വലിച്ചിടും, കുറഞ്ഞു ലോവർ എത്തിയാൽ തിരിച്ച് റിട്ടേൺ പോയിന്റ് കൊണ്ടുവരും. അപ്പൊ എപ്പോഴും ഒരു ബാലൻസ് കീപ്പ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നതാണ് മില്ലർ ഓർ മോഡൽ. അപ്പൊ ഇതിന്റെ ആൻസർ വരിക ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി ഓക്കെ ആണോ? ഇതിന്റെ ആൻസർ വരിക ഓപ്ഷൻ ബി ആണോ? യെസ്. വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ഓർ ആർ കറക്റ്റ്? വീണ്ടും തിയറിയായി വെച്ചിരിക്കുന്നത്, പ്രോബ്ലം ആയിട്ട് ബന്ധമൊന്നും ഉണ്ടാവില്ല, ഇതും വേഗം ചെയ്യാം. ഫാക്ടറിംഗ് വിത്ത് റീകോഴ്സ് എന്ന് പറഞ്ഞാൽ ബാഡ് ഡെപ്റ്റിന്റെ റിസ്ക് ആരുടെ തലയിലാണ്? നമ്മൾ കമ്പനിയുടെ തലയിൽ തന്നെ. മീൻസ് ദാറ്റ് യു ഡോണ്ട് ഹാവ് ബാഡ് ഡെപ്റ്റ് ഇൻഷുറൻസ് വിത്ത് ഫാക്ടർ. അത് കറക്റ്റ് ആണ്. കാരണം ബാഡ് ഡെപ്റ്റിന്റെ റിസ്ക് നമ്മുടെ തലയിലേക്ക് തന്നെയല്ലേ വരുന്നത്. അങ്ങനെ നമ്മുടെ തലയിലേക്ക് തന്നെ വന്നിട്ടുണ്ടെങ്കിൽ, ബാഡ് ഡെപ്റ്റിന്റെ റിസ്ക് നമ്മുടെ തലയിലേക്ക് തന്നെ വന്നിട്ടുണ്ടെങ്കിൽ ഒരിക്കലും എന്തല്ല ബാഡ് ഡെപ്റ്റ് ഇൻഷുറൻസ്. അപ്പൊ അത് കറക്റ്റ് ആണ് ആ സ്റ്റേറ്റ്മെന്റ്. ഫാക്ടറിംഗ് വിത്ത് റീകോഴ്സ് മീൻസ് ദാറ്റ് യു ഡോണ്ട് ഹാവ് ബാഡ് ഡെപ്റ്റ്. ആ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ്. അപ്പൊ 1 കറക്റ്റാ. 1. അടുത്ത, ഇൻവോയ്സ് ഡിസ്കൗണ്ടിങ് ക്യാൻ ഇൻക്രീസ് എഫിഷ്യൻസി ഓഫ് ട്രേഡ് റിസീവബിൾ മാനേജ്മെന്റ്. റിസീവബിൾസിന്റെ മാനേജ്മെന്റ് എന്ന് വെച്ചാൽ കറക്റ്റ് ആയിട്ട് കളക്ഷൻ ഒക്കെ നടക്കാൻ വേണ്ടി ഇൻവോയ്സ് ഡിസ്കൗണ്ടിങ് ഹെൽപ്പ് ചെയ്യും, എഫിഷ്യൻസി കൂട്ടുന്ന പറഞ്ഞാൽ ഇല്ല. ഇൻവോയ്സ് ഡിസ്കൗണ്ടിങ് എന്താ? നമ്മുടെ കയ്യിൽ കിട്ടുന്ന ബില്ല് നമുക്ക് പൈസയ്ക്ക് ആവശ്യം വരുമ്പോൾ ഒരു ബാങ്ക് പോലെ ഇൻവോയ്സ് ഡിസ്കൗണ്ട് കയ്യിൽ കൊണ്ടുപോയി കൊടുക്കുന്നു, പൈസ മേടിക്കുന്നു. അല്ലാണ്ട് അയാൾ ഒരിക്കലും കസ്റ്റമർ ആയിട്ട് ഒരു ബന്ധമില്ല. അയാൾക്ക് കസ്റ്റമറും ഇൻവോയ്സ് ഡിസ്കൗണ്ടറും തമ്മിൽ ഒരു ബന്ധമില്ല. കസ്റ്റമർ അറിയുന്നതന്നെ ഉണ്ടാവില്ല നമ്മളിങ്ങനെ ഡീൽ ചെയ്യുന്നു. അതുകൊണ്ട് ഇയാളില്ലെങ്കിൽ ഇൻവോയ്സ് ഡിസ്കൗണ്ടിങ് ചെയ്യുന്നതും കൊണ്ട് കസ്റ്റമറിന്റെ അടുത്തുള്ള കളക്ഷൻ ഭയങ്കര സ്പീഡ് ആക്കാൻ പറ്റും എന്ന് പറയുന്നത് ആക്യുറേറ്റ് അല്ല. എന്ന് പറയുന്നത് ഒരിക്കലും ആക്യുറേറ്റ് ആയിട്ട് വരില്ല. അപ്പൊ 2 തെറ്റാണ്. 1 കറക്റ്റ് ആണ്. അപ്പൊ 1 ഓൺലി ഉണ്ട്, 1 and 3 ഉണ്ട്. 3 കൂടി വായിച്ചു നോക്കാം. കമ്പനി എക്സ്പെക്ടിങ് ടു റിസീവ് ഫോറിൻ കറൻസി. റെസിപ്റ്റ് ഫോറിൻ അക്കൗണ്ട്സ് റിസീവബിൾ വിൽ ബി കൺസേൺഡ് അബൌട്ട് ദ റിസ്ക് ഓഫ് ഫോറിൻ കറൻസി ഡിപ്രിസിയേറ്റിംഗ്. ഇത് എളുപ്പല്ലേ. ഇത് നമ്മൾ എങ്ങനെ ചെയ്യുന്ന പറഞ്ഞ ക്ലാസ്സിൽ ഇങ്ങനത്തെ സാധനം വരുമ്പോ ഇത് തിയറിയാണ്. ഇരുന്ന് ആലോചിച്ചുകൊണ്ട് കറങ്ങിക്കൊണ്ടിരിക്കും. നമ്മളൊരു എമൗണ്ട് എടുക്കുന്നു, നമ്മൾ ഇങ്ങനത്തെ സാധനം വന്നാൽ എളുപ്പപ്പണിയാണെന്ന് പറഞ്ഞു. എല്ലാത്തിന്റെ എക്സാമ്പിൾ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഡോളറാണ് ഫോറിൻ കറൻസി എന്ന് വിചാരിക്കുക, 1000 ആണ് കിട്ടാനുള്ള. റുപ്പിയാണ് നമ്മുടെ ഹോം കറൻസി. റുപ്പി ഇന്ത്യയിലാണ് നമ്മളുള്ളത്. എഴുതിയപ്പോ യൂറോ പോലെ ആയോ? റുപ്പി. എക്സ്ചേഞ്ച് റേറ്റ് ഡോളർ പെർ റുപ്പി. 1.5/1. ഇവിടെ റെസീപ്റ്റ് ആണ്. ക്വസ്റ്റ്യനിൽ റിസീവബിൾ ആണെന്ന് തോന്നുന്നു. റെസീപ്റ്റ് ആണെങ്കിൽ $1000 ഇന്ന് കൺവേർട്ട് ചെയ്തിരുന്നെങ്കിൽ ഡിവൈഡഡ് ബൈ 1.5 ചെയ്ത 667 എന്താ കിട്ടുക? റുപ്പി. 667 റുപ്പി ആയിരിക്കും നമുക്ക് ഇന്നത്തെ റേറ്റ് പ്രകാരം കിട്ടുക. ഇനി അവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? റിസ്ക് ഓഫ് ഫോറിൻ കറൻസി ഡിപ്രീഷിയേറ്റിംഗ്. ഫോറിൻ കറൻസി ഡിപ്രീഷിയേറ്റ് ചെയ്യുക. ഡിപ്രീഷിയേറ്റ് ചെയ്യാന്ന് വെച്ചാൽ വാല്യൂ കുറഞ്ഞു വെച്ചാൽ നമ്പേഴ്സിൽ കൂടി. അപ്പൊ ഈ കാണുന്ന എക്സ്ചേഞ്ച് റേറ്റ് കൂടിയിട്ട് സേ 2/1 ആയി. 1.5 എന്നുള്ളത് കൂടിയിട്ട് 2/1 ആയി. അപ്പോ ന്യൂ സിറ്റുവേഷൻ വഴി എത്രയാ പൈസ കിട്ടുകയെന്ന് ചോദിച്ചാൽ 1000 ഡിവൈഡഡ് ബൈ എത്രയാണ് ചെയ്യുക? 2 ആണ് ചെയ്യുക. 500 റുപ്പീസേ കിട്ടുള്ളൂ. 500 റുപ്പീസേ കിട്ടുള്ളൂ. അപ്പൊ അത് പ്രശ്നമല്ലേ? നമുക്ക് അത്രയും കുറയുന്നത് നമ്മളെ ബാധിക്കുകയല്ലേ ചെയ്യും. നമുക്ക് കിട്ടാനുണ്ടായിരുന്നു റെസീപ്റ്റ് ആണ് 667 കിട്ടേണ്ടതായിരുന്നു. ഇപ്പൊ ഇങ്ങനെ ഇവർ ഈ പറഞ്ഞ ഫോറിൻ കറൻസിന്റെ ചേഞ്ച് വന്നതുകൊണ്ട് 500 കിട്ടുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഇവിടെ പറഞ്ഞിരിക്കുന്നത്
ഈസ് കൺസേൺഡ് അബൌട്ട് ദി റിസ്ക്. അത് കറക്റ്റ്, അവർക്ക് ആ കൺസേൺ വേണം. അപ്പൊ 2 and 3 ആണ് ആൻസർ വരിക. 2 and 3. അപ്പൊ ഒരു സെക്ഷൻ ബിന്റെ തന്നെ 2 തിയറി. ഇവിടെ ഡണ്ടി കമ്പനി എന്നൊക്കെ പറഞ്ഞിട്ട് ഫുൾ കഥയൊക്കെ വന്നിട്ട് നമ്മൾ കഥയൊന്നും വായിച്ചേ ഇല്ല, വായിക്കാണ്ട് തന്നെ നമ്മൾ ആൻസർ കണ്ടുപിടിച്ചു. പ്രീവിയസ് അടിക്കുന്നു. വിച്ച് ഓഫ് ദി ഫോളോയിങ് ആനുവൽ പെർസെന്റേജ് ഓഫ് കോസ്റ്റ് ഔട്ട് ഡിസ്കൗണ്ട് ഗിവൺ ടു കാർലോസ് ആൻഡ് റിസീവിംഗ് 15,000 വിത്തിൻ 30 days. 30 ദിവസം കൊണ്ടാണ് പൈസ കിട്ടുന്നതെങ്കിൽ അപ്പൊ അതിന് ചോദ്യം വായിക്കണം. അപ്പൊ ആദ്യം തൊട്ട് വരുന്നു. ചോദ്യം വായിക്കണം ആദ്യം തൊട്ടിട്ട്. ക്വസ്റ്റ്യൻ നമ്പർ 16 തൊട്ട് 3 പ്രോബ്ലം വായിക്കുന്നുണ്ട്. ആദ്യം തൊട്ട് വായിക്കാം. ആദ്യം ആക്സെപ്റ്റിംഗ് ബൾക്ക് പർച്ചേസ് ഡിസ്കൗണ്ട് ആണ്. അപ്പൊ ഇങ്ങനെ വരുമ്പോൾ വേഗം ഫോർമാറ്റ് പോലെ അങ്ങ് എഴുതി വെച്ചാൽ എളുപ്പമുണ്ടാവും. പർച്ചേസ് ഡിസ്കൗണ്ട് ഒരു ഫോർമാറ്റ് പോലെ ഉണ്ടല്ലോ നമുക്ക്. ഞാൻ വേഗം അടിക്കുന്നു. ഡിമാൻഡ്, പർച്ചേസ് പ്രൈസ്, കോസ്റ്റ് ഓഫ് ഓർഡർ, കോസ്റ്റ് ഓഫ് ഹോൾഡിങ്, അതിന് ശേഷം എന്തായിരുന്നടാ, ഓർഡർ ക്വാണ്ടിറ്റി, നമ്പർ ഓഫ് ഓർഡേഴ്സ്, നമ്പർ ഓഫ് ഓർഡേഴ്സിന് ശേഷം എന്താ, ആവറേജ് ഇൻവെന്ററി. അപ്പോൾ ടോട്ടൽ കോസ്റ്റ്, ടോട്ടൽ പർച്ചേസ് പ്രൈസ്, ടോട്ടൽ ഓർഡറിംഗ് കോസ്റ്റ്, ടോട്ടൽ ഹോൾഡിംഗ് കോസ്റ്റ്. പർച്ചേസ് പ്രൈസ് വന്നില്ലേ? വായിച്ചു നോക്കാം. ഡി കമ്പനി ഹാസ് റിസീവ്ഡ് ആൻ ഓഫർ ഓഫ് എ ഡിസ്കൗണ്ട് ഫോർ ബൾക്ക് പർച്ചേസ് ഫ്രം ടാൻഡി കമ്പനി, one of its major supplier. Tandy company has offered 0.75% on orders of 30,000 units or more. 30,000 യൂണിറ്റിന് മേലെ. അപ്പൊ ഇവിടെ ഞാൻ എന്ത് ചെയ്യാ വെച്ചാൽ ഇവിടെ കറണ്ട് എന്നും ഇവിടെ ഡിസ്കൗണ്ട് എന്നും കൊടുക്കുക. ഡിസ്കൗണ്ട് എന്തായിരുന്നു ഇപ്പൊ പറഞ്ഞേ? 30,000 മേലെ ഓർഡർ ചെയ്ത ഓർഡർ ക്വാണ്ടിറ്റി 30,000 മേലെ ഓർഡർ ചെയ്താൽ നമുക്ക് ഡിസ്കൗണ്ട് തരാമെന്നാണ് പറഞ്ഞത്. കറന്റ് പർച്ചേസ് പ്രൈസ് 20 കറന്റ്ലി അവൻ മേടിക്കുന്നതിന്റെ വില 20 അപ്പോ 0.5% ഡിസ്കൗണ്ടും കഴിഞ്ഞിട്ട് 0.5 ആണോ 75 ആണോ 0.75% ഡിസ്കൗണ്ട് കൊടുക്കാറുണ്ട്. ഓഫേർഡ് 0.75% ഡിസ്കൗണ്ട്. ഓഫേർഡ് 0.75% ഡിസ്കൗണ്ട്. അപ്പൊ ബാക്കി എത്രയായിരിക്കും ഉണ്ടാവുക? ഡിസ്കൗണ്ട് കഴിഞ്ഞാൽ 99.25 99.25% ആയിരിക്കും ബാക്കി ഉണ്ടാവുക. കാരണം 0.75% ഡിസ്കൗണ്ട് കൊടുത്തില്ലേ, അപ്പൊ ബാക്കി 99.75 ഉണ്ടാവും. പിന്നെന്താ വന്നിരിക്കുന്നത്? യൂണിറ്റ്സ് 120, 120, 123. ഇനി എന്താ, പർച്ചേസ് പ്രൈസ് ഉണ്ട്. ബാക്കി എന്തൊക്കെയാ ക്വസ്റ്റ്യനിൽ തന്നെ? പിന്നെ ഇവിടെ പറഞ്ഞു ഈ 120,000 യൂണിറ്റ്സ് ഓർഡർ പ്ലേസ് ചെയ്യുന്ന 10,000 ആണ് അറ്റ് ദ എൻഡ് ഓഫ് ദി ഈച്ച് മന്ത് കറന്റ്ലി. അപ്പൊ കറന്റ്ലി വരുന്ന ഓർഡർ ക്വാണ്ടിറ്റി 10,000. എല്ലാ മാസവും പ്ലേസ് ചെയ്യുന്നതിന് നമ്പർ ഓഫ് ഓർഡേഴ്സ് 12 ആയിരിക്കും. അതിങ്ങനെ കണ്ടുപിടിക്കാം. അതാകുമ്പോൾ ഇങ്ങോട്ട് കോപ്പി പേസ്റ്റ് ചെയ്താൽ മതിയല്ലോ. ആവറേജ് ഇൻവെന്ററി കണ്ടുപിടിച്ചു. ആവറേജ് ഇൻവെന്ററി ഓർഡർ ക്വാണ്ടിറ്റി ബൈ 2. ബഫർ സ്റ്റോക്ക് ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ ചെയ്താൽ മതി. ബഫർ സ്റ്റോക്ക് ഉണ്ടെങ്കിൽ മാറ്റണ്ടേ? ബഫർ സ്റ്റോക്ക് ഉണ്ടെങ്കിൽ മാറ്റണ്ട്. ഇവിടെ ബഫർ സ്റ്റോക്ക് ഇല്ല. ഇനി സിഒയും സി എച്ചും കൂടി കിട്ടിയാൽ മതി. അത് ക്വസ്റ്റ്യനിൽ ഡയറക്ട്ലി ഗിവൺ ആയിരിക്കും. കോമ്പണന്റ് എക്സിന്റെ ഹോൾഡിംഗ് കോസ്റ്റ് 1.2, ഓർഡറിംഗ് കോസ്റ്റ് 125. 1.2 ഇവിടെ 1.2 ഇവിടെ 150. 25 ആണെന്ന് തോന്നല്ലേ? 125 ഇവിടെയും 125. ഇനി ടോട്ടൽ പർച്ചേസ് കണ്ടുപിടിക്കുക എളുപ്പമല്ലേ? ഡിമാൻഡ് ഇൻറ്റു പർച്ചേസ് പ്രൈസ്. ഒരു സൈഡിൽ ചെയ്യുന്നു, കോപ്പി പേസ്റ്റ് ആണേ. അതേപോലെ ഹോൾഡിംഗ് കോസ്റ്റ് ചെയ്യുമ്പോൾ ആവറേജ് ഇൻവെന്ററി ഇൻറ്റു കോസ്റ്റ് ഓഫ് ഹോൾഡിംഗ്. ഓർഡറിംഗ് കോസ്റ്റ് ചെയ്യുമ്പോൾ നമ്പർ ഓഫ് ഓർഡേഴ്സ് ഇൻറ്റു ഓർഡറിംഗ് കോസ്റ്റിലെ കോസ്റ്റ് പെർ ഓർഡർ. ഇതിന്റെ ടോട്ടൽ എടുക്കുന്നു. ടോട്ടലായി ഇത് മൊത്തം കോപ്പി എടുക്കുന്നു, പേസ്റ്റ് ചെയ്യുന്നു. ഇതിന്റെ ഡിഫറൻസ് ആദ്യമായിരുന്നെങ്കിൽ 24,007,500 കോസ്റ്റ് വന്നേനെ. ഇപ്പൊ ആയതുകൊണ്ട് 24,00500 കോസ്റ്റ് വന്നോളൂ. എന്ന് വെച്ചാൽ 7,000 രൂപ നമ്മൾ ബെനിഫിറ്റ് ചെയ്തു. ഇങ്ങനെ ലോൺ എടുത്തേ കൊണ്ട് 7,000 രൂപ നമ്മൾ ബെനിഫിറ്റ് ചെയ്യാണ് ചെയ്തത്. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ? ബെനിഫിറ്റ് 7,000. ഓപ്ഷൻ എ ആണ്. ഓപ്ഷൻ എ ബെനിഫിറ്റ് 7,000. ഓക്കെ ആണോ പറഞ്ഞേ? ഓക്കെ ആണോ ചോദിച്ചാള്, അല്ലെങ്കിൽ ഉള്ള ആള് ഓക്കെ ആണോ? യെസ്. 10 ദിവസം എന്നെ ഞാൻ നീക്കി കൊണ്ടേ താഴെട്ടു അല്ലേ?
രണ്ട് പ്രാവശ്യം നെക്സ്റ്റ് ടൈപ്പ് ആയോ പോയി. വാട്ട് ഇസ് ദ ഫിനാൻഷ്യൽ കോൺസിക്വൻസ് ഓഫ് ആക്സെപ്റ്റിംഗ് ഏർലി സെറ്റിൽമെന്റ് ഡിസ്കൗണ്ട്? വീണ്ടും ആക്സെപ്റ്റ് ചെയ്യുന്ന ഡിസ്കൗണ്ട് ആക്സെപ്റ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ ആരാ? റിസീവബിൾസ് ആണോ പേയബിൾസ് ആണോ? റിസീവബിൾസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഡിസ്കൗണ്ട് കൊടുക്കുകയല്ലേ ചെയ്യാം. നമ്മൾ ഡിസ്കൗണ്ട് ആക്സെപ്റ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ ഇവിടെ പറയുന്നത് പേയബിൾസ് ആണ്. അത് ശ്രദ്ധിക്കണം ആദ്യം. അടുത്ത നിങ്ങൾ മിസ്സാവാനുള്ള ചാൻസ് ഉള്ള സാധനം അതാണ്. 17ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താ ചോദിച്ചിരിക്കുന്നത്? 17ാമത്തെ ക്വസ്റ്റ്യനിൽ പേയബിൾസിനെ ബേസ് ചെയ്തിട്ടാണ്. പേയബിൾസ് അപ്പൊ അതിന് സേവിങ്സ്, കോസ്റ്റ് ഇതൊക്കെ വേണമെങ്കിൽ എഴുതിയാൽ മതി കേട്ടോ. പക്ഷെ നമ്മളെ സെക്ഷൻ സി ചെയ്യുന്ന ഫോർമാറ്റ് ഇതായത് അങ്ങനെ തന്നെ പറയാം. ന്യൂ സിറ്റുവേഷൻ, ഓൾഡ് സിറ്റുവേഷൻ. രണ്ട് ന്യൂ ക്രെഡിറ്റ് പർച്ചേസ് വേണം. പിന്നെന്താ വേണ്ടത്? ക്രെഡിറ്റ് പർച്ചേസ് അല്ലാണ്ട് എന്താ വേണ്ടത്? പേയബിൾസ് വേണം. ഇനി താഴത്തെ പാരഗ്രാഫിലേക്ക്, ആദ്യത്തെ ആൻസർ നമ്മൾ കംപ്ലീറ്റ് ചെയ്തില്ലേ? താഴത്തെ ആയിരിക്കും. Salvo company, major supplier of component to Dundee company, has offered 1% early settlement discount for payment within 20 days. കറന്റ്ലി നമ്മൾ എടുക്കുന്ന 60 ദിവസം. 60 ദിവസം കൊണ്ടാണ് കറന്റ്ലി കൊടുത്തോണ്ടിരിക്കുന്നത്. ഇപ്പോൾ 20 ദിവസത്തിൽ കൊടുക്കുകയാണെങ്കിൽ, 20 ദിവസത്തിൽ എങ്ങാനും പൈസ തിരിച്ചു കൊടുക്കുകയാണെങ്കിൽ ഡിസ്കൗണ്ട് തരാൻ പറഞ്ഞു. കറന്റ്ലി വരുന്ന എമൗണ്ട്, പേയബിൾസിന്റെ എമൗണ്ട് എന്ന് പറഞ്ഞാൽ 3.3 മില്യൺ ആണ്. 3.3 മില്യൺ. 331223. ഇനി ക്രെഡിറ്റ് പർച്ചേസ് തന്നിട്ടില്ല. ക്വസ്റ്റ്യനിൽ അത്രേ തന്നിട്ടുള്ളൂ. ബാക്കി എന്തോ ഗുഡ്സ് സെയിൽ ചെയ്യുന്ന കഥയൊക്കെയാണ്. അപ്പൊ അത്രേ തന്നിട്ടുള്ളൂ. അപ്പൊ ഇതിൽ നിന്ന് എന്ത് കണ്ടുപിടിക്കാൻ ചോദിച്ചാൽ ക്വസ്റ്റ്യനിൽ 360 ഡേയ്സ് ആണ് പറഞ്ഞിട്ടുണ്ട്. 360 ഡേയ്സിന്റെ ഇയർ എന്ന് പറഞ്ഞിട്ടുണ്ട്. റിവേഴ്സ് കാൽക്കുലേഷൻ ചെയ്താൽ അമാക്സ് കമ്പനി എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. അമാക്സ് കമ്പനി അതേപോലെ തന്നെ ചോദിച്ചിരിക്കുന്നത്. നമ്മള് പേയബിൾസിന്റെ ഡേയ്സ് ഈക്വൽ ടു പേയബിൾസിന്റെ എമൗണ്ട് ഡിവൈഡഡ് ബൈ ക്രെഡിറ്റ് പർച്ചേസ് ഇൻറ്റു 360 ആണ് ചെയ്യേണ്ടത്. ഈ ക്രെഡിറ്റ് പർച്ചേസ് അറിയാത്ത അപ്പൊ ഇത് ഇങ്ങോട്ട് പോവും, ഇത് ഇങ്ങോട്ട് വരും. അപ്പൊ ആൻസർ പേയബിൾസിന്റെ എമൗണ്ട് ഡിവൈഡഡ് ബൈ പേയബിൾസിന്റെ ഡേയ്സ് ഇൻറ്റു 360. ഇതാണ് ചെയ്യേണ്ടത്. ക്രെഡിറ്റ് പർച്ചേസ് കിട്ടാൻ വേണ്ടി പേയബിൾസിന്റെ എമൗണ്ട് ഡിവൈഡഡ് ബൈ പേയബിൾസിന്റെ ഡേയ്സ് എത്ര? 120 ആണ്. ക്വസ്റ്റ്യനിൽ തന്നെ കറന്റ്ലി എത്ര ദിവസം എടുക്കുന്നത്? 120 ദിവസം. തെറ്റിപ്പോയോ? പേയബിൾസിന്റെ എമൗണ്ട് ഡിവൈഡ് ബൈ 120. പേയബിൾസിന്റെ എമൗണ്ട് പറഞ്ഞാൽ ഇൻറ്റു 120 ചെയ്തിട്ടായിരിക്കില്ലേ ക്രെഡിറ്റ് പർച്ചേസ് ഇവിടെയല്ലേ വരണ്ടേ? പേയബിൾസിന്റെ എമൗണ്ട് ഞാൻ എടുത്തത് തെറ്റിയോ? 3.3 മില്യൺ. 60 അടാ. 120 ഇവിടെ താഴത്തെ എടുത്തത് തെറ്റാ. 60 ഡേയ്സ് ഉണ്ടായിരുന്നത് 20 ഡേയ്സ് ആവുകയാണ്. ഞാൻ എടുത്ത ഫിഗർ മാറിപ്പോയിട്ടുണ്ട്. വീണ്ടും പറയുന്നു, നമുക്ക് പേയബിൾസ് എടുക്കണ്ടേ അല്ലെ ക്രെഡിറ്റ് പർച്ചേസ് കിട്ടണ്ടേ? പേയബിൾസ് തന്നിട്ടുണ്ട്. ഇവിടെ ഇക്വേഷൻ നോക്കുക. പേയബിൾസ് തന്നിട്ടുണ്ട്. ഡിവൈഡ് ബൈ ക്രെഡിറ്റ് പർച്ചേസ് ഇൻറ്റു 360 ആണ് ചെയ്യേണ്ടത്. അപ്പൊ ഇവിടെ ഡേയ്സ് എന്ന് പറയുന്നത് തെറ്റാണ്. ഡേയ്സ് എന്ന് പറയുന്നത് ഇത് ഡിവൈഡഡ് ബൈ 60 ആണ് ചെയ്യേണ്ടത്. 60 ദിവസമുള്ള ഇൻറ്റു 360. അമാക്സ് കമ്പനിയിൽ നമ്മൾ എന്താണോ ചെയ്തത് അത് തന്നെയാണ്. 19.8 എന്ന് വരും. 3 മില്യൺ. അത് തന്നെയായിരിക്കും പുതിയ സിറ്റുവേഷനിലും. പുതിയ പേയബിൾസിന്റെ പീരീഡ് അവർ പറഞ്ഞ 20 ദിവസം കൊണ്ട് പൈസ തരികയാണെങ്കിൽ 1% ഡിസ്കൗണ്ട് തരാന്നാണ്. അപ്പൊ 20 ദിവസം കൊണ്ടാണെങ്കിൽ എത്ര വരും എന്നറിയാൻ ഇത് ഇൻറ്റു 20 ഡിവൈഡ് ബൈ 360 ചെയ്താൽ മതി. എമൗണ്ട് വന്നിട്ട് ഡേയ്സ് കണ്ടുപിടിക്കാൻ, ഡേയ്സ് വന്നിട്ട് എമൗണ്ട് കണ്ടുപിടിക്കാൻ, ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടില്ല. അപ്പൊ ഇത്രയാ വരുന്നത്. അപ്പൊ ഇവിടെ റിഡക്ഷൻ ഇൻ പേയബിൾസ് സംഭവിച്ചിട്ടുണ്ടാവും. റിഡക്ഷൻ ഇൻ പേയബിൾസ് എന്ന് പറയുമ്പോൾ ഇവിടെ കുറഞ്ഞു വന്നത് 220 ആണ് ഈ എമൗണ്ട്. ഇത്രയും പേയബിൾസ് കുറയണമെങ്കിൽ, പേയബിൾസ് വെച്ചാൽ നമ്മൾ കൊടുക്കാനുള്ള പൈസയാണ്. ഇത്രയും പേയബിൾസ് കുറയണമെങ്കിൽ അത്രയും പൈസ നമ്മൾ എവിടെന്നെങ്കിലും ലോൺ എടുത്തിട്ടുണ്ടാവും. അപ്പൊ ശരിക്കും ആ റിഡക്ഷൻ ഇൻ പേയബിൾസ് കാരണം നമുക്ക് അത്രയും കോസ്റ്റ് ആണ് വരിക. ഫിനാൻസ് കോസ്റ്റ് എത്രയാണ് വന്നതെന്ന് ചോദിച്ചാൽ ഇതിന്റെ മേലെ ഇൻട്രസ്റ്റിന്റെ പെർസെന്റേജ്. ഈ ക്വസ്റ്റ്യനിൽ ഇൻട്രസ്റ്റിന്റെ പെർസെന്റേജ് ഓവർ ഡ്രാഫ്റ്റ് എടുത്തിരിക്കുന്നത് 5%, 0.05. ഇനി സേവിങ്സ് ആയിട്ട് വരിക ഡിസ്കൗണ്ട് ആണ്. കാരണം നമുക്ക് ഡിസ്കൗണ്ട് കിട്ടില്ലേ. ഇത് എത്ര കിട്ടിയ വെച്ചാൽ 1%. ക്രെഡിറ്റ് പർച്ചേസിന്റെ 1% തരാമെന്നാണ് അയാൾ പറഞ്ഞത്. പർച്ചേസിന്റെ 1% ഇൻറ്റു 0.01. ഇപ്പൊ നെറ്റ് എടുത്ത് നോക്കിയാൽ സേവിങ്സ് ആയിരിക്കും കൂടുതൽ. നെറ്റ് എടുത്ത് നോക്കിയാൽ സേവിങ്സ് ആയിരിക്കും. 198 മൈനസ് 110 എന്ന് പറഞ്ഞാൽ 88 ബെനിഫിറ്റ് ആണ്. 88,000 ബെനിഫിറ്റ് 88,000 ബെനിഫിറ്റ്.
ഓപ്ഷൻ ഡി. അത് കംപ്ലീറ്റ് ആയി. ഓക്കെ ആണോ? പറഞ്ഞേ യെസ് ഓർ നോ പറഞ്ഞേ. ചെയ്ത് പേയബിൾസ് ആണ്. പേയബിൾസ് നെസൂദ് കമ്പനി എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്, പഴയ ഗെറ്റിലുള്ള ക്വസ്റ്റ്യൻ. അപ്പൊ അതേപോലെ അമാക്സ് കമ്പനിയും ചെയ്തിട്ടുണ്ട്. അത് രണ്ടിനെയും ബേസ് ചെയ്തിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. ഇനി അടുത്ത, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ആനുവൽ പെർസെന്റേജ് ഓഫ് കോസ്റ്റ് ഓഫ് ഡിസ്കൗണ്ടിങ് ആൻഡ് റിസീവിംഗ് 15,000 പെർ ഡേയ്സ്. ഇപ്പൊ ഇവിടെ ഏതാ ചോദിച്ചിരിക്കുന്നത് വെച്ചാൽ ആനുവൽ കോസ്റ്റ് ഓഫ് ഡിസ്കൗണ്ടിങ്, എഫക്റ്റീവ് ആനുവലൈസ്ഡ് കോസ്റ്റ് ഓഫ് ഡിസ്കൗണ്ടിങ് ഇല്ലേ, 1 പ്ലസ് ഡിസ്കൗണ്ട് ഡിവൈഡഡ് ബൈ എമൗണ്ട് ലെഫ്റ്റ് ടു പേ, അതാണ് ചോദിച്ചിരിക്കുന്നത്. ക്വസ്റ്റ്യൻ ഇവിടെ എഴുതാം. 1 പ്ലസ് ഡിസ്കൗണ്ടിന്റെ പെർസെന്റേജ് അറിയണമെങ്കിൽ 1 പ്ലസ് ഡിസ്കൗണ്ട് ഡിവൈഡഡ് ബൈ എമൗണ്ട് ലെഫ്റ്റ് ടു പേ. എമൗണ്ട് ലെഫ്റ്റ് ടു പേ ആണ് റേസ് ടു n. n എങ്ങനെയാ കിട്ടുക എന്ന് ചോദിച്ചാൽ n ഈക്വൽ ടു 360, ഇവിടുത്തെ കേസിൽ 360 ഡിവൈഡ് ബൈ പീരീഡ് സേവ്ഡ് ആണ്, ഹോൾ മൈനസ് 1. എന്താ ചെയ്യണ്ടേ? പിന്നെ ഇത് വേഗം ഒരു എക്സെല് ചെയ്യാം. ഡിസ്കൗണ്ട് എന്ന് പറയുന്നത് ഇല്ല, ഇവിടെ എഴുതിയിട്ട് എക്സെല് ചെയ്യാം. 1 പ്ലസ് ഡിസ്കൗണ്ട് കൊടുക്കുന്നതിനെ പറ്റിയിട്ട് എന്താ ഇവിടെ പറഞ്ഞിട്ടുള്ളത്? 15,000 ഗുഡ്സ് ആ മേടിക്കുന്ന ട്രേഡ് സ്റ്റേറ്റ് ദാറ്റ് പേയ്മെന്റ് മസ്റ്റ് ബി റിസീവ്ഡ് വിത്തിൻ 120 ഡേയ്സ്. ഒരു 120 ദിവസം കൊണ്ട് കിട്ടണമായിരുന്നു. ഹവർ 2% ഡിസ്കൗണ്ട് കൊടുക്കാം 30 ദിവസം കൊണ്ട് തരുന്നവർക്ക്. അങ്ങനെയാണെങ്കിൽ ഡിസ്കൗണ്ട് എന്ന് പറയുന്നത് 2%. അതിനെ 2 എന്ന് എടുത്തു. ഇപ്പൊ എമൗണ്ട് ലെഫ്റ്റ് പേ 98. വേണമെങ്കിൽ ഇത് എമൗണ്ട് വെച്ചും ചെയ്യാട്ടോ. വേണമെങ്കിൽ ഇതേ സാധനം എമൗണ്ട് വെച്ചിട്ടും ചെയ്യാം. കാരണം നമുക്ക് 15,000 ആണ് ഇവിടെ വരുന്നത്. 15,000ന് 2% ഡിസ്കൗണ്ട് കിട്ടിയെന്ന് വെച്ചാൽ 15,000 × 2% ചെയ്യാം. അപ്പൊ ബാക്കി എത്ര ഉണ്ടാവുക എന്ന് ചോദിച്ചാൽ 15,000ന്റെ 98%. അപ്പൊ രണ്ടെടുത്താലും കണക്കാണ്. ഇവിടെ 2/98 എന്ന് മാത്രം എടുക്കുന്നു. റേസ് ടു എത്ര പീരീഡാന്ന് ചോദിച്ചാൽ, എത്ര പീരീഡാ സേവ് ചെയ്തതെന്ന് ചോദിച്ചാൽ 120 ഉണ്ടായിരുന്നത് ഇനി എത്ര തന്നാൽ മതി എന്ന് പറഞ്ഞേ, 30 ദിവസം കൊണ്ടാണെങ്കിലും ഡിസ്കൗണ്ട് ഉള്ളൂ എന്ന് പറഞ്ഞാൽ അപ്പൊ 90 ദിവസമായിരിക്കും സേവ് ചെയ്ത്. ഇവിടെ 360 ഡിവൈഡഡ് ബൈ 90 എന്നാണ് വരിക, ഹോൾ മൈനസ് വൺ. മേലെയല്ല, ഫുൾ ആൻസർ -1 ആണ് ചെയ്യേണ്ടത്. ഫുൾ ആൻസർ -1. ചെയ്തു നോക്കുക. കിട്ടാത്തവര് മനസ്സിലാവാത്തവരൊക്കെ ചെയ്തു നോക്കുക. ഞാനിവിടെ എക്സൽ ഷീറ്റിൽ ചെയ്ത് കാണിക്കാം. ഇല്ല, നമ്മളെ സൈറ്റിലെ കാൽക്കുലേറ്ററിൽ ചെയ്ത് നോക്കണോ? ഇതിൽ കിട്ടുമോ ഇല്ലയോ എന്ന് അറിയാലോ അല്ലേ? അതിൽ ചെയ്ത് നോക്കാം. ബ്രാക്കറ്റ് 1 പ്ലസ് അടുത്ത ബ്രാക്കറ്റ് 2 ഡിവൈഡഡ് ബൈ 98. ആ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്ത് രണ്ടാമത്തെ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്ത്. അപ്പോൾ 1 പ്ലസ് ഡിസ്കൗണ്ട് ഡിവൈഡ് ബൈ എമൗണ്ട് ലെഫ്റ്റ് പേ ആയി. റേസ് ടു 360 ഡിവൈഡഡ് ബൈ 90. ആ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്ത് ഒരു ആൻസർ കിട്ടി, ഹോൾ -1. 0.0841 എന്ന് വെച്ചാൽ 8.41% ആയിരിക്കും. സയന്റിഫിക് കാൽക്കുലേറ്ററിൽ എങ്ങനെയാ ചെയ്യുന്നതെന്ന് ചെയ്ത് കാണിച്ചേ. 8.41% ആൻസർ കിട്ടി. അപ്പൊ ഈ ക്വസ്റ്റ്യൻ ഫുള്ളി കംപ്ലീറ്റ് ആയേ. ഈ ക്വസ്റ്റ്യൻ ഫുള്ളി ഡണ്ടി കമ്പനി എന്ന് പറയുന്ന സെക്ഷൻ ബിയിലെ ഒരു ക്വസ്റ്റ്യൻ മൊത്തം കംപ്ലീറ്റ് ആയി. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോട്ടെ. യെസ്, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. ഇത് ബിസിനസ് വാല്യുവേഷൻ ആണ്. മിക്കവാറും ഞാൻ എപ്പോഴും പറയലുണ്ട്, എക്സാമിന് 90% ഓഫ് ദി ചാൻസ്, സെക്ഷൻ ബിയിലെ 90% ഓഫ് ദി ചാൻസ് ഒരു റിസ്ക് മാനേജ്മെന്റ് ഒരു ബിസിനസ് വാല്യുവേഷനും ചോദിക്കുകയാണ്. അപ്പൊ ഒരു ബിസിനസ് വാല്യുവേഷൻ ചോദിച്ചു. ഇവിടെ തിയറിയിലേക്ക് പോവാം. നമുക്ക് ആദ്യം തിയറിയിലേക്ക് ചെയ്യാൻ എളുപ്പം, ഇല്ലെങ്കിൽ ചെയ്യുന്ന നല്ലത് എളുപ്പം തിയറി ചെയ്യുന്നതല്ല. അപ്പൊ 25 ക്വസ്റ്റ്യൻ നമ്പർ 25 എന്താ കൊടുത്തിരിക്കുന്നത്? വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ കറക്റ്റ്. ഇതേ ക്വസ്റ്റ്യൻ കിറ്റിലുണ്ടല്ലോ, സെയിം ക്വസ്റ്റ്യൻ ആണ് ചോദിക്കുക. അപ്പൊ ചില സാധനങ്ങൾ റിപ്പീറ്റഡ് ആണ്, ഡിറ്റോ ക്വസ്റ്റ്യൻസാ. അപ്പൊ എല്ലാ ക്വസ്റ്റ്യനും പ്രാക്ടീസ് ചെയ്ത് പോയാൽ 1-2 സെയിം ക്വസ്റ്റ്യൻ തന്നെ ചോദിക്കാം. ഇക്വിറ്റി ഫിനാൻസ് റിസർവ്സ് റെപ്രസെന്റ് ക്യാഷ് വിച്ച് ഈസ് അവൈലബിൾ ടു എ കമ്പനി ടു ഇൻവെസ്റ്റ്. റിസർവ്സിൽ ക്യാഷ് ഉണ്ടാവും എന്ന് പറഞ്ഞ കമ്പനിക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നത്, അങ്ങനെ ഉണ്ടാവണം എന്നൊരു നിർബന്ധമില്ല. അപ്പൊ 1 അല്ല, 1 തെറ്റാണ്. അപ്പൊ ഇത് വെട്ടി. 1 തെറ്റാണ്, ഇത് വെട്ടി. ഏർണിംഗ്സ് പെർ ഷെയർ ഈസ് നോട്ട് സ്യൂട്ടബിൾ, അൺസ്യൂട്ടബിൾ എന്ന് വെച്ചാൽ നോട്ട് സ്യൂട്ടബിൾ ഓഫ് അസസിങ് എ ഫിനാൻഷ്യൽ പെർഫോമൻസ് അഗൈൻസ്റ്റ് കോൺസാലോസ് കോമ്പറ്റീറ്റേഴ്സ്. എതിരാളികളായിട്ട് നോക്കുമ്പോൾ അവരായിട്ട് നമ്മളെ കമ്പയർ ചെയ്യാൻ വേണ്ടി EPS ഉപയോഗിക്കരുത് എന്നാണ് പറയുന്നത്. നോട്ട് സ്യൂട്ടബിൾ എന്ന് പറയുന്നത് കറക്റ്റാണ്. അവരുടെക്കാട്ട് നമ്മുടെ നമ്പർ ഓഫ് ഷെയർ കൂടുതലുണ്ടെങ്കിൽ നമ്മുടെ EPS കുറഞ്ഞു പോകും. നമ്മൾ ഉണ്ടാക്കുന്ന ഏർണിങ്സ് ചിലപ്പോൾ ഭയങ്കര കൂടുതലായിരിക്കും അവരെക്കാട്ടും, പക്ഷെ നമുക്ക് നമ്പർ ഓഫ് ഷെയർ കുറയുന്ന കാരണം നമ്പർ ഓഫ് ഷെയർ കൂടുന്ന കാരണം നമ്മുടെ ആ ചേഞ്ച് വരാം. അപ്പൊ അതുകൊണ്ട് 2 അവർ പറയുന്നത് കറക്റ്റ് ആണ്. അൺസ്യൂട്ടബിൾ എന്നാ പറഞ്ഞത്, അതുകൊണ്ട് 2 കറക്റ്റ് ആണ്.
ഈ 3 കറക്റ്റ് ആണോ നോക്കാം. സ്ക്രിപ്റ്റ് ഡിവിഡൻഡ്, ഇതൊക്കെ BPP-യിലുള്ള സെയിം ക്വസ്റ്റ്യൻ ആണ്. അതാണ് BPP-യിൽ നമ്മൾ റിവിഷൻ ചെയ്ത ക്വസ്റ്റ്യൻ ആണിത്. സ്ക്രിപ്റ്റ് ഡിവിഡൻഡ് ഡിക്രീസ് ദ ലിക്വിഡിറ്റി ഓഫ് ഷെയർസ് ബൈ റീറ്റെയിനിങ് ക്യാഷ് ഇൻ കമ്പനി. സ്ക്രിപ്റ്റ് ഡിവിഡൻഡ്, സ്ക്രിപ്റ്റ് ഇഷ്യൂ എന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ? സ്ക്രിപ്റ്റ് ഇഷ്യൂ ഡിക്രീസ് ദ ലിക്വിഡിറ്റി ഓഫ് ഷെയർസ്. ക്യാഷ് റീറ്റെയിൻ ചെയ്തു എന്ന് പറഞ്ഞാൽ അത്രയും ക്യാഷ് കൂടുതലല്ലേ ചെയ്ത്. അപ്പൊ എങ്ങനെ ലിക്വിഡിറ്റി കുറയുക? ലിക്വിഡിറ്റി കുറയല്ല, കമ്പനീന്റെ ലിക്വിഡിറ്റി കൂടുകയാണ് ചെയ്യുന്നത് സ്ക്രിപ്റ്റ് ഡിവിഡൻഡ് ഇഷ്യൂ ചെയ്യുന്നതിനെ കൊണ്ട്. അപ്പൊ അതുകൊണ്ട് 3 തെറ്റാണ്, 3യും തെറ്റാണ്. 2 ഓൺലി ആണ് കറക്റ്റ്, 2 ഓൺലി ആണ് കറക്റ്റ്, 2 ഓൺലി. പ്രീവിയസ് അടിക്കുന്നു, പ്രീവിയസ് ബാക്കിലായിരിക്കുമല്ലോ അടുത്ത തിയറി ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് അബൌട്ട് നോയ്സ് ട്രേഡേഴ്സ് ഇസ് കറക്റ്റ്? നോയ്സ് ട്രേഡർ, ബിഹേവിയറൽ ഫിനാൻസ് നിർബന്ധമായിട്ടും വായിച്ചു നോക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓരോന്നിന്റെ ടേംസ് ആയിട്ട് ബിഹേവിയറൽ ഫിനാൻസ് ഇപ്പൊ മിക്കപ്പോഴും ചോദിച്ചു കാണാറുണ്ട് എന്ന് ഞാൻ പറഞ്ഞു. ഇതാ ചോദിച്ചിട്ടുണ്ട് പ്രീ മോക്കിൽ. അപ്പൊ ബിഹേവിയറൽ ഫിനാൻസിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗമാണ്. അതർ തിയറി, ബിഹേവിയറൽ ഫിനാൻസ്, ഈ സാധനങ്ങളൊക്കെ നിർബന്ധമായിട്ടും വായിക്കണം എന്ന് പറഞ്ഞാണ്. വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് അബൌട്ട് നോയ്സ് ട്രേഡേഴ്സ് ആർ കറക്റ്റ്? They generally underreact to good and bad news. അല്ല, നോയ്സ് ട്രേഡേഴ്സ് നിങ്ങൾ എടുത്ത് വായിച്ചു നോക്കിയാൽ കാണാം. അതിൽ പറയുന്നത് ഓവർ റിയാക്ട് ചെയ്യും. എന്ത് ന്യൂസ് വന്നാലും അവർ ഭയങ്കര ഓവർ റിയാക്ട് ചെയ്യുന്ന പറയുന്നത്. അപ്പൊ ആദ്യത്തെ തെറ്റാണ്. രണ്ടാമത്, ദേ മേക്ക് റാഷണൽ ഡിസിഷൻ ബേസ്ഡ് ഓൺ ഫണ്ടമെന്റൽ ഡാറ്റ. അതുമല്ല, ഈ ബിഹേവിയറൽ ഫിനാൻസിൽ എല്ലാവരും ഇറാഷണൽ ഡിസിഷൻ മേക്കിംഗ് ആണെന്ന് പറയാം. അപ്പൊ ഇവിടെ നോയ്സ് ട്രേഡേഴ്സ് ഇറാഷണൽ ഡിസിഷൻ മേക്കിംഗ് ആണ്. അതിൽ തന്നെ ഒരു ബ്രാക്കറ്റിൽ നിങ്ങൾ എടുത്ത് വായിച്ചു നോക്കിയാൽ കാണാം. അതിൽ തന്നെ ഒരു ബ്രാക്കറ്റിൽ അവർ ഫണ്ടമെന്റൽ ഡാറ്റ യൂസ് ചെയ്യുന്നില്ല. ഫണ്ടമെന്റൽ ഡാറ്റ യൂസ് ചെയ്താൽ അവർക്ക് റാഷണൽ ഡിസിഷൻ എടുക്കായിരുന്നു. അവർ ആ ഫണ്ടമെന്റൽ ഡാറ്റ യൂസ് ചെയ്യാത്തതുകൊണ്ട് അവർ ഇറാഷണൽ ഡിസിഷൻ ആണ് എടുക്കുന്നത് എന്ന് അവർ എടുത്ത് പറഞ്ഞിട്ടുണ്ട് നോയ്സ് ട്രേഡേഴ്സിൽ. അപ്പൊ 2 സ്റ്റേറ്റ്മെന്റും തെറ്റാണ്. ഇപ്പൊ നെയ്തർ 1 or 2 ആണ് കറക്റ്റ് ആൻസർ. നെയ്തർ 1 or 2. വീണ്ടും 2 തിയറി, 5 എണ്ണത്തിൽ 2 തിയറി ഞാൻ ചെയ്തു. സിനാരിയോ വായിച്ചിട്ടില്ല. ഗോൺസോള കമ്പനി എന്ന് പറയുന്ന ക്വസ്റ്റ്യനെ വായിച്ചിട്ടില്ല. 2 തിയറി ഞാൻ അറ്റൻഡ് ചെയ്തു. അടുത്ത, വാട്ട് ഇസ് ദ മാർക്കറ്റ് വാല്യൂ ഓഫ് ലോൺ? അപ്പൊ ഇനി എന്താ വെച്ചാൽ ഇനി പ്രോബ്ലം ആയി. അപ്പൊ ആദ്യം തൊട്ട് തുടങ്ങാം. പ്രോബ്ലം ആകുമ്പോൾ നമ്മൾ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ തൊട്ട് ചെയ്യാം. PE റേഷ്യോ മെത്തേഡ് ഉപയോഗിച്ച് ബിസിനസിന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ. PE റേഷ്യോ മെത്തേഡ് എന്തൊക്കെയാ? PE റേഷ്യോ മെത്തേഡിന് വേണ്ടേ നോക്കാം. PE റേഷ്യോ വേണം. ബിസിനസ് വാല്യൂ ചെയ്യണമെങ്കിൽ ആദ്യം PE റേഷ്യോ വേണം. നമ്മുടെ കമ്പനീന്റെ ഏർണിങ്സും വേണം. അപ്പൊ ബിസിനസിന്റെ വാല്യൂ കിട്ടും. PE റേഷ്യോ എത്രയും തന്നിട്ടുണ്ടാവുമല്ലോ. ലിസ്റ്റഡ് കമ്പനിയാണ്, KE 12% ആണ്, അച്ചീവ് ഡിവിഡൻഡ് ഗ്രോത്ത് 5%. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ ഡിവിഡൻഡ് വാല്യൂഷൻ മോഡൽ ആയിരിക്കും ഉറപ്പ്. എല്ലാ ഡീറ്റെയിലും തന്നിട്ടുണ്ട്. ഗോൺസാലോ ഓപ്പറേറ്റ്സ് ഇൻ ആൻ ഇൻഡസ്ട്രി വിത്ത് ആവറേജ് PE റേഷ്യോ 12.5. നമ്മുടെ ഇൻഡസ്ട്രി ആവറേജ് ആണ് PE റേഷ്യോ എപ്പോഴും എടുക്കുക, 12.5. അതിൽ തന്നെ ഓർഡിനറി ഷെയർസിന്റെ നമ്പർ ഓഫ് ഷെയർസിന്റെ വാല്യൂ ഒക്കെ തന്നിട്ടുണ്ട്. ഇവിടെ എങ്ങനെയാ വേണ്ടത്? ടോട്ടലാ വേണ്ടത്. ടോട്ടൽ. ഇപ്പൊ നമ്പർ ഓഫ് ഷെയർ ഒന്നും ആക്കണ്ട, ഇവിടെ ടോട്ടലാ വേണ്ടത്. ഫൈനൽ ആൻസർ ടോട്ടലാണ്. ഏർണിങ്സ്, ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ്, ഇൻട്രസ്റ്റ്, PBT, ടാക്സ്, PAT. പ്രിഫറൻസ് ഷെയർസ് എന്തെങ്കിലും ഉണ്ടോ ഇവിടെ? ഇക്വിറ്റീസ് ആൻഡ് ലയബിലിറ്റിയിൽ പ്രിഫറൻസ് ഷെയർ ഇല്ല. അപ്പൊ ഈ 264 തന്നെയാണ് എടുക്കേണ്ടത്. 264 ആയിരിക്കും ഏർണിങ്സ്. 264 കിട്ടി. ബിസിനസിന്റെ വാല്യൂ എന്ന് പറയുന്നത് 12.5 × 264 3,300 ആണ്. 3,300 മില്യൺ. അത് കിട്ടി. 3,300 മില്യൺ. അതാണ് ആൻസർ വരുന്നത്. നെക്സ്റ്റ്, എളുപ്പമാണ്. ഓക്കെ അല്ലേ? പറയുന്നത് ഓക്കെ അല്ലേ? യെസ് ഓർ നോ? യെസ്. വാട്ട് ഇസ് ദ വാല്യൂ ഓഫ് 1 ഷെയർ? ഇവിടെ ചോദിച്ചിരിക്കുന്ന പെർ ഷെയർ ആണ്. കഴിഞ്ഞ ചോദ്യം ഫുൾ വാല്യൂ ആയിരുന്നു. ഇവിടെ ചോദിച്ചിരിക്കുന്ന 1 ഷെയർ ആണ്. ഇതാണ് ശ്രദ്ധിക്കേണ്ടത്. കഴിഞ്ഞതിൽ മൊത്തം തന്ന ഡാറ്റ അങ്ങനെ എടുത്താൽ മതി. അപ്പൊ ഇവിടെ തന്ന ഡാറ്റ അങ്ങനെ എടുക്കാൻ പാടില്ല. നമ്പർ ഓഫ് ഷെയർ ഒക്കെ കണ്ടുപിടിച്ച് പെർ ഷെയർ ആക്കേണ്ടി വരും. ഡിവിഡൻഡ് വാല്യുവേഷൻ മോഡലാണ്. ഡിവിഡൻഡ് വാല്യുവേഷൻ മോഡൽ ഉപയോഗിച്ച് ഒരു ഷെയറിന്റെ വാല്യൂ P0 ആണ് വീണ്ടും ചോദിച്ചിരിക്കുന്നത്. P0 വേണമെങ്കിൽ D0 വേണം, G വേണം, KE വേണം. KE ഇതുണ്ടെങ്കിൽ കണ്ടുപിടിക്കുക. D0 × 1 + G / KE - G. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. D0 എന്നും പറഞ്ഞ് ഇന്ന് കൊടുത്ത ഡിവിഡൻഡ്, അതും പെർ ഷെയർ വേണം. ഫൈനൽ ആൻസർ പെർ ഷെയർ കിട്ടാൻ പെർ ഷെയർ വേണം. ഓർഡിനറി ഡിവിഡൻഡ് 160 തന്നിട്ടുണ്ട്. 160. അപ്പൊ അവർ കൊടുത്ത ടോട്ടൽ ഡിവിഡൻഡ് 160 ആണ്. ഒരു ഷെയറിന്റെ നോമിനൽ വാല്യൂ 0.5 എന്ന് പറഞ്ഞു. ഷെയർ ക്യാപിറ്റൽ 100 ആണ്. ഷെയർ ക്യാപിറ്റൽ 100. അപ്പൊ നമ്പർ ഓഫ് ഷെയർസ് എത്രയാന്ന് ചോദിച്ചാൽ 100 / 0.5 ചെയ്യുക. 200 വന്നേ. ഡിവിഡൻഡ് മൊത്തത്തിൽ കൊടുത്തത് 160 ആണ്. അതിനെ പെർ ഷെയർ ആക്കാൻ ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ഷെയർ ചെയ്ത ഡിവിഡൻഡ് കിട്ടി. ഗ്രോത്ത് ക്വസ്റ്റ്യന്റെ ആദ്യം തന്നിട്ടുണ്ടായിരുന്നു 5%, 0.05. KEയും ക്വസ്റ്റ്യന്റെ ആദ്യം തന്നിട്ടുണ്ടായിരുന്നു 12%, 0.12.
എല്ലാ ഡാറ്റയായി ഇക്വേഷൻ അപ്ലൈ ചെയ്യുക, ആൻസർ കണ്ടുപിടിക്കുക. d0 into 1 plus g divided by ke minus g. ke minus g. 12 ആണ് വന്നത്. 12. ആൻസർ 12. യെസ്, കിട്ടി. 12 റൗണ്ട് ഓഫ് ഫിഗർ അല്ലേ ആയിരിക്കും, റൗണ്ട് ഓഫ് ചെയ്ത ഫിഗർ ആയിരിക്കും, അതുകൊണ്ടായിരിക്കും അത് വന്നത്. അപ്പൊ അത് 12 കിട്ടി. 12 ഓക്കെ ആണോ? ഓക്കെ ആണോ? യെസ് ഓർ നോ? യെസ്. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഇസ് ദ മാർക്കറ്റ് വാല്യൂ ഓഫ് ലോൺ നോട്ട്? ലോൺ നോട്ടിന്റെ മാർക്കറ്റ് വാല്യൂ ചോദിച്ചിരിക്കുന്നത്, ലോൺ നോട്ടിന്റെ മാർക്കറ്റ് വാല്യൂ. അപ്പൊ ലോൺ നോട്ടിന്റെ മാർക്കറ്റ് വാല്യൂ കിട്ടാൻ വേണ്ടി, ലോൺ നോട്ടിന്റെ ഡീറ്റെയിൽ ആണ് ഇവിടെ താഴത്തെ പാരഗ്രാഫിൽ, ഏറ്റവും താഴത്തെ പാരഗ്രാഫ് കൊടുത്തത്. അപ്പൊ അതിന്റെ മാർക്കറ്റ് വാല്യൂ എന്ന് പറയുമ്പോൾ ടോട്ടൽ വാല്യൂ ആണ്. ടോട്ടൽ വാല്യൂ കിട്ടാൻ ഇപ്പൊ കറന്റ് ലോൺ നോട്ട് ഇല്ലെങ്കിൽ ലോങ് ടേം ബോറോയിങ്സ് ഉള്ളത് 300 ആണ്. ലോങ് ടേം ബോറോയിങ്സ് കൺസിസ്റ്റ് ഓഫ് ലോൺ നോട്ട് പേയിങ് ഇൻട്രസ്റ്റ് 7%. അപ്പൊ ഇവിടെ നമ്മൾ എന്താ ഇവിടെ പറഞ്ഞത്? റിഡീമബിൾ ആണ്, റിഡീമബിൾ. അപ്പൊ IRR കൺസെപ്റ്റ് പോലെ നമ്മൾ പ്രസന്റ് വാല്യൂസ് കണ്ടുപിടിച്ചിട്ടില്ലേ ചെയ്യുക. P0 ഇന്നത്തെ വാല്യൂ കിട്ടണമെങ്കിൽ എല്ലാത്തിന്റെയും പ്രസന്റ് വാല്യൂ വേണം. റിഡീം ചെയ്യുന്നത് 7 years ടൈമിലാണ്. അപ്പൊ നമുക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാവും T1 തൊട്ടിട്ട് T7 വരെ ഇൻട്രസ്റ്റ് ഉണ്ടാവും. ഇൻട്രസ്റ്റ് അതും ബിസിനസ് വാല്യുവേഷൻ ആയതുകൊണ്ട് എന്തായിരിക്കും? ബിഫോർ ടാക്സ് ആയിരിക്കും. ഇവിടെ ബിഫോർ ടാക്സ് അല്ലേ യൂസ് ചെയ്യേണ്ടത്. ബിസിനസ് വാല്യുവേഷന്റെ ക്വസ്റ്റ്യൻ ആണ്, ബിഫോർ ടാക്സ് ആണ് ഉപയോഗിക്കേണ്ടത്. 7% ആണ്. 7%. ടാക്സിന്റെ ഡീറ്റെയിലും തന്നിട്ടില്ല, ഒന്നുണ്ട്. ടാക്സ് 20% തന്നിട്ടുണ്ട്. ആഫ്റ്റർ ടാക്സ് ആക്കണമെങ്കിൽ ആക്കാം, പക്ഷെ ചെയ്യാൻ പാടില്ല. ബിസിനസ് വാല്യുവേഷനിൽ ഓൾവേസ് ബിഫോർ ടാക്സ് ആണ് ഉപയോഗിക്കേണ്ടത്. ഇപ്പോൾ നോമിനൽ വാല്യൂവിനെ 100 ആയിട്ട് എടുത്താൽ 7% ഇൻട്രസ്റ്റ് എന്ന് പറയുമ്പോൾ 7 വരിക. 7 ഇൻട്രസ്റ്റ് 7 വന്നു. T7 റിഡംഷൻ വാല്യൂ ഉണ്ടാവും. T7 കൺവേർട്ടബിൾ അല്ലല്ലോ, റിഡംഷൻ വാല്യൂ ആണ്. റിഡംഷൻ വാല്യൂ പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയാണ് റിഡീം ചെയ്യുന്നത് ചോദിച്ചാൽ 100 രൂപ ആണ് നോമിനൽ വാല്യൂ, 5% പ്രീമിയത്തിൽ, അപ്പൊ 105 രൂപ. 105 രൂപയ്ക്ക് റിഡീം ചെയ്യുന്ന. പ്രസന്റ് വാല്യൂ കണ്ടുപിടിക്കണമെങ്കിൽ ഡിസ്കൗണ്ട് ഫാക്ടേഴ്സും ആനുവിറ്റി ഫാക്ടറൊക്കെ വേണം. ഇവിടെ 7%. റേറ്റ് യൂസ് ചെയ്യേണ്ടത്, ഡിസ്കൗണ്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കേണ്ട റേറ്റ് എന്ന് പറയുന്നത് ബിഫോർ ടാക്സ് 5% ഉണ്ട്, ആഫ്റ്റർ ടാക്സ് 4% ഉണ്ട്. വീണ്ടും പറയുന്നു, ബിസിനസ് വാല്യുവേഷൻ ആണെങ്കിൽ ഓൾവേസ് എന്തേ ഉപയോഗിക്കുള്ളൂ? ബിഫോർ ടാക്സ് അല്ലേ, ബിഫോർ ടാക്സ്. അപ്പൊ ഈ 5% ഉപയോഗിച്ചിട്ട് വേണം ഡിസ്കൗണ്ട് ചെയ്യാൻ വേണ്ടി. അപ്പൊ ആനുവിറ്റി ഫാക്ടർ ഒക്കെ എടുക്കേണ്ട അറ്റ് 5% ആണ്. ആനുവിറ്റി ഫാക്ടർ ഒക്കെ എടുക്കേണ്ട അറ്റ് 5% ആണ്. ആനുവിറ്റി ഫാക്ടർ വേണമെങ്കിൽ ടേബിൾ വേണം. ടേബിൾ എവിടെ ഉണ്ടാവും ചോദിച്ചാൽ ഫോർമുല ഷീറ്റിൽ ഉണ്ടാവും. ഇതിൽ 5%ന്റെ ആനുവിറ്റി ഫാക്ടർ ടേബിൾ 5%ന്റെ 7 years 5.786. 5.786. ഡിസ്കൗണ്ട് ഫാക്ടർ വേണം 5%ന്റെ 7 വർഷത്തെ. 5%ന്റെ 7ാമത്തെ 0.711. പ്രസന്റ് വാല്യൂ ഇതെല്ലാം ഇൻഡു ചെയ്തു. 115 ആണ് പ്രസന്റ് വാല്യൂ വന്നേ പെർ ഷെയർ. ഈ കിട്ടിയിരിക്കുന്ന പ്രസന്റ് വാല്യൂ എന്ന് പറയുന്നത് P0 ആണ് പെർ ഷെയർ. ഇനി എന്ത് വെച്ച് ഇൻഡു ചെയ്യണം? ഇവിടെ ടോട്ടൽ വാല്യൂ വേണ്ടേ? മില്യൻസ്. ഇതാണ് വീണ്ടും ശ്രദ്ധിക്കേണ്ടത്. ആദ്യത്തെ അവർ ടോട്ടൽ ചോദിച്ചു, ക്വസ്റ്റ്യൻ നമ്പർ 21 അവർ ടോട്ടൽ ചോദിച്ചു. രണ്ടാമത്തെ അവർ പെർ ഷെയർ ചോദിച്ചു. മൂന്നാമത്തെ വീണ്ടും ടോട്ടൽ ചോദിച്ചു. അപ്പൊ ഇത് നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ഏതെങ്കിലും ഒന്ന് നമ്മൾ തെറ്റിക്കും. ഉറപ്പ് ഏതെങ്കിലും ഒരെണ്ണം നമ്മൾ തെറ്റിക്കും. അപ്പൊ ഇവിടെ 100 രൂപയാണ് നോമിനൽ വാല്യൂ, ബുക്സിലെ വാല്യൂ 300 ആണ്. ഇപ്പൊ നമ്പർ ഓഫ് ലോൺ നോട്ട് എന്ന് പറഞ്ഞാൽ 300 million ആയിരുന്നു ഉണ്ടായിരുന്നത്. ഡിവൈഡഡ് ബൈ 100 നോമിനൽ വാല്യൂ ചെയ്താൽ 3 million ആയിരിക്കും. 3 million, ഇത് മില്യൻസ് ആണ്. 3 million ആയിരിക്കും നമ്പർ ഓഫ് ലോൺ നോട്ട്. അപ്പൊ ടോട്ടൽ വാല്യൂ ഈക്വൽ ടു 115 into 3. 345.47. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ? 345.5. അതാണ് ആൻസർ വന്നത്. കംപ്ലീറ്റ് ആയില്ലേ ക്വസ്റ്റ്യൻ? സെക്ഷൻ ബിയിൽ ഒരു ക്വസ്റ്റ്യനും കൂടി ഉള്ളത്. ആ സെക്ഷൻ ബിയിൽ ഒരു ക്വസ്റ്റ്യൻ, ഇപ്പൊ നമ്മൾ 50 മാർക്ക് കംപ്ലീറ്റ് ചെയ്തു, പറയുമ്പോൾ 50 മാർക്ക് കംപ്ലീറ്റ് ചെയ്തു. സെക്ഷൻ ബിയിലെ ഒരു ക്വസ്റ്റ്യനും കൂടി ഉണ്ട്, റിസ്കിന്റെ. ആ ഒരു ക്വസ്റ്റ്യനും കൂടി എക്സ്പ്ലെയിൻ ചെയ്ത് ഇന്നത്തെ സെഷൻ നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യും. കാരണം ബാക്കി സെക്ഷൻ സി നാളെ പറയുള്ളൂ. ഇപ്പൊ ഇന്ന് നമ്മൾ MCQ OTQ ഫുള്ളി കംപ്ലീറ്റ് ചെയ്യും. പിന്നെ സെക്ഷൻ ബിയിൽ ഒരു ക്വസ്റ്റ്യനും കൂടി ഉള്ളൂ. ലാസ്റ്റത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. റിസ്ക് മാനേജ്മെന്റ്. ഞാൻ പറഞ്ഞു റിസ്ക് മാനേജ്മെന്റ് എന്തായാലും വരുന്നു. റിസ്ക് മാനേജ്മെന്റ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ ആണ് ഇവിടം വരെ? ഇപ്പൊ നമ്മൾ അറൌണ്ട് 25 ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തു. ഓക്കെ ആണോ ഇവിടം വരെ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ അല്ലേ ഇവിടം വരെ? യെസ് ഓർ നോ?
ഓക്കെ, ഇനി അടുത്ത ആദ്യം തന്നെ തിയറിയാണ്. അപ്പൊ ഇതിൽ എന്തെങ്കിലും ക്വസ്റ്റ്യൻ ആയിട്ട് ബന്ധം ഉണ്ടാവും. അപ്പൊ ക്വസ്റ്റ്യൻ വായിച്ചു നോക്കേണ്ടി വരും. നമുക്ക് ലാസ്റ്റിലേക്ക് പോവാം. എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ ലാസ്റ്റിലേക്ക് പോവാം. 30ാമത്തെ ചോദ്യം, 30ാമത്തെ ക്വസ്റ്റ്യൻ. 30ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോയി. വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് അബൌട്ട് ഇൻട്രസ്റ്റ് റിസ്ക് ഇസ് കറക്റ്റ് എന്ന് ചോദിക്കുന്നത്. ഇൻട്രസ്റ്റ് റിസ്ക് എ നെഗറ്റീവ് ഗ്യാപ്പ് എക്സ്പോഷർ. നെഗറ്റീവ് എക്സ്പോഷർ, നെഗറ്റീവ് പറഞ്ഞാൽ എന്താ? ഈ ഗ്യാപ്പ് എക്സ്പോഷർ വരുന്നത് തന്നെ ഡെപ്പോസിറ്റും ബോറോയിങ്സും നോക്കിയിട്ടാണ്. പോസിറ്റീവ് വരുമ്പോൾ കൂടുതൽ ഡെപ്പോസിറ്റും കുറവ് ബോറോയിങ്ങും ആയിരിക്കും. എന്ന് വെച്ചാൽ കൂടുതൽ അസറ്റും കുറവ് ലയബിലിറ്റിയും. അപ്പോഴാണ് നമുക്ക് എന്താ വരിക? പോസിറ്റീവ് വരിക. നെഗറ്റീവ് വരിക എന്ന് വെച്ചാൽ കൂടുതൽ ലയബിലിറ്റി ആയിരിക്കും, കൂടുതൽ ബോറോയിങ്സ് ആയിരിക്കും. ഇവിടെ നെഗറ്റീവ് ഗ്യാപ്പ് എക്സ്പോഷർ മീൻസ് ദാറ്റ് ഫോർ എ ഗിവൺ മെച്യൂരിറ്റി ഇൻട്രസ്റ്റ് സെൻസിറ്റീവ് ലയബിലിറ്റീസ് ആർ ലെസ് ദാൻ അസറ്റ്. എന്ന് വെച്ചാൽ അസറ്റ് കൂടുതലും ലയബിലിറ്റി കുറവാന്നല്ല ഇതിന്റെ മീനിങ്. ലയബിലിറ്റീസ് ആർ ലെസ് ദാൻ അസറ്റ് എന്ന് പറഞ്ഞാൽ ലയബിലിറ്റി കുറവാണ്, അസറ്റ് കൂടുതലാണ്. അസറ്റ് കൂടുതലാണെങ്കിൽ നെഗറ്റീവ് അല്ലല്ലോ, പോസിറ്റീവ് ഗ്യാപ്പ് എക്സ്പോഷറിൽ വരും. അപ്പൊ ആദ്യത്തേത് തെറ്റാണ്. 1 only, both 1 and 2. അത് രണ്ടും വെട്ടി. 1 only സ്ട്രൈക്ക് ത്രൂ ആയി. both 1 and 2 അതും ഞാൻ സ്ട്രൈക്ക് ത്രൂ ചെയ്തു. ബാങ്ക് ലോൺസ് ഓഫ് ബിസ്മുത്ത് കമ്പനി ഗീവ് റൈസ് ടു ബേസിസ് റിസ്ക്. ഈ ബേസിസ് റിസ്ക് എപ്പോഴാണ് വരിക? ബേസിസ് റിസ്ക് വരുന്നത് നമ്മൾ ലോൺ എടുത്തിട്ടുണ്ട്, രണ്ടും വേരിയബിൾ ലോൺ ആയിരിക്കണം, വേരിയബിൾ ഇൻട്രസ്റ്റ് റേറ്റ് ആയിരിക്കണം. ആ വേരിയബിൾ ഇൻട്രസ്റ്റ് റേറ്റ് ആയിട്ട് അതിന്റെ ബേസിസ് മാറുമ്പോഴല്ലേ ലിബോർ പ്ലസ് ഇത്ര പെർസെന്റേജ്, ലിബോർ പ്ലസ് അത്ര പെർസെന്റേജ് എന്ന് പറഞ്ഞു വരുമ്പോൾ ആ ബേസിസ് മാറുമ്പോഴല്ലേ ഈ ബേസിസ് റിസ്ക് വരിക. ഇൻട്രസ്റ്റിന് ബേസിസ് റിസ്ക് വരിക അവിടെയല്ലേ. അപ്പൊ ഇവിടെ ബാങ്ക് ലോൺസ് ഓഫ് ബിസ്മുത്ത് കമ്പനി, ഇവരുടെ ലോൺ എവിടെ? ലോണിനെ പറ്റിയിട്ട് എന്താ പറഞ്ഞിട്ടുള്ളത്? ലാസ്റ്റ് ഇവിടെ പറഞ്ഞിട്ടുണ്ട് ബിസ്മുത്ത് കമ്പനീസ് ബാങ്ക് ലോൺ ഹാവ് എ നോമിനൽ വാല്യൂ ഓഫ് 5% ആർ സ്പ്ലിറ്റ് ഈക്വലി ബിറ്റ്വീൻ ഫിക്സഡ് ആൻഡ് വേരിയബിൾ. അപ്പൊ ഇതിന്റെ രണ്ടാമത്തെ ചെയ്യണമെങ്കിൽ അവിടെ ക്വസ്റ്റ്യൻ വായിക്കണേ. ഫിക്സഡ് വേരിയബിൾ ആയി സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട്, അപ്പൊ അവിടെ ബേസിസ് റിസ്ക് ഒന്നും വരില്ല. രണ്ടും വേരിയബിൾ ആണെങ്കിൽ അതിന്റെ ബേസിസ് മാറിയാലാണ് ബേസിസ് റിസ്ക് വരുള്ളൂ. ബാങ്ക് ലോൺസ് ഓഫ് ബിസ്മുത്ത് ഗീവ് റൈസ് ടു ബേസിസ് റിസ്ക് എന്ന് പറയുന്നത് തെറ്റാണ്. അപ്പൊ നെയ്തർ 1 or 2 ആണ് ആൻസർ വരിക. നെയ്തർ 1 or 2 ആണ് വീണ്ടും ആൻസർ വരിക. ഓക്കെ ആണോ പറഞ്ഞേ? യെസ് ഓർ നോ? യെസ്. ഇനി തൊട്ട് മുമ്പത്തെ പ്രീവിയസ് ക്വസ്റ്റ്യൻ, മണി മാർക്കറ്റ് ഹെഡ്ജ് ആണ്, പ്രോബ്ലം ചെയ്യണം. ഇവിടെയും കാൽക്കുലേഷൻ ആണ്, പ്രോബ്ലം അറിയണം. ഇവിടെയും ക്വസ്റ്റ്യൻ വായിക്കണം. ഇതിലപ്പോ ഈ റിസ്ക് മാനേജ്മെന്റ് ചെയ്യണമെങ്കിൽ അപ്പൊ മിക്കതിലും ചോദ്യം അറിയണം കേട്ടോ. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻ വായിച്ചു നോക്കാം ആദ്യം. ബിസ്മുത്ത് കമ്പനി ഹൂസ് ഹോം കറൻസി ഈസ് ഡോളർ ആണുള്ള ഹാസ് എക്സ്പോർട്ടഡ് പ്രോഡക്ട്സ് ടു യൂറോപ്പ് ഫോർ സെവറൽ ഇയേഴ്സ് ആൻഡ് യൂറോപ്യൻ കസ്റ്റമേഴ്സ് പേ ഓൺ ക്രെഡിറ്റ് ഇൻ യൂറോസ്. യൂറോപ്പിലേക്ക് കുറച്ച് കാലങ്ങളായിട്ട് അവർ ട്രേഡ് ചെയ്യുന്നുണ്ട്. ഇറ്റ് നൗ പ്ലാൻസ് ടു ഇൻവെസ്റ്റ് ഇൻ യൂറോപ്യൻ സ്റ്റോറേജ്, പാക്കിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ. അപ്പൊ അവിടെ പോയിട്ട് എന്തോ തുടങ്ങാൻ വേണ്ടി ഇവിടുന്ന് ഇങ്ങനെ എക്സ്പോർട്ട് ചെയ്തുകൊണ്ടാണ് ഇരുന്നത്. ഇനി അതെന്തായാലും സംഭവിക്കും. ഇനി അവിടെ പോയിട്ട് നമ്മൾ എന്തെങ്കിലും തുടങ്ങാന്ന് വിചാരിക്കുകയാണ്. അങ്ങനെ ചെയ്യണമെങ്കിൽ എന്ത് വേണമെന്ന് വെച്ചാൽ പൈസ വേണം. ആ പൈസ ഒപ്പിക്കുക. 6.5 million ലോൺ നോട്ട്സ് ആണ് എടുക്കേണ്ടത്. ലോൺ നോട്ട്. ഇപ്പൊ ലോൺ എടുക്കണം, അത്രയും യൂറോ വേണം. അതിന് ഇൻട്രസ്റ്റ് അടക്കേണ്ടി വരും. ആനുവൽ ഇൻട്രസ്റ്റ് ബീങ് പേയബിൾ ഇൻ 2 installment ഓൺ 6 monthly basis. 6 മാസം കൂടുമ്പോൾ ഇൻട്രസ്റ്റ് അടയ്ക്കണ്ടേ ലോൺ എടുത്താൽ. അതിൽ ആദ്യത്തെ പേയ്മെന്റ് എന്ന് വെച്ചാൽ ആദ്യം അങ്ങോട്ട് അടയ്ക്കേണ്ട പൈസ, പേയ്മെന്റ് ആണ്, ആദ്യം അങ്ങോട്ട് അടയ്ക്കേണ്ട പൈസയാണ് euro 260 എന്ന് പറഞ്ഞത്. ഇതാണ് തന്നിരിക്കുന്നത്. യൂറോ പെർ ഡോളർ. ഫോറിൻ ബൈ ഹോമിലുള്ള സ്പോട്ട് എക്സ്ചേഞ്ച് റേറ്റ് ഉണ്ട്, 6 month റേറ്റ് ഉണ്ട്, ഫോർവേഡ് റേറ്റ് കണ്ടുപിടിക്കാനൊക്കെ ആയിരിക്കും. അതേപോലെ തന്നെ ബോറോയിങ് ഉണ്ട്, ഡെപ്പോസിറ്റ് ഉണ്ട്. പേയ്മെന്റ് ആണ് ഫോറിൻ ബൈ ഹോം ആണ്, ഏത് റേറ്റ് എടുക്കുക? പേയ്മെന്റ് ആണ് ഫോറിൻ ബൈ ഹോം ആണ്, ഏത് റേറ്റ് ആണെന്ന് ചോദിച്ചാൽ ഈ ലോവർ റേറ്റ് ആണ്. 1.3, 1.28. ഈ റേറ്റുകളാണ് നമ്മൾ ഉപയോഗിക്കേണ്ടി വരിക. ഇനി നോക്കാം ക്വസ്റ്റ്യൻ എന്താണ്. വിച്ച് ഓഫ് ദി ഫോളോയിങ് കറൻസി റിസ്ക്സ് ഓഫ് ബിസ്മുത്ത് എക്സ്പോസ് ടു നൗ ആൻഡ് ഇൻ ഫ്യൂച്ചർ. എന്തൊക്കെ റിസ്കുകളായിരിക്കും അവർ ഇപ്പോഴും ഇനി ഭാവിയിലുമായിട്ട് ഫേസ് ചെയ്യേണ്ടി വരും? ഇപ്പൊ ഫേസ് ചെയ്യുന്ന ട്രാൻസാക്ഷൻ റിസ്ക്. 6 മാസത്തിന് ശേഷം ഇൻട്രസ്റ്റ് അടയ്ക്കണം. എത്രയായിരിക്കും ഇൻട്രസ്റ്റ് റേറ്റ് എന്നുള്ള അറിയില്ല. അങ്ങനെയാണെങ്കിൽ ആ സെറ്റിൽമെന്റ് ഡേറ്റും അതേപോലെ തന്നെ നമ്മുടെ ഇൻവോയ്സ് ഡേറ്റും തമ്മിൽ വരുന്ന ഡിഫറൻസ് ആണ് ട്രാൻസാക്ഷൻ. അതുണ്ട്. എക്കണോമിക് റിസ്ക് വരും, കാരണം ഇവർ റെഗുലർ ആയിട്ട് പുറത്തേക്ക് യൂറോപ്പിലേക്ക് സാധനം എക്സ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ്. അപ്പൊ ഒരു ട്രാൻസാക്ഷൻ വരുന്ന ട്രാൻസാക്ഷൻ റിസ്ക്. അപ്പൊ അവർ ഇടയ്ക്കിടയ്ക്ക് ഇത് ചെയ്യുമ്പോൾ എന്തായാലും ലോങ് ടേം വേർഷൻ ഓഫ് ട്രാൻസാക്ഷൻ റിസ്ക് അല്ലേ എക്കണോമിക് റിസ്ക്. അപ്പൊ അതും വരും. മൂന്നാമത് ട്രാൻസ്ലേഷൻ. എന്തായിരുന്നു ട്രാൻസ്ലേഷൻ? കൺസോളിഡേറ്റ് ചെയ്യുമ്പോൾ ഇല്ലെങ്കിൽ ഫോറിനിൽ നമുക്ക് ബ്രാഞ്ച് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ചെയ്യുമ്പോഴേ. ഇപ്പോ ഇവർ ഫോറിനിൽ ഒരു സ്റ്റോറേജ് ആൻഡ് പാക്കിംഗ് ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്ക് തുടങ്ങാൻ പോവല്ലേ ഫോറിനിൽ. അപ്പൊ അവിടെ അവരൊരു അസറ്റ് മേടിക്കാനില്ല, അവിടെ ഒരു ഇത് ബിൽഡ് ചെയ്യാൻ, ബ്രാഞ്ച് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടില്ലേ 6.5 million എന്നൊക്കെ പറയുന്ന പൈസ അവർക്ക് വേണ്ടേ. അപ്പൊ നമ്മുടെ തന്നെ ഫോറിൻ കറൻസിയിൽ ഒരു ബ്രാഞ്ച് പോലെ ആയില്ലേ. അപ്പൊ അതിന് ഇങ്ങോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ടി വരും എല്ലാ വർഷവും ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ. ഇപ്പൊ ഫ്യൂച്ചറിൽ അവർ ട്രാൻസ്ലേഷൻ റിസ്ക് ഫേസ് ചെയ്യാൻ ചാൻസ് ഇല്ലേ. ഇവിടെ ശ്രദ്ധിക്കേണ്ട ചോദ്യത്തില്
ഇന്ന് എന്തൊക്കെ ഫേസ് ചെയ്യുന്നു എന്നല്ല ചോദിച്ചിരിക്കുന്നത്. നൗ ആൻഡ് ഇൻ ഫ്യൂച്ചർ. നൗ മാത്രമാണ് ട്രാൻസാക്ഷൻ ആയിരുന്നു. ഇന്ന് എന്ത് ഫേസ് ചെയ്യും ചോദിച്ചാൽ ട്രാൻസാക്ഷൻ മാത്രമേ ഉള്ളൂ. ഭാവിയിൽ നിന്നും കൂടി പറഞ്ഞതുകൊണ്ട് എന്തായാലും എക്കണോമിക്കും ട്രാൻസ്ലേഷനും എല്ലാം വരും. 1, 2 and 3 ആയിരിക്കും ആൻസർ. 1, 2 and 3. 1, 2 and 3. ഓക്കെ ആണോ പറഞ്ഞേ? യെസ് ഓർ നോ? ഓക്കെ. അടുത്ത അക്കോർഡിംഗ് ടു എക്സ്ചേഞ്ച് റേറ്റ് തിയറി. എക്സ്ചേഞ്ച് റേറ്റ് കൂടുകയും കുറയുകയും ചെയ്യുന്ന തിയറി എന്ന് പറയുമ്പോൾ പർച്ചേസ് പവർ പാരിറ്റി ആയിരിക്കും, ഇൻട്രസ്റ്റ് റേറ്റ് പാരിറ്റി ആയിരിക്കും. വിച്ച് ഓഫ് ദി ഫോളോയിങ് കുഡ് എക്സ്പ്ലെയിൻ ദ കറണ്ട് യൂറോ പെർ ഡോളർ ഫോർവേഡ് എക്സ്ചേഞ്ച് റേറ്റ്? അപ്പൊ അതെങ്ങനെ, എന്തിനെ കൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും ചോദിച്ചാൽ നമ്മൾ സ്പോട്ട് വെച്ചിട്ടാണ് ചിന്തിക്കേണ്ടത്. സ്പോട്ട് വെച്ചിട്ട് ഇന്ന് 1.3 ആണുള്ളത്. 6 മാസം കഴിഞ്ഞപ്പോൾ അത് 1.28 ആയി. നമ്മളിപ്പോ S1 F0 എന്തെടുക്കുകയാണെങ്കിലും S0 into 1 plus interest or inflation of numerator divided by 1 plus interest or inflation of denominator. ഇതാ ചെയ്യാം. S0 1.3 ആയിരുന്നു. ഇത് ഇൻറ്റു ഇവിടുത്തെ ഒരു ഇൻട്രസ്റ്റിന്റെ ഇതും ഇവിടുത്തെ ഒരു ഇൻട്രസ്റ്റിന്റെ ഡിനോമിനേറ്റർ എന്തോ വരുന്നു. ഇത് രണ്ടും കാരണം 1.28 ആണ് ആയത്. 6 മാസത്തിന് ശേഷം 1.28 ആയത്. അപ്പോൾ ഓൾറെഡി ഉള്ള സാധനം കുറയുക ചെയ്ത്. അത് കുറയാനുള്ള കാരണം ഈ ന്യൂമറേറ്ററിലുള്ള റേറ്റ് കുറവും ഡിനോമിനേറ്ററിലുള്ള റേറ്റ് കൂടിയാലും മതി. ഇൻറ്റു ചെയ്യാന്ന് വെച്ചാൽ ആഡ് ചെയ്യാന്നാണ്. കുറഞ്ഞ റേറ്റ് ആഡ് ചെയ്ത് കൂടിയ റേറ്റ് കുറച്ചു കളഞ്ഞു. അപ്പൊ ആ ന്യൂമറേറ്റർ കുറവും ഡിനോമിനേറ്റർ കൂടുതലും ആവുന്ന സിറ്റുവേഷനിലാണ് നമ്മുടെ എക്സ്ചേഞ്ച് റേറ്റ് ഫ്യൂച്ചറിലേക്ക് പോകുമ്പോൾ കുറയാം. ഇവിടെ ന്യൂമറേറ്ററിൽ വരുന്നതാണ് യൂറോസ്, ഡിനോമിനേറ്ററിൽ വരുന്നതാണ് ഡോളറും. ഇനി ആ ഓപ്ഷൻസ് വായിച്ചു നോക്കാം. പറഞ്ഞത് നോക്കിയാന്ന് വിചാരിക്കുന്നു. എന്താണ് സംഭവിച്ചേ എന്നാ ചോദിച്ചേ. 1.3 ഉണ്ടായിരുന്നു, 1.28 ആയി, കുറഞ്ഞു. കുറയണമെങ്കിൽ അപ്പൊ ന്യൂമറേറ്ററിലുള്ള ഇൻട്രസ്റ്റോ ഇൻഫ്ലേഷനോ കുറഞ്ഞിട്ടുണ്ടാവും. എന്ന് വെച്ചാൽ യൂറോന്റെ ഇൻട്രസ്റ്റോ ഇൻഫ്ലേഷനോ കുറഞ്ഞിട്ടുണ്ടാവും. ഡിനോമിനേറ്ററിൽ വരുന്ന ഇൻട്രസ്റ്റോ ഇൻഫ്ലേഷനോ കൂടിയിട്ടുണ്ടാവും ഡോളറിന്റെ. അപ്പൊ ഇനി ആ ഓപ്ഷൻ വായിച്ചു നോക്കാം. അക്കോർഡിംഗ് ടു എക്സ്ചേഞ്ച് റേറ്റ് തിയറി നമ്മൾ വായിച്ചു. യൂറോന്റെ ഇൻഫ്ലേഷൻ എന്ന് വെച്ചാൽ ന്യൂമറേറ്ററിലുള്ള ഇൻഫ്ലേഷൻ ഹയർ ആണ് ഡിനോമിനേറ്ററിനെക്കാട്ടും. അല്ല, ന്യൂമറേറ്ററിലുള്ളത് കുറവും ഡിനോമിനേറ്ററിലുള്ളത് കൂടുതലും ആണ്, എന്നാലേ കറക്റ്റ് ആവുള്ളൂ. സപ്ലൈ ഓഫ് ഡോളർ ഈസ് എക്സ്പെക്ടഡ് ടു ഡിക്രീസ് ഇൻ നിയർ ഫ്യൂച്ചർ. അല്ല, ഇവിടെ ഡോളറിന് ഇത് കൂടുതലല്ലേ ചെയ്തത്. യൂറോ ഇൻട്രസ്റ്റ് ആണെങ്കിൽ യൂറോന്റെ ഇൻട്രസ്റ്റ് റേറ്റ് ലോവർ ദാൻ ഡോളറിന്റെ ഇൻട്രസ്റ്റ് റേറ്റ് ആണ്. അത് കറക്റ്റ്. ന്യൂമറേറ്ററിൽ വരുന്ന ഇൻട്രസ്റ്റ് റേറ്റ് കുറവും ഡിനോമിനേറ്ററിൽ വരുന്ന ഇൻട്രസ്റ്റ് റേറ്റ് കൂടിയിട്ടുണ്ടെങ്കിൽ ഇത് സംഭവിക്കാം. ഫോർവേഡ് അല്ലേ, അപ്പൊ ഇൻട്രസ്റ്റ് റേറ്റിനെ ബേസ് ചെയ്തിട്ടായിരിക്കും. ഫോർവേഡ് എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറയുമ്പോൾ അപ്പൊ എന്തായാലും ഇൻട്രസ്റ്റ് ആയിരിക്കും. അപ്പൊ ബാക്കി നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. ഗവൺമെന്റിന്റെ ഇത് സെല് ചെയ്യുന്ന കേസ് നോക്കണ്ട. ഓപ്ഷൻ സി ആണ് ആൻസർ. എന്തായാലും ആൻസർ വരും. ഓക്കെ, യെസ് ഓർ നോ? യെസ്. അടുത്ത, ഇഫ് ബിസ്മുത്ത് കമ്പനി ഡിസൈഡഡ് ടു ലീഡ് പേയ്മെന്റ്. ലീഡ് ചെയ്യാന്ന് വെച്ചാൽ നേരത്തെ കൊടുക്കുക, അല്ലെങ്കിൽ ഇന്ന് കൊടുക്കുക. ഇന്ന് പൈസ കൊടുക്കാന്ന് വിചാരിച്ചോ. റാദർ ദാൻ യൂസിങ് 6 month ഫോർവേഡ് കോൺട്രാക്ട്. 6 മാസത്തിന് ശേഷമുള്ള റേറ്റ് ഉപയോഗിക്കുന്നതിന് പകരം ഇന്നത്തെ സ്പോട്ട് റേറ്റ് വെച്ച് തന്നെ കൊടുക്കാം എന്ന് അവർ വിചാരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ കോസ്റ്റ് സേവിങ് ടു ബിസ്മുത്ത് ഓഫ് ദി പേയ്മെന്റ്? ഇങ്ങനെ ചെയ്യുന്നതും കൊണ്ട് അവർക്ക് എന്താ വരുന്നത്? ബിസ്മുത്ത് ഡസ് നോട്ട് നീഡ് ടു ബോറോ ടു ഫിനാൻസ് ദി ലീഡ് പേയ്മെന്റ്. അപ്പോൾ അവർ വേറെ ലോൺ എടുക്കുന്ന, വേറെ ഇൻട്രസ്റ്റോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും നിങ്ങൾ ചിന്തിക്കേണ്ട. ഇന്നാണ് മാറ്റിയിരുന്നെങ്കിൽ എത്രയാണ് വരുന്നത്, ഭാവിയിലാണ് മാറ്റിയിരുന്നെങ്കിൽ എത്രയാണ് വരുന്നത്, അതിന്റെ തമ്മിലുള്ള ഡിഫറൻസ് ഗെയിൻ ഓർ ലോസ് കണ്ടുപിടിക്കില്ലേ, അത് കണ്ടുപിടിക്കാനാ പറഞ്ഞത്. ഇപ്പൊ ഇവിടെ 260 എമൗണ്ട്, ഇന്നത്തെ റേറ്റ് ആണ് 1.3, 6 മാസത്തിനുള്ള ശേഷം ഉള്ള റേറ്റ് ആണ് 1.28. ഇപ്പൊ ടുഡേസ് ഡോളർ വാല്യൂ ലീഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ എക്സ്ചേഞ്ച് റേറ്റ് 1.3 ആണ്. അങ്ങനെയാണെങ്കിൽ 260 യൂറോസ് ഡിവൈഡഡ് ബൈ 1.3. ഡിവൈഡ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഡോളറിലാക്കണ്ടേ. 2 lakh ഡോളർ ആണ് വരിക. 2 lakh ഡോളർ. ഇനി അത് തന്നെ ഫോർവേഡ് എക്സ്ചേഞ്ച് കോൺട്രാക്ട് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ 6 മാസത്തിന് ശേഷം 1.28 ആയിരിക്കും. അപ്പൊ ഇതേ 260 തന്നെ, ഇതേ 260നെ തന്നെ 1.28ലായിരിക്കും നമ്മൾ കൺവേർട്ട് ചെയ്യേണ്ടി വരിക. അപ്പോ ഇത്രയും ഡോളർ ആണ് വരിക. ഇത്രയും ഡോളർ ഇന്ന് ചെയ്തിരുന്നെങ്കിൽ 2 ലക്ഷം ഡോളർ ആണ് നമ്മുടെ ഇന്ന് പേയ്മെന്റ് ആയിട്ട് പോവുക. ഭാവിയിൽ ചെയ്തിരുന്നെങ്കിൽ, ഇൻട്രസ്റ്റ് അടച്ചിരുന്നെങ്കിൽ 2,03,125 ഡോളർ നമ്മൾ ഇൻട്രസ്റ്റ് ആയിട്ട് അടക്കേണ്ടി വന്നേനെ. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഡിഫറൻസ് ആയിട്ട് വരുന്ന ഇത്രയും നമുക്ക് ലോസ് പോലെയല്ലേ, ഇത്രയും നമ്മൾ എക്സ്ട്രാ പേയ്മെന്റ് ചെയ്ത പോലെയല്ലേ. അപ്പൊ നേരത്തെ പൈസ കൊടുക്കുന്നല്ലേ നല്ലേ, ലീഡ് ചെയ്യുന്നല്ലേ നല്ലേ. അപ്പൊ അവർക്ക് ശരിക്കും സേവ് ചെയ്യാൻ പറ്റിയത്, അവർ നേരത്തെ പൈസ കൊടുത്തതുകൊണ്ട് അവർക്ക് സേവ് ചെയ്യാൻ പറ്റിയത് 3125 ആണ്. 3125 ആ എമൗണ്ട് ആണ് ഇവിടെ കൊടുക്കണ്ടേ. 3125.
അതും കൊടുത്തു. ഇനി വാട്ട് ഷുഡ് ബിസ്മുത്ത് കമ്പനി ഡു ഇൻ ഡോളേഴ്സ് നൗ? ഇപ്പൊ എന്ത് ചെയ്യണം? ഡോളറിൽ ഇപ്പൊ എന്ത് ചെയ്യണം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ടു കറക്റ്റ്ലി സെറ്റപ്പ് മണി മാർക്കറ്റ് ഹെഡ്ജ്. അപ്പൊ ഡോളർ എന്ന് പറയുന്ന ഹോം കറൻസിയാണ്. ഹോം കറൻസിയിൽ വരുന്ന ഡോളറിന് ഇന്ന് എന്ത് ചെയ്യണം? ബോറോ ആണോ ഡെപ്പോസിറ്റ് ആണോ എന്നുള്ള ഇന്നത്തെ എമൗണ്ട് അറിയേണ്ടത്. ഇന്ന് ബോറോ ആണെങ്കിൽ എത്ര രൂപയ്ക്ക്, അതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ മണി മാർക്കറ്റ് ഹെഡ്ജിൽ നമ്മളിങ്ങനെ മെട്രിക്സ് വരച്ചിട്ട് അല്ലെങ്കിൽ സ്റ്റെപ്പ് പോലെയാണ് ചെയ്യുക. എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. ഞാനിപ്പോ സ്റ്റെപ്പായിട്ട് ചെയ്യുന്നു. സ്റ്റെപ്പായിട്ട് 3 സ്റ്റെപ്പാണ് നമുക്ക് ഉണ്ടായിരുന്നത്. 3 സ്റ്റെപ്പ്. സ്റ്റെപ്പ് 1 ഉണ്ട്. സ്റ്റെപ്പ് 1 എന്താ? ഡിസ്കൗണ്ടിങ് ഫോറിൻ കറൻസിയാണ്. സ്റ്റെപ്പ് 2 എന്താ? കൺവേർട്ട് ടു ഹോം കറൻസി. സ്റ്റെപ്പ് 3 എന്ന് പറഞ്ഞു വരുന്ന കോമ്പൗണ്ടിങ് ഹോം കറൻസി. നമ്മളോട് ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഹോം കറൻസിയിൽ ഇന്ന് എന്ത് ചെയ്യണം, ഇന്ന് ബോറോ ആണെങ്കിൽ എത്ര എമൗണ്ട് വെച്ചിട്ട്, ഇന്ന് ഡെപ്പോസിറ്റ് ആണെങ്കിൽ എത്ര എമൗണ്ട് വെച്ചിട്ട്. അപ്പൊ നമുക്ക് വേണ്ടത് ഈ സ്റ്റെപ്പ് 2ന്റെ വാല്യൂ ആണ്. ഇതാണ് ആൻസർ സ്റ്റെപ്പ് 2ന്റെ. കാരണം ഹോം കറൻസിയിൽ ഇന്ന് എന്താ ചെയ്തതെന്ന് അറിയണമെങ്കിൽ സ്റ്റെപ്പ് 2 കംപ്ലീറ്റ് ആയാലേ കിട്ടുക. അപ്പൊ ഇവിടെ എമൗണ്ടുകൾ നോക്കുക. 260 വരുന്നുണ്ട്. ഇന്നത്തെ സ്പോട്ട് റേറ്റ് 1.3 ആണ്. ഇന്നത്തെ സ്പോട്ട്. അപ്പൊ റേറ്റുകൾ കൊടുക്കുക. ഇന്നത്തെ സ്പോട്ട് റേറ്റ് 1.3 ആണ്. ബോറോയും ഡെപ്പോസിറ്റും പറഞ്ഞിട്ടുണ്ട്. പേയ്മെന്റ് ആവുമ്പോൾ എന്തായാലും ഹോം കൺട്രിയിൽ ബോറോ ചെയ്തിട്ട് ഫോറിൻ കൺട്രിയിൽ ഡെപ്പോസിറ്റ് അല്ലേ പേയ്മെന്റ്. ഇപ്പൊ ഇവിടെ ഇൻട്രസ്റ്റ് റേറ്റുകൾ 1 ഇയറിന് വന്നിട്ടുണ്ട് 3%. നമ്മൾ 6 മാസം കൂടുമ്പോൾ അടയ്ക്കുന്നത്. അപ്പൊ ഇതിനെ ബൈ 12 ചെയ്യണം. അപ്പൊ ഫോറിൻ കൺട്രിയിൽ നമ്മൾ പോയിട്ട് ഡെപ്പോസിറ്റ് ചെയ്യുക. അപ്പൊ 2% ആയിരിക്കും അവിടുത്തെ റേറ്റ്. 2% എന്ന് പറയുമ്പോൾ 0.02 ആണ്. ഇതൊരു വർഷത്തെയാണ്. നമ്മൾ 6 മാസത്തേക്ക് ആക്കണം. ഇൻറ്റു 6/12 ചെയ്തു. അപ്പൊ ഹോമിൽ കൊണ്ടുവന്നിട്ട് നമ്മൾ എന്താ ചെയ്യുക വെച്ചാൽ ബോറോ ചെയ്യായിരിക്കും ചെയ്യുന്നത്. ബോറോ ചെയ്യുന്നതിന്റെ റേറ്റ് 3% ആണ്. 0.03 ഇൻറ്റു 6/12. ഇതിന്റെ ആവശ്യമില്ല. നമുക്ക് മൂന്നാമത്തെ സ്റ്റെപ്പിന്റെ ആവശ്യമില്ല. അപ്പൊ ഞങ്ങൾക്ക് എഴുതി വെക്കുന്നേ ഉള്ളൂ. ഇവിടെ എഴുതി തെറ്റിയോ? 2% 6/12. ഇവിടെയും 2% അടിച്ചത് 3%. ഈ സ്റ്റെപ്പിന്റെ ആവശ്യമില്ല. മൂന്നാമത്തെ സ്റ്റെപ്പിന്റെ ആവശ്യമില്ല. ഇനി എമൗണ്ട് വെച്ചിട്ട് കൺവേർട്ട് ചെയ്യാൻ തുടങ്ങാം. നമ്മൾ ആദ്യം ഡിസ്കൗണ്ട് ചെയ്താൽ 260 123നെ ഡിസ്കൗണ്ട് ചെയ്യാന്ന് വെച്ചാൽ ഡിവൈഡഡ് ബൈ 1+r ആണ്. ഡിവൈഡഡ് ബൈ 1+r ചെയ്തു. അപ്പൊ ഇത്രയും എന്തായിരിക്കും വാല്യൂ എന്ന് ചോദിച്ചാൽ ഇത്രയും യൂറോസ് ആയിരിക്കും. നമുക്ക് വേണ്ടത് ഡോളറാണ്. നമ്മുടെ ആൻസർ ഇതാണ്. അപ്പൊ നമുക്ക് വേണ്ടത് ഡോളറാണ്. ഇന്നത്തെ റേറ്റ് വെച്ചിട്ട് ഇതിനെ കൺവേർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നിരിക്കുന്ന യൂറോനെ ഡോളറിലേക്ക് ആക്കാൻ വേണ്ടി എക്സ്ചേഞ്ച് റേറ്റ് ഫോറിൻ ബൈ ഹോം ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. 198,019.8 എന്നാണ് കിട്ടിയത്. എന്ന് വെച്ചാൽ 198,020. ഇത്രയും നമ്മൾ ഫോറിനിലായതുകൊണ്ട് നമ്മുടെ ഹോമിൽ ഡോളറിൽ ബോറോ ചെയ്യാണ് ചെയ്യുക. ബോറോ ഡോളറിൽ അത്രയും എമൗണ്ട് ബോറോ ചെയ്യാണ് ചെയ്യുക. ബോറോ എമൗണ്ട് ഇതായിരിക്കും നമ്മൾ ഇന്ന് ചെയ്യേണ്ടത്. ബോറോ 198,020 റൗണ്ട് ചെയ്തിട്ട് ഇത്രയും ബോറോ ചെയ്യാൻ വേണ്ടേ. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ നോക്കാം. ബോറോ 198,020 അതാണ് ആൻസർ വരട്ടെ. അതും കൂടി ആയാൽ കറക്റ്റ് ആയി. ആ ആൻസറും കഴിഞ്ഞു. കംപ്ലീറ്റ് ആയില്ലേ? ബാക്കി തിയറി ഒക്കെ നമ്മൾ പറഞ്ഞല്ലേ. ബാക്കി തിയറി പറഞ്ഞു 30 ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആയി. ബാക്കി ഇനി 2 സെക്ഷൻ സീസാ ചെയ്യാനുള്ള. സെക്ഷൻ സി നമ്മൾ നാളെ ആയിരിക്കും ചെയ്യാം. പിന്നത്തെ കഴിഞ്ഞു. നാളെ സെക്ഷൻ സി ഇതിന്റെ എങ്ങനെയാ ചോദിച്ചത്. സെക്ഷൻ സി കുറച്ചുകൂടി എളുപ്പമാണ്. തിയറിയും പ്രോബ്ലം ഒക്കെ കുറച്ചുകൂടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന തന്നെ ഉള്ളൂ. ഇനി വേറെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇല്ലെങ്കിൽ ബാക്കി നാളെ. ഇവിടം വരെ ഓക്കെ അല്ലേ? യെസ് ഓർ നോ? ഓക്കെ അല്ലേ? യെസ്. അപ്പൊ ബാക്കി എങ്ങനെയാ എക്സാമിന് അറ്റൻഡ് ചെയ്യാനുള്ള എക്സാം ടിപ്സും ബാക്കി കാര്യങ്ങളൊക്കെ നാളെ പറയും. അപ്പൊ ഈ ക്വസ്റ്റ്യൻസ് എല്ലാവർക്കും ഓക്കെ ആണെന്ന് വിചാരിക്കും. നിർബന്ധമായിട്ടും ട്രൈ ചെയ്ത് നോക്കണം എല്ലാവരും. ഓക്കെ താങ്ക് യു. ബൈ.